Okay, students, hi. എല്ലാവരും ജോയിൻ ചെയ്തോ? എല്ലാവരും ജോയിൻ ചെയ്തോ? Okay, so join ചെയ്ത just put your name in the chat box. Hi, I'm MZ teaching you biomolecules today, chapter 9. So if you're ready, just put a hi or something in the chat box. ആരൊക്കെയുള്ളതെന്നൊക്കെ just put your name. Okay, shall we start? Anyone? നല്ലോണം ഗ്ലിച്ച് അടിക്കുന്നുണ്ട്. Okay, shall we start now, right? Okay, all right. So today, hi guys, today we are going to study the chapter 9, biomolecules. So ഇന്നലെ വരെ നമ്മൾ എന്തൊക്കെ നോക്കി? ഇന്നലെ we just finished the unit, right? About the first unit, about the plant kingdom and animal kingdom and those kingdom of classification. അതെല്ലാം നമ്മൾ ഇന്നലെ തീർത്തിരുന്നു. Now, then yesterday നമ്മൾ ഒരു പുതിയ ചാപ്റ്റർ പഠിച്ചു, cell the unit of life. Okay, now we understood that cell is the unit of life, and not only that cell, അതിനകത്തുള്ള ഒരുപാട് കോൺസ്റ്റിറ്റ്യൂവൻസ് are there, like organelles,
What are these cells made up of? Cells can easily be divided into many organelles. ഈ ഓർഗനൽസിൻ്റെ എല്ലാം കമ്പൈൻഡ് ഒരു ടുഗെദർ, ഒരു കോർഡിനേറ്റഡ് ഫംഗ്ഷൻ, ഒരു കോർഡിനേറ്റഡ് വർക്കോട് കൂടിയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? ഹോൾ ഫംഗ്ഷനിങ് സെൽ എന്ന് പറയാൻ പറ്റുന്നത്. അല്ലേ? ഒരു സെല്ലിന് അറ്റ്ലീസ്റ്റ് ലൈക്ക് ഈ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് എ സെൽ, ലൈക്ക് എ പ്ലാസ്മ മെംബ്രെയിൻ. വാട്ട്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ? ദെൻ ദ മൈറ്റോകോൺട്രിയ, ദ ന്യൂക്ലിയസ്. വൈ ഇസ് ദ ന്യൂക്ലിയസ് ബീങ് സോ ഇമ്പോർട്ടൻറ്റ്? ദെൻ ഇൻ പ്ലാന്റ്സിലാണെങ്കിൽ ദ പ്ലാസ്റ്റിഡ്സ്, ക്ലോറോപ്ലാസ്റ്റ്. അതുപോലെ ലൈക്ക് ഒരുപാട് സെൻട്രോസോം, മൈക്രോബോഡീസ്, ഇങ്ങനെ ഒരുപാട് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് മറ്റും നമ്മൾ പറഞ്ഞു. ഓക്കെ, വൈ ആർ ദേ ഇമ്പോർട്ടൻറ്റ്? ആൻഡ് എല്ലാ സെൽസിലും ഈ സംഭവങ്ങൾ ഉണ്ടോ? ഇസ് ദാറ്റ് സോ നെസസറി? ഇതെല്ലാം അത്ര ഇമ്പോർട്ടൻ്റ് ആണോ? It all depends upon the functioning of a cell. Okay, we all know, like in plants in the case, dead cells, right? Dead cells even persist in the living body. Or living plant ഉണ്ട്. Okay, living plant അകത്തും dead cells ഉണ്ട്. Not in our case. നമ്മുടെ കേസിൽ dead cells are like rare or very rare. But in case of plants, it's so frequent. Like we all know xylem, right? Xylem fibers, xylem parenchyma, all of them, like xylem parenchyma is living cell, but xylem fibers, phloem fibers are all what? Dead cells. But still they are present in the plant body. Adellam, they are so important for them. Okay, they are important for the maintenance of the normal growth and normal development. And they provide, the dead cells normally provide what? The dead cells normally provide like the structural support. Okay, they don't have any cytoplasm or nucleus to produce any type of energy or any type of cell functioning ഒന്നും ചെയ്യാൻ അതിന് ആരില്ല. ന്യൂക്ലിയസ് ഓർ സൈറ്റോപ്ലാസം ഇല്ല, അതുപോലെ മൈറ്റോകോൺട്രിയ ഒന്നുമില്ല for providing energy. But still they are persisting in this plant cell. Why? Because they just provide the structural support, that necessary structural support for that. So അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് about the cell, the unit of life. So today we are going to learn a new chapter, biomolecules. നമ്മൾ പഠിച്ചു, നമ്മൾ എന്താ ഓർഗനൽസ് പഠിച്ചു. ഓർഗനൽസ് അകത്ത് എന്തൊക്കെയുണ്ട്? ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയും. ക്ലോറോപ്ലാസ്റ്റിനെ അതിൻ്റെ മാട്രിക്സിനെ പറയുന്ന പേരാണ് സ്ട്രോമ. ഓക്കെ, സ്ട്രോമക്കകത്ത് ഞാൻ പറഞ്ഞു എന്തൊക്കെയുണ്ട്? ദർ ആർ എൻസൈംസ് ഓഫ് ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ സിന്തസിസ്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രോട്ടീൻ സിന്തസിസ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രോട്ടീൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ഉണ്ട്. സോ അടുത്തൊരു ബേസിക് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സോ അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു, ലൈക്ക് ക്ലോറോപ്ലാസ്റ്റിനകത്ത് സ്ട്രോമയുണ്ട്. സ്ട്രോമയ്ക്കകത്ത് ദർ ആർ എൻസൈംസ് പ്രസൻറ്റ് വിച്ച് ഹെൽപ്സ് ഇൻ ദ സിന്തസിസ് ഓഫ് carbohydrates and proteins. Now a normal question. ഒന്നും അറിയാത്ത ഒരാളോട് ഇങ്ങനെ പറയുകയാണെങ്കിൽ അയാൾ നെക്സ്റ്റ് ചോദ്യം എന്തൊക്കെ ചോദിക്കുക? ഓക്കെ കാ ഒന്ന് പറയൂ, ലൈക്ക് സർ what is carbohydrates? What do you mean by carbohydrates? What do you mean by protein? ഓക്കെ, പ്രോട്ടീൻ എന്താ, കാർബോഹൈഡ്രേറ്റ് എന്താ എന്നൊരു നോർമൽ ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കാം അല്ലേ? സോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് പറയണം? സോ ഇൻ ദാറ്റ് കേസ് വി ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദ ബയോമോളിക്കുലർ ലെവൽ. What exactly do you mean by the carbohydrate and protein? What are the different levels of classification of proteins? What are the different types of proteins? What's the difference between proteins and amino acids? അതുപോലെ carbohydrates, like we all know, sugar is a type of carbohydrate, as well as sucrose is a type of carbohydrate. അതുപോലെ cellulose is also a type of carbohydrate. അല്ലേ? ഇതെല്ലാം വ്യത്യസ്തമാണ്. Okay, you all know starch അല്ല ഗ്ലൂക്കോസ്. you all know the basic most substance glucose. എന്നാൽ like starch എത്തുമ്പോൾ it became complex. Cellulose, we know that നമ്മുടെ ബോഡിക്കകത്ത് സെല്ലുലോസ് ഇസ് നോട്ട് ഡൈജസ്റ്റബിൾ, റൈറ്റ്? അതിൽ ഡൈജഷൻ ഇസ് വെരി ലോ ഫോർ സെല്ലുലോസ്, ബട്ട് ഗ്ലൂക്കോസ് ഇറ്റ് ഹാസ് സ്പോണ്ടേനിയസ് ഡൈജഷൻ. ഓക്കെ, ഇതെല്ലാം എന്തുകൊണ്ടാണ് ഡിഫറൻസ് വരുന്നത്? എവിടെയാണ് ഇതിൻ്റെ മോളിക്കുലർ ലെവൽ ഡിഫറൻസ് വരുന്നത്? ഇതെല്ലാം അറിയാൻ വേണ്ടി വി ആർ ഗോണ സ്റ്റഡി ബയോമോളിക്യൂൾസ്. ഓക്കെ, ഇത് ലൈക്ക് വി ഹാവ് ടു കോറിലേറ്റ് ദിസ് ബയോളജി ആൻഡ് കെമിസ്ട്രി. ബയോളജിയും കെമിസ്ട്രിയും ഒരുമിച്ച് ഒരു ഇൻ്റർഫേസിലെത്തുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് എന്ത്? ബയോമോളിക്യൂൾസ്. വി ഓൾ നോ ലൈക്ക് കെമിസ്ട്രിയിൽ +2 കെമിസ്ട്രിയിൽ ഒരു ചാപ്റ്റർ തന്നെയാണ് ബയോമോളിക്യൂൾസ്. അതുപോലെയാണ് ലൈക്ക് ചാപ്റ്റർ 9 ബയോമോളിക്യൂൾസ് ഹിയർ ഇൻ ബയോളജി. ഇതിൻ്റെ ബേസ് കിട്ടിയാൽ വി ക്യാൻ ഈസിലി ഗെറ്റ് ഓവർ ദ കെമിസ്ട്രി പാർട്ട് ഓൾസോ. Okay, so you have to be keen focus in with you. Okay, എൻ്റെ കൂടെ വന്നാൽ it's a very easy chapter. It's a small chapter actually, very small chapter. Look at the topics here. How to analyze chemical combustion, then primary and secondary metabolites, biomacromolecules. Okay, biomacromolecules we're going to see here. Biomacromolecules, then proteins, polysaccharides, nucleic acid, then structure of proteins and enzymes. ഇത്ര ഒരു 5-6 ടോപ്പിക്കിനുള്ളിൽ ഈ ചാപ്റ്റർ എല്ലാം തീരും. ഓക്കെ, ഇറ്റ്സ് എ വെരി ഈസി ചാപ്റ്റർ, സോ ബി വിത്ത് മീ. ഓക്കെ, ഓൾ റൈറ്റ്. ഓക്കെ, ഹായ് സിൻ. ഓക്കെ, ഓൾ റൈറ്റ്. സോ അറ്റ്ലീസ്റ്റ് സിൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കും. ഓക്കെ, ഓൾ റൈറ്റ്. സോ there's a wide diversity in living organisms in our biosphere.
ആൻഡ് സോ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഓക്കെ, ബയോമോളിക്യൂൾസ്, വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബയോമോളിക്യൂൾസ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബയോമോളിക്യൂൾസ് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട കാര്യം എന്താണ്. ഓക്കെ, സോ നെക്സ്റ്റ് we all know biomolecules, every single thing in our body is made up of what? Carbon. Okay, carbon അതുപോലെ hydrogen and another important component or another important element present in our body is oxygen. Okay, ഈ മൂന്നാണ് CHO and nitrogen can also be present. Okay, nitrogen നമ്മുടെ ബോഡിയിൽ അത്ര പ്രോമിനൻ്റ് അല്ല, ബട്ട് ഇൻ ദ കേസ് ഓഫ് എൻവയൺമെൻറ്റ്, ഒരു പ്ലാന്റ്സിൻ്റെ കേസിൽ nitrogen is also very present, very much important. So carbon, hydrogen and oxygen are the main important things, concepts we have to have in our blood, in our body. Okay, so if the same analysis performed on a piece of Earth's crust, an example of a non-living matter, we obtain a similar list, but there will be difference. നമുക്കറിയാം, എർത്ത് എടുക്കുമ്പോൾ എർത്തിനകത്ത് എന്തുണ്ട്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഇതെല്ലാം ഉണ്ട്. നമ്മുടെ കേസിൽ നമ്മുടെ പ്ലാൻ ബോഡി, അങ്ങനെ നമ്മുടെ ആനിമൽ ബോഡി അല്ലെങ്കിൽ ഒരു പ്ലാൻ ബോഡി, ഇതെല്ലാം എടുക്കുമ്പോൾ വാട്ട്സ് ദ ഡിഫറൻസ്? ദർ ആർ ദ സെയിം കോൺസെപ്റ്റ്, ലൈക്ക് ദ സെയിം എലമെൻറ്റ്സ് ആർ പ്രസൻറ്റ് ഓൺ ആർ ബോഡി ഓൾസോ. കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് ദ ഡിഫറൻസ് ഇസ് ദാറ്റ് ഇൻ ദ കോമ്പോസിഷൻ. ഓക്കെ, വിൽ ഗെറ്റ് ഓഫ് ഇറ്റ്. ഓക്കെ, നമ്മൾ അതിലൊരു ടേബിൾ പോലെ തന്നെ പഠിക്കാനുണ്ട്. ഇതെല്ലാം പഠിക്കാനുണ്ട്, ഞാൻ പറയുന്നത് കഥ പോലെ എടുക്കരുത്. ദീസ് ആർ ഓൾ പോയിന്റ്സ് ടു സ്റ്റഡി. ഓക്കെ, സോ നൗ വാട്ട് സോ നമുക്ക് എന്ത് പറഞ്ഞു? ലൈക്ക് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഇതെല്ലാം എർത്തിലുണ്ട്, അതുപോലെ നമ്മുടെ ബോഡിയിലുണ്ട്. ബട്ട് ദ ഡിഫറൻസ്, വേർ ഇസ് ദ ഡിഫറൻസ്? ഈ എർത്തിലുള്ള എല്ലാ സംഭവം നമ്മളുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ ഡിഫറൻസ് ദർ? നമ്മൾ ഒരു ഭൂമിയും ഒരു എർത്ത് ക്രാസ്റ്റ് തമ്മിൽ വ്യത്യാസം എന്താ? ദ ഡിഫറൻസ് ഇൻ ദ കോമ്പോസിഷൻ. എർത്തിനകത്തുള്ള കാർബണിൻ്റെ ലെവൽ അതുപോലെ നമ്മുടെ ബോഡിക്കകത്തുള്ള കാർബൺ ലെവൽ, ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. ഓക്സിജൻ ലെവൽ അതുപോലെ തന്നെ. അറ്റ്മോസ്ഫിയർ കമ്പയർ ചെയ്യുമ്പോഴും എർത്ത് ക്രസ്റ്റ് കമ്പയർ ചെയ്യുമ്പോഴും നമ്മുടെ ബോഡി കമ്പയർ ചെയ്യുമ്പോഴും എല്ലാം ഓൾ ദീസ് എലമെൻറ്റ്സ് ആർ ഓൾ ഡിഫറെൻറ്റ്. ഹൈഡ്രജൻ കമ്പോസിഷൻ ഡിഫറെൻ്റ് ആണ്, ഓക്സിജൻ കമ്പോസിഷൻ ഡിഫറെൻ്റ് ആണ്, അങ്ങനെ നൈട്രജൻ, എവറിത്തിങ് എല്ലാം ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ കൺസെപ്റ്റ്, ഓർ ദിസ് ഇസ് ദ പോയിന്റ് വെയർ എവറിത്തിങ് ബിക്കംസ് ഡിഫറെൻറ്റ്. What distinguishes us between a small Earth's crust? It's a non-living matter. എന്നാൽ look at us, we are living matter, right? We have, നമുക്ക് ജീവനുണ്ട്. Okay, we are capable of interacting with the environment. We are capable of metabolizing ourselves, inside the body, right? നമ്മുടെ ബോഡിക്കകത്ത് മെറ്റബോളിസം നടക്കാനെല്ലാം സഹായിക്കുന്നത് എന്തുകൊണ്ടാണ്? All these structures, like the difference in the composition of the constituent materials. So next, here table 9.1ലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. Okay, here the comparison of elements present in non-living and living matter. Non-living and living matter തമ്മിലുള്ള ഒരു comparison, a difference in the concentration. So look at here. ഇതിൽ most prominent പഠിക്കേണ്ട കാര്യങ്ങൾ. Okay, hydrogen composition, Earth's crust is just 0.14. എന്നാൽ human body it's 0.5, almost like 4 times greater. Earth's crustനകത്ത് just 0.14% weight of Earth's crust. എന്നാൽ നമ്മുടെ ബോഡിക്കകത്ത് is 0.5. And look at carbon. Carbon is the biggest difference occurring here. Look at it. Carbon, it's 0.03, just 0.03 on Earth's crust, while it's 18.5% in human body. 18.5% of the human body constant is made up of carbon. And what about the Earth's crust? It's just 0.03. 0.03 and 18.5. Just compare. What's the difference there? Okay, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും വാട്ട്സ് ദ മെയിൻ ഡിഫറൻസ്. ഓക്കെ, കാർബൺ ലെവൽ അത്രയധികം വലുതാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി. ഓക്കെ, സോ കാർബൺ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഓക്സിജൻ ജസ്റ്റ് ഒരു ഐഡിയാക്കി വെക്കുക, ലൈക്ക് 46.6 and 65.0. ഹ്യൂമൻ ബോഡി ഹാസ് മോർ കമ്പോഷൻ ഓഫ് ഓക്സിജൻ. Now what about nitrogen? Earth's crust, it's very low. In the human body, it's 3.3. It's Earth's crust, okay, not atmosphere. Atmosphere ആണെങ്കിൽ nitrogen, there's a lot of it. But in Earth's crust, it's so low. സോ എന്തൊക്കെ പറഞ്ഞു? ഇനി അടുത്ത് പറയുന്നത് സൾഫറും അതുപോലെ ഹ്യൂമൻ ബോഡിയിലാണ് കൂടുതൽ. ബട്ട് സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, സിലിക്കൺ ഇതെല്ലാം എർത്ത് ക്രസ്റ്റിലാണ് കൂടുതൽ. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. CHON, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഇതെല്ലാം ഹ്യൂമൻ ബോഡിക്കകത്താണ് കൂടുതൽ. സൾഫർ നമുക്ക് കൂടെ പറയാം. എന്നാൽ ബാക്കിയുള്ളത് ലൈക്ക് സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, സിലിക്കൺ ഇതെല്ലാം എർത്ത് ക്രസ്റ്റിലാണ് ഒരുപാടുള്ളത്. ദീസ് ആർ ലൈക്ക് മെറ്റാലിക് അയോൺസ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. മെറ്റാലിക് അയോൺസ്, റൈറ്റ്? സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, സിലിക്കൺ ഇതെല്ലാം ഹ്യൂമൻ ബോഡിക്ക് അകത്ത് പ്രസൻ്റ് ആണ്. ഇതെല്ലാം വെരി ഇമ്പോർട്ടൻ്റ് ഓൾസോ. ദീസ് ആർ ഓൾ സോ ഇമ്പോർട്ടൻറ്റ്. ബട്ട് ദ പ്രോബ്ലം ലൈസ് വെയർ? ഇവിടെ പ്രശ്നം എന്താ വരുന്നത്? ലൈക്ക് നമുക്ക് ഹ്യൂമൻ ബോഡിയിൽ സോഡിയത്തിൻ്റെ ആവശ്യം എവിടെ വരുന്നത്? സോഡിയം ആൻഡ് പൊട്ടാഷ്യം പമ്പ്. ഓക്കെ, സോഡിയം പൊട്ടാഷ്യം പമ്പ് ഇൻ ന്യൂറോൺ ട്രാൻസ്മിഷൻ, അവിടെ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ ലൈക്ക് സം അതർ സോഡിയം പൊട്ടാഷ്യം പമ്പ്, ബട്ട് ദേ ആർ ഓൾ ജസ്റ്റ് ഇൻ വെരി മൈന്യൂട്ട് ക്വാണ്ടിറ്റീസ്. ഇവിടെ നോക്കൂ, ജസ്റ്റ് കോൺസെൻട്രേഷൻ ഇസ് ജസ്റ്റ് 0.2 and 0.2. Okay, sodium just is 0.2% of the human body weight.
ഓക്കെ 100% വെയിറ്റ് എടുക്കുമ്പോൾ 0.2% മാത്രമേ നമുക്ക് എന്ത് ആവശ്യമുള്ളൂ, സോഡിയം ആവശ്യമുള്ളൂ. ബട്ട് നോ, ദാറ്റ്സ് നോട്ട് ദ കേസ് ഇൻ ദ എർത്ത്സ് ക്രസ്റ്റ്. ഓക്കെ, സോ ഇതാണ് ഞാനൊരു ബേസിക് ഇൻട്രൊഡക്ഷനായി പറയുന്നത്, ദ ഡിഫറൻസ് ഇൻ കോമ്പോസിഷൻ. ഒരു കാര്യം ഓർത്തുവെക്കുക, CHON ഫസ്റ്റ് 4 ഹ്യൂമൻ ബോഡിക്കകത്താണ് കൂടുതലുള്ളത്. നെക്സ്റ്റ് 4 വാട്ട് നെക്സ്റ്റ് ആർ ഇൻ ദ എർത്ത്സ് ക്രസ്റ്റ്. എർത്ത്സ് ക്രസ്റ്റിലാണ് കൂടുതലുള്ളത്. ഓക്കെ, ദാറ്റ്സ് ദ മെയിൻ ഡിഫറൻസ് വാട്ട് ഡിഫേഴ്സ് ഫ്രം ദ ഒരു ലിവിങ് ആൻഡ് നോൺ ലിവിങ് സബ്സ്റ്റൻസ്. ഇതെല്ലാം സെയിം എലമെൻറ്റ്സ് രണ്ടിലുണ്ട്, ബട്ട് ദ കോൺസെൻട്രേഷൻ ഡിഫറൻസ് മേക്സ് ഇറ്റ് ഡിഫറെൻറ്റ്, ടോട്ടലി ഡിഫറെൻറ്റ്. ഒന്ന് ലിവിങ് ആണ്, മറ്റ് നോൺ ലിവിങ് ആണ്. ഓക്കെ, സോ ഓൾ റൈറ്റ്, നൗ നെക്സ്റ്റ് ഹൗ ടു അനലൈസ് കെമിക്കൽ കമ്പോസിഷൻ. സോ ഒരു എക്സ്പെരിമെൻറ്റ് പറയാണ്. ഓക്കെ, ഹിയർ വി ക്യാൻ ടേക്ക് എനി ലിവിങ് ടിഷ്യൂ and grind it in trichloroacetic acid using a mortar and a pestle. Mortar and pestle use ചെയ്തു. We obtain a thick slurry. If we were to strain this through a cheesecloth or cotton, we would obtain 2 fractions. One is called filtrate or acid soluble pool, and second is the retentate or the acid insoluble fraction. അപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഒരു കൂട്ടം സയൻറ്റിസ്റ്റ്, ഒരു കൂട്ടം ബയോമോളിക്കുലർ എക്സ്പേർട്സ് ഇൻ ബയോളജി, എല്ലാം വന്നിട്ട് എന്ത് ചെയ്തു, അവർ ഒരു ടിഷ്യൂ എടുത്തു, എനി ടിഷ്യൂ, ലൈക്ക് ഇറ്റ് മേ ബി എ വെജിറ്റബിൾ ഓർ എ പീസ് ഓഫ് ലിവർ. ഓക്കെ, ഒരു പീസ് ഓഫ് ലിവർ എടുത്ത് എന്ത് ചെയ്തു, അവർ മോട്ടർ ആൻഡ് പെസ്റ്റൽ, ഓക്കെ, നമ്മൾ പണ്ട് യൂസ് ചെയ്ത് തന്നെ ഒരു സംഭവമാണ് മോട്ടർ ആൻഡ് പെസ്റ്റൽ. ഓക്കെ, നമ്മളിപ്പോഴും ലൈക്ക് ആയുർവേദിക് പ്രോഡക്ട്സിൻ്റെ പരസ്യത്തിൽ കാണാറുണ്ട് ഒരു മോട്ടർ ആൻഡ് പെസ്റ്റൽ, ഇങ്ങനെ ഒരു കുഴിയുള്ളൊരു പാത്രം, അതുപോലെ ഇങ്ങനെ ഇടിച്ചിടുന്ന സംഭവം. ഓക്കെ, സോ ഇവിടെ ഒരു ടിഷ്യൂ ഇട്ടു, സംടൈംസ് എ പീസ് ഓഫ് ലിവർ, ഒരു ലിവറിൻ്റെ പീസ് എടുത്തു, ആൻഡ് ദെൻ ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി. ഓക്കെ, പേസ്റ്റ് രൂപത്തിലാക്കി, എന്നിട്ടൊരു ക്ലോത്ത് അല്ലെങ്കിൽ ഒരു ചീസ് ക്ലോത്ത് എന്താ പറയുന്നത്, ഓക്കെ, നമുക്ക് ചീസ് ക്ലോത്ത് ഓർ കോട്ടൺ, ഇതിലൂടെ ഇത് സ്ക്വീസ് ചെയ്തു. ഹിയർ ദിസ് കോൺസ്റ്റൻറ്റ് ഇവിടെ വെച്ചിട്ട് ഇതൊന്ന് സ്ക്വീസ് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എന്നിട്ട് അതിൻ്റെ ഒരു സാപ്പ് അല്ലെങ്കിൽ ജ്യൂസ് നമുക്ക് പറയാം, സാപ്പ് അല്ലെങ്കിൽ ജ്യൂസ് അതുപോലത്തെ സംഭവം നമ്മൾ വേറൊരു ബീക്കറിലെടുത്തു. ഓക്കെ, ഹിയർ ഇത്രയധികം സാപ്പ് കിട്ടി, ആൻഡ് ഇവിടെ കുറച്ച് വേസ്റ്റ് കിട്ടി, വേസ്റ്റ് എന്നല്ല കുറച്ച് റീറ്റൻ ചെയ്ത് കിട്ടി. സോ ദിസ് തിങ് ഇസ് കോൾഡ് വാട്ട്, ദിസ് ഇസ് കോൾഡ് ഫിൽട്രേറ്റ്. ഓക്കെ, ഫിൽട്രേറ്റ് അതായത് ഫിൽട്ടർ ചെയ്ത സംഭവം, ഫിൽട്രേറ്റ്, ആൻഡ് ദിസ് ഇസ് കോൾഡ് റീറ്റൻഡേറ്റ്. മനസ്സിലായല്ലോ? ഓക്കെ, ദിസ് കോൾഡ് ഫിൽട്രേറ്റ് ആൻഡ് ദിസ് കോൾഡ് റീറ്റൻഡേറ്റ്. ഇനി ഈ ഫിൽട്രേറ്റ് ഞാൻ കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് ഒരു ടേമിൽ വിളിക്കുന്നു. നോക്കൂ, ദ ഫിൽട്രേറ്റ് ഇസ് കോൾഡ് ആസിഡ് സോല്യൂബിൾ പൂൾ. അതായത് ഇതിൽ കുറച്ച് ഞാൻ ആസിഡ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ആ ആസിഡിലേക്കാണ് ഞാൻ ഈ ലൈക്ക് ഫിൽട്രേറ്റ് ഒഴിച്ചത്. സോ ഇറ്റ് ഇസ് ആസിഡ് സോല്യൂബിൾ പൂൾ. Acid soluble pool, and retentate is the acid insoluble fraction. Acid insoluble fraction. So നമുക്ക് കണ്ടു, ദിസ് ഇസ് ദ എക്സ്പെരിമെൻറ്റ്. ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സംഭവം എന്താ, ദിസ് ആസിഡ് ഇൻസൊല്യൂബിൾ ഫ്രാക്ഷൻ ആൻഡ് ആസിഡ് സൊല്യൂബിൾ പൂൾ. മനസ്സിലായല്ലോ? സോ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആദ്യം ഫസ്റ്റ് ഇവിടെ ഒരു കാര്യം പറയാൻ പറഞ്ഞേ, ട്രൈക്ലോറോഅസെറ്റിക് ആസിഡ് CCl3COOH. ഓക്കെ, ട്രൈക്ലോറോഅസെറ്റിക് ആസിഡ്. നമ്മൾ ആദ്യം ട്രൈക്ലോറോഅസെറ്റിക് ആസിഡ് എടുത്തു, അതിലേക്ക് ഒരു ലിവർ പീസ് ഇട്ടു, എന്നിട്ട് ഒരു മോർട്ടാർ പെസ്റ്റിൽ വെച്ച് നമ്മൾ നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇതിനെ നമ്മളൊരു ചീസ് ക്ലോത്ത് അല്ലെങ്കിൽ കോട്ടണിലൂടെ നമ്മൾ എന്താ ഫിൽട്ടർ ചെയ്യാൻ ശ്രമിച്ചു. എന്ത് പറ്റി, ലൈക്ക് നമ്മളൊരു ബീക്കറിലേക്കാണ് ഇതിൽ ഫിൽട്രേറ്റ് എടുത്തത്. ഓക്കെ, സോ ഇതിനെ ലൈക്ക് ഫിൽട്രേറ്റ് ചെയ്തപ്പോൾ താഴെ ഒരു ഫിൽട്രേറ്റ് കിട്ടി. ഫിൽട്ടർ ചെയ്തു എന്ന സംഭവം ഫിൽട്രേറ്റ്. ഈ ഫിൽട്രേറ്റിൻ്റെ പേരാണ് നമ്മൾ എന്ത് പറയുന്നത്, ആസിഡ് സൊല്യൂബിൾ പൂൾ. ആൻഡ് ഫിൽട്രേറ്റ് അല്ലാതെ കിട്ടില്ലേ, ലൈക്ക് റീറ്റൻഷൻ ചെയ്ത സംഭവങ്ങൾ, ലൈക്ക് റീറ്റൻ ചെയ്ത കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും. ദേ ആർ കോൾഡ് ആസിഡ് ഇൻസൊല്യൂബിൾ ഫ്രാക്ഷൻ, ആസിഡ് സൊല്യൂബിൾ ഫ്രാക്ഷൻ ഓർ ആസിഡ് സൊല്യൂബിൾ പൂൾ. നൗ ആസിഡ് ഇൻസൊല്യൂബിൾ ഫ്രാക്ഷൻ. മനസ്സിലായല്ലോ? ദിസ് ഇസ് ദ എക്സ്പെരിമെൻറ്റ് ഡൺ ബൈ ദ certain like biomolecule specialist, biomolecular like scientists present in that time. And ഇങ്ങനെ ചെയ്തപ്പോൾ we just extracted or separated these compounds. Now analytical technique ഞാൻ എന്ത് ചെയ്തു, ഈ രണ്ട് ഫിൽട്രേറ്റ് ആൻഡ് റീറ്റൻഡേറ്റ് കിട്ടി. ഫിൽട്രേറ്റ് ആൻഡ് റീറ്റൻഡേറ്റ് കിട്ടിയതിന് ശേഷം I just try to find the constituents inside. ആസിഡ് ഇൻസൊല്യൂബിൾ ഫ്രാക്ഷൻ, ആസിഡ് സൊല്യൂബിൾ ഫ്രാക്ഷനിൽ എന്താണുള്ളത്, ആസിഡ് ഇൻസൊല്യൂബിൾ ഫ്രാക്ഷനിൽ എന്താണുള്ളത്, ഇത് ഞാനൊന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിച്ചു. ബൈ ലൈക്ക് വേരിയസ് ബയോകെമിക്കൽ ആൻഡ് മോളിക്കുലർ സ്റ്റഡീസ്, ഇതെല്ലാം ഞാൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ എന്ത് കണ്ടു എന്ന് വെച്ചാൽ, ലൈക്ക് ദ സ്ലൈഡ്ലി ഡിഫറെൻറ്റ് ബട്ട് ഡിസ്ട്രിക്ട് എക്സ്പെരിമെൻറ്റ് ഹാസ് ബീൻ ഡൺ. ഓക്കെ, ഫസ്റ്റ് ഞാൻ ചെയ്തപ്പോൾ വെൻ അപ്ലൈ ടു കോമ്പൗണ്ട്
the idea of molecular formula and the probable structure of the compound കിട്ടി. Okay, all the carbon compounds that we get from living tissue are called ബയോമോളിക്യൂൾസ്. ഓക്കെ, ഞാനപ്പോൾ ഫസ്റ്റ് മേലെ കണ്ട ആസിഡ് ഇൻസൊല്യൂബിൾ ഫ്രാക്ഷൻ ഉണ്ടല്ലോ, ആ ആസിഡ് ഇൻസൊല്യൂബിൾ ഫ്രാക്ഷൻ ഞാൻ എന്തൊക്കെ കണ്ടു? നമ്മുടെ ബയോമോളിക്കുലർ സബ്സ്റ്റൻസ് ലൈക്ക് CHON. ഞാൻ ഇവിടെ പറഞ്ഞു അല്ലേ, CHON ആർ പ്രസന്റ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഓക്കെ, ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ ഒരു ആനിമൽ ടിഷ്യൂവിൽ നോർമലി കാണുന്ന കാര്യങ്ങളാണ് എന്ത്? CHON, അതായത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. ഇതെല്ലാം ഞാൻ ആ മുകളിലുള്ള എന്ത് ലൈക്ക് ദ ആസിഡ് ഇൻസൊല്യൂബിൾ പൂൾ. ഓക്കെ, ആസിഡ് ഇൻസൊല്യൂബിൾ ഫ്രാക്ഷൻ അതിനകത്ത് ഞാൻ കണ്ടു. ആസിഡ് സൊല്യൂബിൾ ഫ്രാക്ഷൻ എന്ത് കണ്ടു? ലൈക്ക് ഓൾ അതർ തിങ്സ് ലൈക്ക് വാട്ട്, ലൈക്ക് ദ സോഡിയം, പൊട്ടാസ്യം, ദെൻ കാൽഷ്യം, മെഗ്നീഷ്യം, ഇതെല്ലാം ഞാൻ ആസിഡ് സൊല്യൂബിൾ പൂളിൽ കണ്ടു. ഓക്കെ, ദിസ് ഇസ് ദ ഡിഫറൻസ്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സോ ഇനി ഇത് ലൈക്ക് വി കാൺ ജസ്റ്റ് ഐഡൻറ്റിഫൈ ഏതൊക്കെയാണെന്ന് മനസ്സിലാവില്ല. ലൈക്ക് അനാലിറ്റിക്കൽ സ്റ്റഡി നടത്തിയാലും ഇറ്റ് വുഡ് ബി ഫൈനബിൾ. ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് ഞാൻ ഇങ്ങനെ കുറച്ചുകൂടി അഡ്വാൻസ് ആയ ഒരു ടെക്നിക്ക് ഉണ്ട്. A slightly different but destructive experiment has been done. One weighs a small amount of living tissue, say a leaf or liver, and it's called wet weight, and dry it. All the water evaporates. Now remaining materials give it dry weight. Now if the tissue is fully burned, and in endu cheyidu, then are oxidized into gaseous form, CO2 and water are removed. Okay, what is remaining is called ash. This ash contains inorganic elements like calcium, magnesium, etc. So inorganic like sulfate is also called acid soluble fraction. So ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ലൈക്ക് ഒരു ഡിഫറെൻറ്റ് എക്സ്പെരിമെൻറ്റ്. ആദ്യം ഞാനൊരു നോർമൽ ലീഫ് എടുത്തു. ഓക്കെ, ഒരു നോർമൽ പച്ച കളർ ലീഫ് എടുത്തു. ഓക്കെ, പച്ച കളർ ഗ്രീൻ കളർ ലീഫ് എടുത്തു. ഓക്കെ, ഇതിനെ ഫസ്റ്റ് എന്ത് ചെയ്തു? നല്ലപോലെ ഡ്രൈ ചെയ്തു. വാട്ട് മീൻ ബൈ ഡ്രൈയിങ്? ഡിഹൈഡ്രേഷൻ. ഞാൻ വെള്ളമെല്ലാം കളഞ്ഞു, അതിലെ വാട്ടർ എല്ലാം സൊല്യൂബിൾ എല്ലാം ഞാൻ കളഞ്ഞു. സോ നൗ ഇറ്റ് ജസ്റ്റ് ബിക്കം എ ഡ്രൈ. ഓക്കെ, ഒരു ഡ്രൈ ലീഫായി മാറി. ഓക്കെ, വാട്ടർ അടക്കം എടുക്കുന്ന വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? വെറ്റ് വെയിറ്റ് എന്ന് വിളിക്കുന്നു. വെറ്റ് വെയിറ്റ്. ഒരു നോർമൽ ഒരു ലീഫിനെ ഞാൻ എടുത്ത് വെയ് ചെയ്തു. ഓക്കെ, ഒരു നമ്മൾ സാധാ വെയ് മെഷീൻ എടുത്തിട്ട് കാര്യമില്ല. ലൈക്ക് അതിന് ഉതകുന്ന ഒരു സെപ്പറേറ്റ് ടെക്നിക്കൽ ടേംസ് എല്ലാം ഉണ്ട്. ടെക്നിക്കൽ ഡിവൈസസ് ആർ പ്രസൻറ്റ് ഫോർ മെഷറിംഗ് ദ വെറ്റ് വെയിറ്റ്, മോയ്സ്റ്റ് വെയിറ്റ് ഓർ വെറ്റ് വെയിറ്റ്. ദെൻ ആഫ്റ്റർ ഡ്രൈയിങ് ഇറ്റ് ഒരു ഡീഹൈഡ്രേഷൻ സംഭവിച്ചു, ആ ഇലക്ക് ഡീഹൈഡ്രേഷൻ സംഭവിച്ചു. എന്നിട്ട് നമുക്ക് കിട്ടിയ സാധനം എന്താ? ഇറ്റ് ഈസ് ദ ഡ്രൈ ലീഫ്. സോ വി ഗോട്ട് ദ ഡ്രൈ വെയിറ്റ് ഹിയർ. എന്നിട്ട് ഞാനിതിനെ ജസ്റ്റ് അങ്ങ് ബേൺ ചെയ്തു. ഡ്രൈ, കരിയില, ജസ്റ്റ് അതിനൊന്ന് ബേൺ ചെയ്തു. സോ വാട്ട് ഹാപ്പൻ ദർ? അതിന് ബേൺ ചെയ്തപ്പോൾ അതിൽ നിന്ന് ഒരുപാട് CO2 പോയി. CO2 മീൻസ് വാട്ട് ഡു യു ബൈ CO2? കാർബണിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഓക്കെ കിട്ടുന്ന സംഭവമാണ് CO2. ദാറ്റ് മീൻസ് കാർബണിനെ ഓക്സിഡൈസ് ചെയ്യുന്നു, കാർബണിനെ ബേൺ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് CO2. ഈ CO2 എല്ലാം എസ്കേപ്പ് ചെയ്തു പോയി. ഓക്കെ, CO2 എസ്കേപ്പ് ചെയ്തു പോയി. അതുപോലെ റിമൈനിങ് സം വാട്ടർ വേപ്പർ വുഡ് ബി ദർ, സം ഹൈഡ്രജൻ വുഡ് ബി ദർ. ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഓക്കെ, ഹൈഡ്രജൻ നമ്മൾ എന്ത് ചെയ്തു? ഈ ഹൈഡ്രജനെ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ബേൺ ചെയ്യുന്നു, ഓക്സിഡൈസ് ചെയ്യുന്നു. ഹൈഡ്രജനെ ബേൺ ചെയ്താൽ വാട്ട് വി ഗെറ്റ്? H2 plus O2 gives H2O. ഓക്കെ, 2H2O എന്നുണ്ടാവും. H2O, ഈ H2O അത് വെള്ളമായി കിടക്കല്ല ചെയ്യുക, ഇറ്റ് ജസ്റ്റ് ബേൺഡ് ഓഫ്. അത് വാട്ടർ വേപ്പറായി എസ്കേപ്പ് ചെയ്തു. സോ അതിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് പോയി, വാട്ടർ പോയി. റിമെയിൻ നമുക്ക് എന്ത് കിട്ടും? കുറച്ച് ആഷ് കിട്ടും. റൈറ്റ്, നമുക്ക് കുറച്ച് ആഷ് കിട്ടി മക്കളെ, കുറച്ച് ആഷ് കിട്ടി. ഈ ആഷിനകത്ത് നമുക്ക് ഈ ആഷിനെ ഞാനൊന്ന് കെമിക്കൽ അനാലിസിസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു കെമിക്കൽ കമ്പോസ്റ്റിംഗ് മെത്തേഡ് അതുവഴി നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ കോൺസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. ഞാൻ അങ്ങനെ ശ്രമിച്ചപ്പോൾ എനിക്ക് എന്താ കിട്ടി? ഇതിനകത്ത് നിന്നും ഒരുപാട് കാര്യങ്ങൾ ലൈക്ക് മഗ്നീഷ്യം, നമ്മുടെ കാൽഷ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അതുപോലെ ലൈക്ക് സൾഫർ, ഫോസ്ഫേറ്റ്, ഇതെല്ലാം ഞാൻ എവിടെ കണ്ടു? ഓക്കെ, ദീസ് ആർ ഓൾ സീൻ ഇൻ ദ ആഷ്. ഓക്കെ, ഈ ആഷിനകത്തുണ്ട്. ഈ ആഷിനകത്ത് കണ്ട സെയിം സംഭവം തന്നെയാണ് ഞാൻ മറ്റേ മുമ്പ് തൊട്ടുമുള്ള എക്സ്പെരിമെൻറ്റിൽ ആസിഡ് സോലിബിൾ പൂളിൽ കണ്ട സെയിം കോൺസ്റ്റൻസ് തന്നെ ഞാൻ ഇവിടെ ആഷിനകത്തും കണ്ടു. സോ കോറിലേറ്റ് ദീസ് തിങ്സ്. എന്തൊക്കെ ചെയ്യാൻ പറ്റി, എന്തൊക്കെ പറയാൻ പറ്റി? ലൈക്ക് ഹിയർ ഇൻ ദാറ്റ് കേസ് ദ ആസിഡ് ഇൻസോലിബിൾ ഫ്രാക്ഷനിൽ കണ്ട കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഓക്കെ, അതെല്ലാം ഈ കേസിൽ ഞാൻ ബേൺ ചെയ്തപ്പോൾ ആ ബേൺ ചെയ്ത് അത് ഓക്സിഡൈസ് ചെയ്ത് സംഭവിച്ചു പോയി, ഓക്സിഡൈസ് ചെയ്ത് എസ്കേപ്പ് ചെയ്തു പോയി. കാർബൺ ആസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ആസ് വാട്ടർ വേപ്പറായിട്ട് ഇതെല്ലാം റിലീസ് ചെയ്തു പോയി. ആൻഡ് ദ റിമൈനിങ് ഫിൽട്രേറ്റ്, ഇവിടെ ആസിഡ് സോലിബിൾ പൂൾ, അതായത് ഇത് ഫിൽട്രേറ്റിലുള്ള ആസിഡ് സോലിബിൾ പൂളിലുള്ളതും ഇവിടെ ആഷസ്, അതായത് ബേൺ ചെയ്തതിന് ശേഷം ബാക്കി വന്ന ലൈക്ക് വേസ്റ്റ് പോലെ, നമുക്ക് വേസ്റ്റ് പോലെ എന്ന് പറയാം ആഷ്. ദിസ് ആഷിനകത്ത് കണ്ടതും കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫേറ്റ്, സൾഫർ, ഇതെല്ലാം കണ്ടു. ഇവിടെ നമ്മൾ ആസിഡ് സോലിബിൾ പൂളിനകത്ത് കണ്ടതും കാൽഷ്യം, മഗ്നീഷ്യം, സൾഫേറ്റ്, ഫോസ്ഫേറ്റ്. സോ ബോത്ത് ദീസ് കമ്പോണൻസ് ആർ വാട്ട് അലൈക്ക്, ബോത്ത് ആർ ദ സെയിം. അവിടെ എസ്കേപ്പ് ചെയ്ത് പോയതും ഇവിടെ ഫിൽട്രേറ്റ് ചെയ്ത് കിട്ടിയതും അത് രണ്ടും റീറ്റൻഷൻ കിട്ടിയതും ദേ ആർ ദ സെയിം. ഓക്കെ, സോ വി ഹാവ് ടു ഫോർമുലേറ്റ് ആൻ ഐഡിയ അബൌട്ട് ഇറ്റ്. സോ നമുക്ക് ഓൾമോസ്റ്റ് ഒരു കാര്യം മനസ്സിലുണ്ടാവും. സോ
നമുക്കെന്ത് മനസ്സിലായി? Therefore, elemental analysis ചെയ്തപ്പോൾ gives the elemental composition of living tissue in the form of hydrogen, oxygen, chlorine and carbon. Okay. Well, analysis of compounds give an idea of inorganic and constituents. മനസ്സിലായല്ലോ? അതായത് ലിവിങ് ടിഷ്യൂ ആ കമ്പോസ്റ്റ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ മെജോറിറ്റി. ലൈക്ക് മാക്രോ മോളിക്യൂൾസ് ആയി കാണുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ. Did you understand? So this is the thing. I hope you understand what is this thing. ഇനി അടുത്ത് ലൈക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ പറയാണ് അബൌട്ട് പ്രോട്ടീൻസ്. ഓക്കെ, നമുക്ക് മനസ്സിലായി ഇങ്ങനെ ലൈക്ക് ഫ്രം കെമിസ്ട്രി പോയിന്റ് ഓഫ് വ്യൂ വൺ കൻ ഐഡൻറ്റിഫൈ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ലൈക്ക് ആൽഡിഹൈഡ്, കീറ്റോൺസ്, അരോമാറ്റിക് കോമ്പൗണ്ട്സ് എക്സെട്ര. ബട്ട് ഫ്രം എ ബയോളജിക്കൽ വ്യൂ നമുക്ക് എന്ത് പറയാൻ പറ്റും? വി ഹാവ് ടു മീൻ ലൈക്ക് അമിനോ ആസിഡ്സ്, ന്യൂക്ലിയോടൈഡ് ബേസ് ആൻഡ് ഫാറ്റി ആസിഡ് ഒക്കെ പറയാൻ പറ്റണം. ഓക്കെ, ഒരു കെമിസ്ട്രി പോയി ഞാൻ പറഞ്ഞു ദിസ് ഇസ് മച്ച് കോറിലേറ്റഡ് വിത്ത് കെമിസ്ട്രി. കെമിസ്ട്രി അത് നമ്മൾ പറഞ്ഞു ലൈക്ക് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു, ലൈക്ക് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഓക്കെ, ഹൈഡ്രോ കാർബൺസ് ആൻഡ് അതുപോലെ അതിലേക്ക് കുറച്ച് സ്പെഷ്യൽ ഗ്രൂപ്പ്സ് എല്ലാം വന്ന് ചേർന്നിട്ട് അങ്ങനെ കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വി നോ ഇറ്റ്സ് ഹാലോ ആൽക്കെയിൻസ് ആർ ദ ആൽഡിഹൈഡ്സ്, കീറ്റോൺ ബോഡീസ്, ദെൻ ആസിഡ്സ്, അരോമാറ്റിക് ആസിഡ്സ്, അമീൻസ്. ഇതെല്ലാം ഇൻ ദ കെമിസ്ട്രി പോയിന്റ് ഓഫ് വ്യൂ ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ബയോളജി നമുക്ക് ആൽഡിഹൈഡ്, അരോമാറ്റിക് ആസിഡ് ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ആണ്. ബട്ട് സ്റ്റിൽ in the chemistry point of view, what are the constant elements? They are like amino acids ഉണ്ട്. Then about the fatty acids are there. Then here nucleotide bases. For nucleic acid അതിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ it's nucleotide bases. Then fats, അതിൽ oil അതിനെല്ലാം fatty acid ആണ്. Fatty acid and triglycerides. Then proteins ആണെങ്കിൽ amino acids. So these are the constant elements here. I hope you are clear. Okay, so next നമ്മൾ ആദ്യം പറഞ്ഞ ആളാരാ? ഇനി ഓരോന്ന് അമിനോ ആസിഡിനെ പറ്റി നമ്മൾ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കും. ദെൻ ന്യൂക്ലിയോടൈഡിനെ പറ്റി, ദെൻ ഫാറ്റി ആസിഡിനെ പറ്റി. ഇത്രയധികം പറയുമ്പോൾ തന്നെ ലൈക്ക് ഓൾമോസ്റ്റ് ചാപ്റ്റർ ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് കംസ് ടു ആൻ എൻഡ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. ജസ്റ്റ് വി ആർ ഗോണ ടോക്ക് സം തിങ്സ് അബൌട്ട് ദ അമിനോ ആസിഡ്, ന്യൂക്ലിയോടൈഡ്സ് ആൻഡ് ഫാറ്റി ബേസ്. ജസ്റ്റ് ബേസിക് തിങ്സ് ആർ ബീങ് ടോൾഡ്. ഓക്കെ, ഇതെല്ലാം പറയുമ്പോൾ തന്നെ വി ആർ ഗോൺ ടു സീ. സോ amino acids are organic compounds contain an amino group, one amino group and an acid group. Amino acid എന്നല്ല പേര് മക്കളെ, amino acid എന്നല്ല പേര്. So it is amino group and acid group. Amino acid, amino group and acid group. Okay, are substance on the same carbon. So നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതൊരു ഫോർമുലേഷൻ പോലെ എഴുതുകയാണെങ്കിൽ ഒരു കാർബൺ ഉണ്ട് മക്കളെ, ഒരു കാർബണിലേക്ക് അറ്റാച്ച് ചെയ്താരാ? ഇവിടെ ഒരു അമിനോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തു. ഓക്കെ, അമിനോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തു. ഇവിടെ ഒരു ആസിഡ് ഗ്രൂപ്പും അറ്റാച്ച് ചെയ്തു. അമിനോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തു, ആസിഡ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തു. ഓക്കെ, ദിസ് ഇസ് വാട്ട്? ദിസ് ഇസ് അമിനോ ആസിഡ്. കാർബണിലേക്ക് അമിനോ ഗ്രൂപ്പ് ആൻഡ് ആസിഡ് ഗ്രൂപ്പ്. They are substituted methanes. Okay, alpha carbon, they are called alpha amino acid. They are substituted methanes. There are 4 substituent groups combining the 4 valence version. These are hydrogen, carboxyl group, amino group and a variable group R. So ഞാൻ പറഞ്ഞു അമിനോ ആസിഡ്സിൽ കാർബണിന് ചുറ്റും അമൈൻസ് ഗ്രൂപ്പ് ഉണ്ട്, അമൈൻ ഗ്രൂപ്പ് ഉണ്ട്, ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്. ഇതിന് പകരം ലൈക്ക് ഇതിന് പുറമേ കാർബൺ ദ വാലൻസി ഈസ് 4. ഓക്കെ, കാർബൺ വാലൻസി ഈസ് 4. ഓക്കെ, നമ്മൾ വാലൻസിയിലേക്ക് അതിലേക്കും നമ്മൾ വരാം, സെക്ഷനിലേക്ക് വരാം. ഇറ്റ്സ് ഇൻ കെമിസ്ട്രി. ഓക്കെ, സോ കാർബണിന് ചുറ്റും കാർബൺ ഒരു സെൻട്രൽ ഒരു ആറ്റം, ഇതിന് ചുറ്റും 4 പൊസിഷനിൽ ലൈക്ക് 4 കോൺസ്റ്റന്റ് ആറ്റംസ് ആർ പ്രസന്റ് ഓർ 4 കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ആർ പ്രസന്റ്. അതിൽ നമ്മൾ അമിനോ ആസിഡ് എന്ന് പറഞ്ഞു. അമിനോ ആസിഡ് ആണെങ്കിൽ ദർ ഷുഡ് ബി എൻ അമൈൻ ഗ്രൂപ്പ് ഇൻ വൺ പ്ലേസ് ആൻഡ് ആസിഡ് ഗ്രൂപ്പ് ഇൻ അനദർ പ്ലേസ്. ഇനിയും 2 പൊസിഷൻസ് ഇല്ലേ? അവിടെ ഒരു ഭാഗത്ത് ഒരു ഹൈഡ്രജൻ വരുന്നു, ഒരു ഭാഗത്ത് ഒരു വേരിയബിൾ ഗ്രൂപ്പ് R വരുന്നു. ഈ വേരിയബിൾ ഗ്രൂപ്പിൽ നമുക്ക് എന്തും പറയാം. അതുകൊണ്ടാണ് ഇതിന് വേരിയബിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഇഫ് ഇറ്റ്സ് എനിത്തിങ്. അവിടെ ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹൈഡ്രജൻ പോലും ഇടാം. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ഒരു ഹൈഡ്രജൻ ആയിരിക്കും. ദാറ്റ് വിൽ ബി ദ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് പ്രസന്റ്. ബട്ട് സ്റ്റിൽ എന്നിട്ടും we can put a place any type of variable group there. That's why it's called a variable group R there. Okay, R the variable group. Now based on the nature of R group there are many amino acids. Based on R in the variable group, ഈ variable nature കാരണമാണ് what we can say there are many amino acids. So correct number വരാണെങ്കിൽ as 20 amino acids they are found in the human body. Actually it's 22, but in NCERT level we just need the 20 amino acids. So however those which occur in proteins are only of 20 types. The R group in this proteinaceous amino acid could be a hydrogen. R group could be a hydrogen. Hydrogen anengil it's called glycine. Okay, R hydrogen anengil it's glycine. Then like here look at this figure. ഈ പേജ് കണ്ടോ? ഈ പേജിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ലൈക്ക് അമിനോ ആസിഡ്സിനെ പറ്റി പറയുന്നു, ഷുഗേഴ്സ്, ഫാറ്റി ആസിഡ്, ലിപ്പിഡ്സ് ആൻഡ് ലൈക്ക് ന്യൂക്ലിയോടൈഡ്, ന്യൂക്ലിയോസൈഡ്, ന്യൂക്ലിക് ആസിഡ് ഇതിനെല്ലാം കുറിച്ചും പറയുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഫിഗറിനകത്ത് നമ്മൾ എല്ലാം പഠിക്കണം. സോ 1 by 1 step by step we are going to learn everything. So here look at this. 3 of the 20 are shown here. So നമ്മൾ പഠിക്കാം. ഇത് നോക്കൂ, ഗ്ലൈസിൻ. Okay, this is glycine, alanine and serine. Glycine, alanine, serine. These are the most basic 3 amino acids present. Most basic 3 amino acids, glycine, alanine and serine. So glycine നോക്കൂ, ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും?
here it's an acid group, right? Or acid group or amino group und or acid group und, right? Or amino group and acid group is present and or hydrogen is present. This is the variable group in this box. ഈ ബോക്സിനകത്ത് വെറും ഒരു സിമ്പിൾ ഹൈഡ്രജൻ കൊടുത്തു, then it became glycine. Okay, then it became glycine. നെക്സ്റ്റ് സെയിം അമിനോ ഗ്രൂപ്പ്, ആസിഡ് ഗ്രൂപ്പ്, ഹൈഡ്രജൻ ഗ്രൂപ്പ്. നെക്സ്റ്റ് ഈ ആർ ഗ്രൂപ്പിനകത്ത് നമ്മൾ ഒരു CH3 മിഥൈൽ ഗ്രൂപ്പ് വെച്ചു. മിഥൈൽ ഗ്രൂപ്പ് വെച്ചപ്പോൾ ഇറ്റ് ബിക്കെയിം അലനിൻ. നെക്സ്റ്റ് NH2 ലൈക്ക് അമിനോ ഗ്രൂപ്പ്, ആസിഡ് ഗ്രൂപ്പ്, ഹൈഡ്രജൻ ഗ്രൂപ്പ്. ഇവിടെ ഞാൻ ഒരു CH2OH. ഓക്കെ, CH2OH മീൻസ് മെത്തനോളിക് ഗ്രൂപ്പ് വെച്ചു, CH2OH. ദെൻ ഇറ്റ് ബിക്കെയിം സെറിൻ. ഓക്കെ, ഹൈഗ്ലൈസിൻ, അലനിൻ ആൻഡ് സെറിൻ ആർ പ്രസന്റ്. മനസ്സിലായല്ലോ. സോ ഗ്ലൈസിൻ നമ്മൾ എന്ത് വെച്ചു, ഒരു ഹൈഡ്രജൻ വേരിയബിൾ ഗ്രൂപ്പിൽ ആറിന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് നമ്മളൊരു ഹൈഡ്രജൻ വെച്ചു, ദെൻ ഇറ്റ് ബിക്കെയിം ഗ്ലൈസിൻ. അതിന് പകരം ഒരു CH3 വെച്ചു, ദെൻ ഇറ്റ് ബിക്കെയിം അലനിൻ. ദെൻ CH2OH വെച്ചു, ദെൻ ഇറ്റ്സ് സെറിൻ. ഓക്കെ, ഈ 3 അമിനോ ആസിഡ് ഡെഫിനറ്റ്ലി യു ഷുഡ് ലേൺ. ഡെഫിനറ്റ്ലി വെച്ചാൽ ഡെഫിനറ്റ്ലി യു ഷുഡ് ലേൺ. ഇതുപോലെ തന്നെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതുപോലെ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. ഗ്ലൈസിൻ, അലനിൻ, സെറിൻ. വാട്ട് ഈസ് സ്ട്രക്ചർ ഓഫ് അലനിൻ എന്ന് ചോദിച്ചിട്ട് ഈ 3 ഓപ്ഷൻ വരാം, പിന്നെ മറ്റൊരു സ്ട്രക്ചറും വരാം. അങ്ങനെ നമ്മൾ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കുമോ? നോ, യു ഷുഡ് നോ ദാറ്റ്. ഗ്ലൈസിൻ ആണെങ്കിൽ ആറിന് പകരം അവിടെ H വരുന്നു. അലനിൻ ആണെങ്കിൽ ആറിന് പകരം there will be CH3. ദെൻ സെറിൻ ആണെങ്കിൽ there will be CH2OH. ഇനി മറക്കുമോ? ഇല്ല, ഇനി മറക്കില്ല, മറക്കാൻ പാടില്ല. ഓക്കെ, സോ ആഫ്റ്റർ സെയിങ് ദാറ്റ് നമ്മൾ വീണ്ടും കം ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. സോ ഇനി ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് അമിനോ കാർബോക്സിലിക് ഗ്രൂപ്പ് ദർ ആർ അസിഡിക് ഉണ്ട്, ബേസിക് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്. ഞാൻ പറഞ്ഞു അമിനോ ഗ്രൂപ്പ് ആൻഡ് ആസിഡ് ഗ്രൂപ്പ്. ഓക്കെ, ഇവിടെ എത്ര അമിനോ ഗ്രൂപ്പ് ഉണ്ട്? ഗ്ലൈസിൻ എടുക്കൂ, എത്ര അമിനോ ഗ്രൂപ്പ് ഉണ്ട്? സിംഗിൾ അമിനോ ഗ്രൂപ്പ്. എത്ര ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്? സിംഗിൾ. സോ ഇറ്റ്സ് എ ന്യൂട്രൽ അമിനോ ആസിഡ്. 1:1 ratio, so it's a neutral. Amino group and acid group balanced each other. So it is one amino acid, so it's what? It is a neutral. ഇനി അസിഡിക് എന്ന് വെച്ചാൽ ഇവിടെ ഒരു എക്സ്ട്രാ COH ഗ്രൂപ്പ് വന്നു. ഓക്കെ, സപ്പോസ് ഇവിടെ ഒരു എക്സ്ട്രാ COOH ഗ്രൂപ്പ് വന്നു. ഇപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്താ? എത്ര അമിനോ ഗ്രൂപ്പ് ഉണ്ട്, എത്ര ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്? ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ട്, 2 ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്, അല്ലേ? സോ വാട്ട് ഹാപ്പൻ ഹിയർ? ഇറ്റ്സ് വാട്ട്? ആസിഡ് പ്രോമിനൻസ് കിട്ടി, ആസിഡ് കൂടുതലുള്ള സംഭവം. സോ ഇറ്റ് ഈസ് കോൾഡ് ആസിഡിക് അമിനോ ആസിഡ്. അസിഡിക് അമിനോ ആസിഡ്. നേരെ തിരിച്ച് മറ്റൊരു കേസ് പറയാം. 2 അമിനോ ഗ്രൂപ്പ് ഇസ് പ്രസന്റ്. ഓക്കെ, NH2ൻ്റെ കൂടെ ഇവിടെ മറ്റൊരു NH2 ഗ്രൂപ്പ് ഉണ്ട്, 2 NH2 ഗ്രൂപ്പ് ഉണ്ട്. സോ വാട്ട് ഹാപ്പൻ ഹിയർ? 2 NH2 ഗ്രൂപ്പ് ഉണ്ട്, ഒരു ആസിഡ് ഗ്രൂപ്പ് മാത്രം. സോ ഇറ്റ് ഈസ് അമിനോ പ്രോമിനൻസ് ഇസ് പ്രസന്റ്. സോ ഇറ്റ്സ് എ അമൈൻ ഓർ basic amino acid. Okay, and these three are called neutral because there's 1:1 ratio of acidic group and amino group. All right, so this is what we call the acidic amino acid, basic amino acid and neutral amino acid. And here look at this. Acidic amino acid പറയുമ്പോൾ it's glutamic acid. Glutamic acid has an extra COOH group. Extra COOH group ഉണ്ടായതുകൊണ്ട് it has an glutamic acid has a acidic amino acid എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പേരിനകത്ത് തന്നെയുണ്ട് glutamic acid. So it's like acidic amino acid. Next, basic ആണെങ്കിൽ ലൈസിൻ. ഓക്കെ, ലൈസിനെ കൂടെ നിങ്ങൾ ആർജിനിൻ എന്ന് കൂടി പഠിച്ചോളൂ. ആർജിനിൻ ആൻഡ് ന്യൂട്രൽ ഇസ് വലൈൻ അമിനോ ആസിഡ്. ഇനി ഞാൻ സൈഡിലേക്ക് എഴുതിയേക്കാണ് ബിക്കോസ് ഇറ്റ്സ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് ചോദിച്ചിട്ടുണ്ട് വിച്ച് ഇസ് ദ ലൈക്ക് ബേസിക് അമിനോ ആസിഡ് പ്രസൻറ്റ് അമംഗ് ദ 3. അവിടെ ആദ്യം നിങ്ങൾക്കൊരു ഓപ്ഷൻ തരുന്നു. ലൈക്ക് ഫസ്റ്റ് ഓപ്ഷൻ എന്താ? ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് തന്നു. ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് തന്നപ്പോൾ വി നോ ഗ്ലൂട്ടാമിക് ആസിഡ് എന്താ? ഒരു എക്സ്ട്രാ COH ഗ്രൂപ്പാണുള്ളത്. COH ഗ്രൂപ്പ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ബേസിക് അമിനോ ആസിഡ്, ഇറ്റ്സ് എ അസിഡിക് അമിനോ ആസിഡ്. ഇറ്റ്സ് ആൻ അസിഡിക് അമിനോ ആസിഡ്. അസിഡിക് അമിനോ ആസിഡ്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ തന്നെന്താ? വലൈൻ എന്ന് തന്നു. വലൈൻ തന്നാൽ നമുക്കറിയാം വലൈൻ, അതുപോലെ ഗ്ലൈസിൻ, അലനിൻ, സെറിൻ, ഇതെല്ലാം എന്താ? ഇതിലെല്ലാം ഹൈഡ്രജൻ ലൈക്ക് അമിനോ ഗ്രൂപ്പ് ആൻഡ് ആസിഡ് ഗ്രൂപ്പ് ആർ ഓഫ് ദ ലൈക്ക് 1:1 റേഷ്യോ ആയിരിക്കും. 1:1 റേഷ്യോ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് വാട്ട്? ന്യൂട്രൽ അമിനോ ആസിഡ്. അത് ബേസിക് അമിനോ ആസിഡ് ആണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയണം. ഓക്കെ, സോ ഇറ്റ്സ് ന്യൂട്രൽ അമിനോ ആസിഡ്. എക്സാമ്പിൾസ് ആണ് വലൈൻ, ഗ്ലൈസിൻ, അലനിൻ ആൻഡ് സെറിൻ. ദീസ് 3 പ്ലസ് ദിസ് 1 വലൈൻ, ദീസ് ആർ ന്യൂട്രൽ അമിനോ ആസിഡ്. നെക്സ്റ്റ് വൺ ഞാൻ പറയുന്നു ബേസിക് അമിനോ ആസിഡ് ഏതാ? നമുക്കറിയാവുന്ന ബേസിക് അമിനോ ആസിഡ് ഏതാ മക്കളെ? പറയാ. ഇറ്റ് ഈസ് ലൈസിൻ. ഓക്കെ, ലൈസിൻ ഇസ് ദ ഗ്ലൈസിൻ അല്ല ലൈസിൻ. അടുത്തടുത്തുള്ള പേരാ. ദേ ആർ ഓൾമോസ്റ്റ് ലൈക്ക് റൈമിംഗ് വേർഡ്സ് ബട്ട് സ്റ്റിൽ ദേ ആർ കോൺസ്റ്റന്റ്ലി സോ മച്ച് ഡിഫറെൻറ്റ്. വൺ ഇസ് എ ന്യൂട്രൽ അമിനോ ആസിഡ് ലൈക്ക് ദ ബേസിക് അമിനോ ആസിഡ്, ബട്ട് അതർ വൺ ഇറ്റ്സ് എ ലൈക്ക് അത് ബേസിക് അമിനോ ആസിഡ് എന്ന് വെച്ചാൽ ഇൻ ദ കേസ് ഒരു സിമ്പിൾ അമിനോ ആസിഡ്. ഓക്കെ, സിമ്പിൾ അമിനോ ആസിഡ് ആണ് ഗ്ലൈസിൻ. ഇറ്റ്സ് എ ന്യൂട്രൽ അമിനോ ആസിഡ്. ആൻഡ് ഹിയർ ലൈസിൻ ഇസ് എ ബേസിക് അമിനോ ആസിഡ്. സോ ലൈസിൻ ഉണ്ട് ആൻഡ് പ്ലസ് ഒരു ആർജിനിൻ കൂടി നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചോളൂ. ഒരു ആർജിനിൻ. ഗ്ലൂട്ടാമിക് ആസിഡിൻ്റെ കൂടെ നമുക്ക് വേറെ പലതുണ്ട് ബട്ട് നോ, നമുക്ക് തൽക്കാലം ഒരു ആർജിനിൻ. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. ആർജിനിൻ ഇസ് എ ബേസിക് അമിനോ ആസിഡ്.
And so these are the example given. Glutamic acid, lysine, arginine are the basic amino acid. Then neutral amino acids are valine, glycine, alanine and serine. Okay. Okay, hi Farhana. So we are talking about biomolecules here. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു? നമ്മളിപ്പോൾ അമിനോ ആസിഡ്സിൻ്റെ കേസ് പറയുകയാണ്. നമ്മൾ അമിനോ ആസിഡ്സിൻ്റെ ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അമിനോ ആസിഡ്സിൻ്റെ വാട്ട് അസിഡിക് ഫോം, ബേസിക് ഫോം ആൻഡ് ഓൾസോ ദിസ് ന്യൂട്രൽ അമിനോ ആസിഡ് ഇതിനെ പറ്റിയെല്ലാം പറഞ്ഞു. Next what talking about? A particular property of amino acid is the ionizable nature of NH2 and COH. ഞാൻ പറഞ്ഞു COH ഗ്രൂപ്പ് ഉണ്ട്. COH ഗ്രൂപ്പിനെ ഒരു അയണൈസിങ് ഫോം, ഓക്കെ, ദിസ് ഇസ് COH. ഈ ഹൈഡ്രജനെ ഇതിന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ലേ? സോ ഇറ്റ് കുഡ് ബി COO മൈനസ് ആവാം. ഇനി അടുത്ത NH2 ഇറ്റ്സ് ബേസിക് റൈറ്റ്. NH2ന് ഒരു ഹൈഡ്രജനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? സോ ഇറ്റ് കുഡ് ബിക്കം NH3 പ്ലസ്. ഈ ഒരു പ്രോപ്പർട്ടി നമുക്കറിയാം, കാർബൺ, അസിഡിക് ഗ്രൂപ്പ് ആൻഡ് അമിനോ ഗ്രൂപ്പ് പ്രസൻറ്റ് ഇൻ ദ സെയിം കോമ്പൗണ്ട്, സെയിം മോളിക്യൂളിൽ ഈ COH നിന്ന് ഹൈഡ്രജൻ പോയിട്ട് ഈ ഹൈഡ്രജൻ വന്ന് NH3 പ്ലസിലേക്ക് വരാൻ പറ്റുമോ? ഓക്കെ, ഇസ് ഇറ്റ് പോസിബിൾ ഓർ നോട്ട്? ഒരു ഓപ്ഷൻ ചോദിക്കാം. പോസിബിൾ ആണെന്ന് വെച്ചാൽ പറ്റും. ഓക്കെ, അങ്ങനത്തെ ഒരു കേസ് ഉണ്ട്. ലൈക്ക് ഹിയർ ലുക്ക് അറ്റ് ദിസ് CH3, ഇവിടെ NH3 പ്ലസ്, ഇവിടെ NH2 ഗ്രൂപ്പ്, അമിനോ ഗ്രൂപ്പ് ബിക്കെയിം അയണൈസ്ഡ്. ഇവിടെ both the groups, ionized group, like amino group and acid group, both of them became ionized group. Here NH2 ഉണ്ട് and COO minus. That means acid group എന്ത് ചെയ്തു? Ionizable ആയി. So here look at this. ഇത് നമ്മൾ പറയുമ്പോൾ B, the option B, this one. This is called the Zwitter ion group. So what's a Zwitter ion? Zwitter ion is that amino acid in which both the amino group and acid group are ionized in form. Okay, are in the ionized form. NH2 in pagaram it would be NH2 plus or NH3 plus, and COH in pagaram it would be COO minus. Okay, so this is what we call the Zwitter ion. Zwitter ionic form ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. Okay, so ഈ മൂന്നാണ് സ്ട്രക്ചർ കൊടുക്കും. എന്നിട്ട് ഇതിൽ ഏതാണ് Zwitter ionic form ഏതാണ് ചോദിച്ചിട്ടുണ്ട്. It's just a previous year NEET question. Zwitter ionic form ഏതാണ് ചോദിക്കുമ്പോൾ it is the second group. That means there should be both ionized amino group and acid group. That's what we call a Zwitter ion. Okay. So similarly, there are some other properties are here. Look at the aromatic amino acid. Aromatic amino acid called tyrosine, phenylalanine, and tryptophan. Tyrosine, tryptophan, phenylalanine. TTP. Okay, TTP. Tyrosine, tryptophan, and phenylalanine. TTP. So, ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം R ഗ്രൂപ്പ് അല്ലേ? ആ ഗ്രൂപ്പിന് പകരം അരോമാറ്റിക് അമിനോ ആസിഡ് എന്ന് വെച്ചാൽ അരോമാറ്റിക് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താ? ബെൻസീൻ എന്നറിയാമല്ലോ. ബെൻസീൻ്റെ വരുന്ന ഏതെങ്കിലും ഒരു സ്ട്രക്ചർ. If there's a benzene in the സ്ട്രക്ചറിനകത്ത് ബെൻസീൻ ഉണ്ടെങ്കിൽ ഇറ്റ്സ് കോൾഡ് ആൻ അരോമാറ്റിക് അമിനോ ആസിഡ്. ഓക്കെ, വാട്ട് വി കോൾ അരോമാറ്റിക് അമിനോ ആസിഡ്. അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? 3 TTP, ടൈറോസിൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് ഫീനൈൽ അലനിൻ. ടൈറോസിൻ, ട്രിപ്റ്റോഫാൻ, ഫീനൈൽ അലനിൻ. ഓക്കെ, വി ക്യാൻ റൈറ്റ് ഇറ്റ് ഹിയർ. ടൈറോസിൻ, tryptophan and phenylalanine. ഇതിൽ എൻ്റെ ക്ലൂ ഉണ്ട്, ഫീനൈൽ ഗ്രൂപ്പ്സ്. ഓക്കെ, ഫീനൈൽ ഗ്രൂപ്പ് ഇറ്റ്സ് എ aromatic amino acid. Tyrosine, tryptophan, phenylalanine are called aromatic amino acid. Aromatic amino acid. Okay. Hence, so what's the main peculiarity of the Zwitter ion here? Aromatic amino acids are aromatic like Zwitter ionic amino acids are ionizable in the nature of NH2 and COH. നമ്മൾ NH3 plus and COO minus ആക്കാൻ പറ്റും. Hence the solution at different pH the structure of amino acid changes. Okay, ഒരു acidic group ആണെങ്കിൽ, ഒരു acidic structure ഉണ്ടെങ്കിൽ, acidic ആണെങ്കിൽ there would be what NH2CH COO minus ആയി മാറും. basic ആണെങ്കിൽ ഒരു alkaline mediumത്തിലാണ് amino acid present എങ്കിൽ it would be NH3 plus, and the center one is the Zwitter ionic form. Both the positive cationic property and anionic property would be present in the same amino acid. That's what we call the Zwitter ionic form. Now, ഇത്രയാണ് നമ്മൾ അമിനോ ആസിഡിനെ കുറിച്ച് ബേസിക്കായി പറഞ്ഞത്. Now, ഇനി എന്താ പറയാനുള്ളത്? About the lipids, right? Lipids are generally water insoluble. നമുക്കറിയാം fats are what we call the lipids, and they could be simple fatty acid. A fatty acid carboxyl group attached to an R group. Okay, it is RCOH or RCS എന്നെല്ലാം പറയാൻ പറ്റും. It could be a methyl or ethyl or high number of CH2 groups. 1 to 19 carbons എല്ലാം ഉള്ള വലിയ ഒരു മോളിക്യൂൾ, വലിയ അത്രയും അധികം കാർബൺസിന് ശേഷം ഒരു COH. ഇതിനാണ് നമ്മൾ ഫാറ്റി ആസിഡ്. ഫാറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്. സോ ഇറ്റ്സ് കോൾഡ് ഫാറ്റി ആസിഡ്. Now, for example, palmitic acid has 16 carbons including carboxyl carbon.
Arachidonic acid has 20 carbon atoms including carboxylic carbon and ഒന്നുകൂടി ഉണ്ട് പാൽമിറ്റിക് ആസിഡ് ആൻഡ് അറാക്കിഡോണിക് ആസിഡ്. തൽക്കാലം ഇത്ര മതി. ഓക്കെ, സോ നൗ ഇവിടെ നോക്കൂ, ലുക്ക് അറ്റ് ഹിയർ. പാൽമിറ്റിക് ആസിഡ് എന്ന് വെച്ചാൽ പാൽമിറ്റിക് ആസിഡിൽ 16 കാർബൺ ആറ്റംസ് വരുന്നു. അതായത് സി 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 അങ്ങനെ 16 കാർബൺ, അതിനുശേഷം ഒരു COH ഗ്രൂപ്പ്. ഇത്രയേ ഉള്ളൂ വാട്ട് ദ സ്ട്രക്ചർ ഓഫ് പാൽമിറ്റിക് ആസിഡ്. കാർബണിൻ്റെ എണ്ണം നമ്മളൊന്ന് ഒരു ആസ്പെക്റ്റിൽ ആലോചിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു കാർബണിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് വാട്ട് ദ ഹോൾ മോളിക്യൂൾ ചേഞ്ചസ്, റൈറ്റ്? ഹോൾ മോളിക്യൂൾ ചേഞ്ച് ചെയ്യുന്നു. ഇവിടെ 16 കാർബൺ ആയപ്പോൾ ഇറ്റ് ഈസ് പാൽമിറ്റിക് ആസിഡ്. എന്നാൽ 20 കാർബൺ, ജസ്റ്റ് ഒരു 4 കാർബൺ ഡിഫറൻസ്, അതിനോടനുബന്ധിച്ചുള്ള ഹൈഡ്രജൻ്റെയും ഡിഫറൻസ്. ഈ ഹൈഡ്രജൻ പിന്നെ കുറച്ച് ബോൺസിന് വ്യത്യാസമുണ്ട്. സം ഓഫ് ദം ആർ ഡബിൾ ബോൺസ് ഇൻ അറാക്കിഡോണിക് ആസിഡ്സ് ആർ ബേസിക്. സോ അത് ആ ഡിഫറൻസ് പോലും ഇല്ല, ജസ്റ്റ് നമ്പർ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. ഇങ്ങനെ ആയപ്പോൾ എന്ത് സംഭവിച്ചു? ദ ഹോൾ ഫാറ്റി ആസിഡ് ഫോം ചേഞ്ച്ഡ്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ പേര് 16 കാർബൺ ആയപ്പോൾ ഇറ്റ് വാസ് പാൽമിറ്റിക് ആസിഡ്. 20 ആയപ്പോൾ നൗ ഇറ്റ് ഈസ് വാട്ട്? ഇറ്റ് ഈസ് അറാക്കിഡോണിക് ആസിഡ്. ഓക്കെ, സ്ട്രക്ചറിലും ഫംഗ്ഷനിലും എല്ലാം വളരെയധികം വ്യത്യാസം വരുന്നതാണ് പാൽമിറ്റിക് ആസിഡും അറാക്കിഡോണിക് ആസിഡും. ഓക്കെ, ജസ്റ്റ് ദ 4 കാർബണിൻ്റെ എണ്ണം കൂടി. ഫാറ്റി ആസിഡ് ഇത്ര ആയപ്പോൾ തന്നെ ദ നമ്പർ ലൈക്ക് ദ കോൺസ്റ്റന്റ് ചേഞ്ച്ഡ്. സോ ദിസ് ഇസ് ദ തിങ്. അതാണ് ബയോമോളിക്യൂൾസിൻ്റെ ഒരു പ്രത്യേകത. ദാറ്റ് മേക്സ് ഇറ്റ് മോർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദിസ് ഇസ് ദ വാട്ട്? ഫാറ്റി പാർട്ട് ആൻഡ് ദിസ് ഇസ് ദ ആസിഡ് പാർട്ട്, COH. ഓക്കെ, ആസിഡ്. So together we call as fatty acid. Okay, fatty acid could be saturated fatty acid and unsaturated. Saturated fatty acid anengil there would be what? There would be without a double bond. Everything would be single bond. Palmitic acid is a saturated fatty acid. There are no double bonds present in it. Okay, and what about the unsaturated anengil? There would be one or more than one double bonds would be present. That's called unsaturated acid. ഇതിൻ്റെ ഒരു ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയാൻ പറ്റും. ഓക്കെ, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന് എക്സാമ്പിളാണ് ഗീ. നമ്മുടെ നെയ്യ് ഉണ്ടല്ലോ, നെയ്യ് എന്താ? ലൈക്ക് ഇറ്റ്സ് എ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. എന്നാൽ നമ്മുടെ സോഡ ലൈക്ക് നോർമൽ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, ദേ ആർ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. ഓക്കെ, സ്ട്രക്ചർ വ്യത്യാസം വന്നില്ലേ അല്ലേ? നെയ്യും എണ്ണയും ബോത്ത് ആർ ഡിഫറെൻറ്റ്, ടോട്ടലി ഡിഫറെൻറ്റ്. ഓക്കെ, രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോ വൈ? ബിക്കോസ് ദിസ് ഇസ് സാച്ചുറേറ്റഡ്. Ghee is saturated fatty acid, while the oils are unsaturated fatty acid. Okay, so saturated fatty acid and unsaturated fatty acid. Now, another simple lipid is glycerol. Glycerol is the simplest lipid, which is trihydroxypropane. Okay, glycerol structure അറിയാലോ. It is CCCOH. Okay, and here ഒരു H വരാൻ പറ്റും. This is what? Glycerol. Okay, glycerol. ഇതാണ് എന്ത്? ദിസ് ഇസ് ഓൾസോ എ ഫാറ്റി ആസിഡ്. ഓക്കെ, ഇതും എന്താണ്? ഒരു ലിപ്പിഡാണ്, ലിപ്പിഡ് കോമ്പൗണ്ട് ആണ്. ഓക്കെ, ഇറ്റ്സ് എ സിമ്പിൾ ലിപ്പിഡ്. മെനി ലിപ്പിഡ്സ് ഹാവ് ബോത്ത് ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ്. ഓക്കെ, ലിപ്പിഡ്സിനകത്ത് വുഡ് ബി ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ്. നമുക്കറിയാം ഓൾറെഡി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുമ്പോൾ ലിപ്പിഡ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലിസറോൾ പ്ലസ് ഫാറ്റി ആസിഡ് എന്നത് തന്നെയാണ് നമ്മൾ എഴുതുക. ഗ്ലിസറോൾ സ്ട്രക്ചർ ഉണ്ടാവും. ആൻഡ് എവിടെ വ്യത്യാസം വരുന്നത് വെച്ചാൽ ഇതിന് ചുറ്റും ഒരു R ഗ്രൂപ്പ് ഉണ്ടാവും. ഓക്കെ, R ഗ്രൂപ്പ്. ഈ R ഗ്രൂപ്പിന് ഡിഫറൻസ് വരുത്തിയിട്ടാണ് ലൈക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലിപ്പിഡ്സ് ആർ ബീങ് ഫോംഡ്. മനസ്സിലായല്ലോ? ഇവിടെ R ഗ്രൂപ്പ് ഉണ്ട്. ഈ R ഗ്രൂപ്പിന് ഡിഫറൻസ് വരുത്തിയിട്ടാണ് ലൈക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിപ്പിഡ്സ് ആർ ബീങ് ഫോംഡ്. നൗ ഇനി സം ലിപ്പിഡ്സ് ഹാവ് ഫോസ്ഫറസ്. ഓക്കെ, അതിന് മുമ്പ് പറയാം. ദ ഫാറ്റി ആസിഡ് ആർ ഫോംഡ് എസ്റ്ററിഫൈഡ് വിത്ത് ഗ്ലിസറോൾ. ദേ ക്യാൻ ബി ദെൻ മോണോഗ്ലിസറൈഡ് ആവാം, ഡൈഗ്ലിസറൈഡ് ആവാം, ട്രൈഗ്ലിസറൈഡ് ആവാം. ഓക്കെ, മോണോഗ്ലിസറൈഡ് മീൻസ് ഗ്ലിസറൈഡിൻ്റെ ഒന്നിൽ മാത്രം R ഗ്രൂപ്പിൽ വരുന്നു. That's monoglyceride. Diglyceride ആവാം, triglyceride ആവാം. Now, they are called fats and oils based on the melting point. Melting point ഇഷ്ടമാണ്. ഓക്കെ, ചോദിക്കാറുണ്ട്, ഇത് കൺഫ്യൂഷൻ ചോദിക്കാറുണ്ട്. ലൈക്ക് എന്താ അസെഷൻ റീസൺ ചോദിക്കാറുണ്ട്. ഹിയർ ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ബേസ്ഡ് ഓൺ മെൽറ്റിംഗ് പോയിന്റ് ഒന്നിലുണ്ട്, മറ്റൊരു ബോയിലിംഗ് പോയിന്റ് ഉണ്ട്. വി ഷുഡ് ഗോ ഫോർ മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് മെൽറ്റിംഗ് പോയിന്റ് മാത്രമാണ്. മെൽറ്റിംഗ് പോയിന്റ് മാത്രമുള്ള ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക. മെൽറ്റിംഗ് പോയിന്റ് ഓപ്ഷനെ സർക്കിൾ ഓർ ദ മാർക്ക് ദാറ്റ് ഓപ്ഷൻ. ആൻഡ് നൗ oils have lower melting point. Example, gingerly oil. Okay, gingerly or gingerly oil, and remain as oil in winter. Okay, can you identify fat from the market? Some lipids have phosphorus. ഇനി അടുത്തത് നമുക്കറിയാം, കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തുന്നു. നമ്മൾ പറഞ്ഞു ലൈക്ക് ഗ്ലിസറോൾ പ്ലസ് വാട്ട് ദ R ഗ്രൂപ്പ്. ഇത്രയാണ് നമ്മൾ ലിപ്പിഡ് പറഞ്ഞു. ഇനി സം ഓഫ് ദ അമിനോ ആസിഡ് ഓർ സം ഓഫ് ദ ലിപ്പിഡ്സ് ഹാവ് സർട്ടൻ ഗ്രൂപ്പ്സ് ലൈക്ക്
phosphorus and a phosphorylated organic compound in them. They are called phospholipid. Okay, phospholipid നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനകത്ത് എന്താ, ലിപ്പിഡിനകത്ത് ഒരു ഫോസ്ഫോ ഗ്രൂപ്പ് വരുന്നു. ഫോസ്ഫോ ഗ്രൂപ്പ് വരുമ്പോൾ വി കോൾ ദം ആസ് phospholipid. They are found in cell membrane. Okay, example എന്താ, lecithin is one example. Okay, lecithin. And some tissues, especially neural tissues, have lipids with more complex structures. So more complex structure lipids ഉള്ളത് എവിടെയാ, they come in neural tissues. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾ സ്പെസിഫിക് ആയി എടുത്ത് പറഞ്ഞത്. മറ്റേത് ഒറ്റയടിക്ക് വായിച്ചു പോയാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, ഇതെല്ലാം ഭയങ്കര ചെറിയ ചാപ്റ്റർ. ബട്ട് ഇതിൻ്റെ കേസ് എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതുമാണ്. സോ ദാറ്റ്സ് വൈ. അതായത് നോക്കൂ, ഫോസ്ഫോറിലേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്, ഫോസ്ഫോറിലേറ്റഡ് ലിപ്പിഡ്, അതായത് ഫോസ്ഫോലിപ്പിഡിന് എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? വി ക്യാൻ സേ ഇറ്റ് ആസ് ലെസിത്തിൻ. ഓക്കെ, ലെസിത്തിൻ. ആൻഡ് വേർ ഇസ് ലെസിത്തിൻ ഫൗണ്ട്? ലെസിത്തിൻ ഫൗണ്ട് ഇൻ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനിലാണ് നമ്മൾ ലെസിത്തിനെ കാണുന്നത്. So that's all about the lipid. Very important. സൈഡിൽ നമ്മൾ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് വി ഡോണ്ട് മിസ് ഔട്ട് ഓൾ ദീസ് പോയിന്റ്സ്. നമുക്കറിയാം. സോ ഈ ലിപ്പിഡ്സിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? സോ ലിപ്പിഡ്സ് ആർ ജനറലി വാട്ടർ ഇൻസൊല്യൂബിൾ ആൻഡ് സിമ്പിൾ ഫാറ്റി ആസിഡ് ആണ്. അതുപോലെ പാൽമെറ്റിക് ആസിഡ് ആൻഡ് ലൈക്ക് അറാക്കിഡോണിക് ആസിഡ്. ജസ്റ്റ് ദ നമ്പർ ഓഫ് ഡിഫറൻസ്. നമ്പർ ഓഫ് കാർബൺസ് വെരി ഇമ്പോർട്ടൻറ്റ്. 16 കാർബൺ. മാർക്ക് ചെയ്ത് തരാം ഹിയർ. ഇവിടെ 16 കാർബൺ ആറ്റംസ് ആണ്. 16 കാർബൺ ആൻഡ് ഹിയർ ഇസ് 20 കാർബൺ ആറ്റംസ് ഇൻ അറാക്കിഡോണിക് ആസിഡ്. Palmitic acid 16, arachidonic acid 20. Next, what is saturated amino acid അല്ല, saturated lipids എന്താണ്, അതുപോലെ unsaturated lipids എന്താണ്? ഓക്കെ, ഇതിൻ്റെ വ്യത്യാസം എന്താണ്? Then about the glycerol and trihydroxypropane, then glycerol fatty acid ഉണ്ട്. And also how are the oils classified? അല്ലെങ്കിൽ glycerides are classified as monoglyceride, diglyceride, triglyceride based on the number of glycerol groups. എസ്റ്ററിഫിക്കേഷൻ ചെയ്യുന്ന ഗ്ലിസറോളിൻ്റെ എത്ര ഹൈഡ്രജൻ കാർബൺ. ലൈക്ക് ഇവിടെ നോക്കൂ, CH2OH, CH2OH, CHOH ആൻഡ് CH2OH. ഇതിൽ ഒന്നിനെ മാത്രം എസ്റ്ററിഫൈ ചെയ്തൊരു R ഗ്രൂപ്പ് വരികയാണെങ്കിൽ ദേ ആർ കോൾഡ് മോണോഗ്ലിസറൈഡ് എന്ന് നമ്മൾ വിളിക്കുന്നു. രണ്ടെണ്ണമാണെങ്കിൽ വി കോൾ ദം ആസ് വാട്ട്? വി കോൾ ദം ആസ് ഡൈഗ്ലിസറൈഡ്. മൂന്നെണ്ണവും എസ്റ്ററിഫൈ ചെയ്തു, 3 ഹൈഡ്രോക്സി ഗ്രൂപ്പിനെയും എസ്റ്ററിഫൈ ചെയ്തു എങ്കിൽ വി കോൾ ദം ആസ് ട്രൈഗ്ലിസറൈഡ്. Understand? So this is what we call the monoglyceride, diglyceride and triglyceride. ഇനി ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ഞാൻ പറഞ്ഞു. അൺസാച്ചുറേറ്റഡ് ആണെങ്കിൽ there will be fats and oils. അതിൽ വ്യത്യാസം വരുന്നത് about the melting point. മെൽറ്റിംഗ് പോയിന്റിൽ വ്യത്യാസം വരുന്നതുകൊണ്ടാണ് നമ്മൾ ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് എന്ന് വിളിക്കുന്നത്. Now ഫോസ്ഫറസ്, സം ഓഫ് ദം ഹാവ്, ഈ R ഗ്രൂപ്പിൽ സ്പെഷ്യാലിറ്റി ആയിട്ട് ഫോസ്ഫറസ് വരുന്നത്. സോ ഫോസ്ഫറസ് വരുമ്പോൾ it is called phospholipid and they are found in the cell membrane and lecithin is one example. Understand? So this is all about the lipids. Lipidsന്റെ ലൈക്ക് ബേസിക് കാര്യം പറഞ്ഞു. ഇനി നമ്മൾ പറയാനുള്ള ആരെ പറ്റിയിട്ടാ? ന്യൂക്ലിക് ആസിഡിനെ കുറിച്ച് പറയണം. സോ ലിവിംഗ് ഓർഗാൻസ് ഹാവ് എ നമ്പർ ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് ഇൻ വിച്ച് heterocyclic rings can be found. Some of them are nitrogen bases. ആദ്യം ലിപ്പിഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ന്യൂക്ലിയോടൈഡിനെ പറ്റി അറിയണം. ന്യൂക്ലിയോടൈഡിനെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ ന്യൂക്ലിയോസൈഡിനെ പറ്റി അറിയണം. ന്യൂക്ലിയോസൈഡിനെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ ന്യൂക്ലിയർ ബേസിസിനെ കുറിച്ച് അറിയണം. ന്യൂക്ലിയർ ബേസിസിനെ കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നൗ വി ആർ ഇൻ ടു ന്യൂക്ലിയർ ബേസിസ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, ന്യൂക്ലിയർ ബേസസ്. സോ നൈട്രജൻ ബേസസ്. Nitrogen bases are adenine, guanine, cytosine, uracil and thymine. Adenine, guanine, cytosine, uracil and thymine. When found attached to a sugar, they are called nucleoside. അപ്പോൾ ന്യൂക്ലിയോസൈഡ് എന്താ? നൈട്രജൻ ബേസ് പ്ലസ് ഷുഗർ ഇസ് കോൾഡ് ന്യൂക്ലിയോസൈഡ്. ഇനി ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടി ഉണ്ടെങ്കിൽ ദേ ആർ കോൾഡ് ന്യൂക്ലിയോടൈഡ്. ഓക്കെ, സോ മനസ്സിലായല്ലോ. ഞാൻ ഇത്ര ഹൈപ്പ് കൊടുത്ത് പറഞ്ഞതെന്ന് വെച്ചേ ഉള്ളൂ. സംഭവം വളരെ സിമ്പിളാണ്. ആദ്യം ന്യൂക്ലിയോസൈഡ്, ആദ്യം കുറച്ച് നൈട്രജൻ ബേസ് ഉണ്ട്. നൈട്രജൻ ബേസസ്, N2 ബേസസ്. വൈ ഡു വി കോൾ ദം ആസ് നൈട്രജൻ ബേസ്? ഒന്ന് ചിന്തിച്ച് നോക്കൂ. വൈ ഡു വി കോൾ ദം ആസ് നൈട്രജൻ ബേസ്? നൈട്രജൻ ബേസ് വെച്ചാൽ ബേസിക്കായിട്ട് അതിൽ കുറച്ച് നൈട്രജൻ ഉണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഹിയർ ലുക്ക് അറ്റ് ദി സ്ട്രക്ചർ. നോക്കൂ, അഡനിൻ ഈസ് എ നൈട്രജൻ ബേസ്. ഇതിലെന്താ 1 2 3 4 5 നൈട്രജൻസ് ആർ പ്രസന്റ്. ഓക്കെ, ഇതെല്ലാം കാർബൺ. ഓക്കെ, പേരിടാത്തെല്ലാം കാർബൺ ഉണ്ട്. കാർബണിൽ വാലൻസ് തികഞ്ഞില്ലെങ്കിൽ അവിടെ ഹൈഡ്രജനും കൊടുക്കും, പിന്നെ അവിടെ നൈട്രജൻ. സോ ദാറ്റ്സ് ഇറ്റ്. നൈട്രജൻ ബേസ്, നൈട്രജനുള്ള ബേസിക് ആയ കാര്യങ്ങളാണ് നൈട്രജൻ ബേസ് എന്ന് വെച്ചാൽ. സോ നൈട്രജൻ ബേസ് ഏതൊക്കെയുണ്ട്? ദർ ആർ അഡനിൻ, ഗ്വാനിൻ, സൈറ്റോസിൽ, യുറാസിൻ ആൻഡ് തൈമിൻ. ഇതാണ് നൈട്രജൻ ബേസ്. ഈ നൈട്രജൻ ബേസിൻ്റെ കൂടെ ഒരു ഷുഗർ കൂടി ഞാൻ ആഡ് ചെയ്തു. ഷുഗർ ആഡ് ചെയ്തപ്പോൾ then it became nucleoside. Nitrogen base plus sugar is called nucleoside. ഓക്കെ, സൈഡ് ആണ് nucleoside. Nucleoside plus phosphate group, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ കൂടി ഞാൻ ഒരു ഭംഗിക്ക് ആഡ് ചെയ്തു. then it became nucleotide. ഇങ്ങനെ ഒരുപാട് ന്യൂക്ലിയോടൈഡിനെ ഞാൻ ഒരു അറേഞ്ച്മെൻറ്റ്, ഒരു സ്ഫെറിക്കൽ ഹെലിക്കൽ കോയിൽ അറേഞ്ച് ചെയ്തപ്പോൾ വി കോൾ ദം ആസ് DNA. ഓക്കെ, മനസ്സിലായല്ലോ വാട്ട്സ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദം? ന്യൂക്ലിക് ആസിഡ് കൺസിസ്റ്റ് ഓഫ് ഒരു ന്യൂക്ലിക് ആസിഡ് എന്ന് വെച്ചു. ഓക്കെ, ന്യൂക്ലിയോടൈഡ് വരുമ്പോൾ ന്യൂക്ലിയോടൈഡ്, എന്നിട്ട് ദേ ബിക്കം ന്യൂക്ലിക് ആസിഡ്
and into DNA, and that's the basic structure of nuclear genetics, nuclear matrix, nuclear studies മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി നോക്കുന്നത് ഈ ഒരു നൈട്രജൻ ബേസിൻ്റെ അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇഫ് ദർ ഇസ് എനി ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ ഇൻ ദ DNA, എനി ടൈപ്പ് ഓഫ് ജനറ്റിക് ഡിസോർഡറിന് വല്ല ചാൻസ് ഉണ്ടോ, ഇതെല്ലാം എലമെൻ്റൽ കെമിസ്ട്രി, ന്യൂക്ലിയർ കെമിസ്ട്രി നോക്കുന്നത്, എല്ലാം ബേസ് നോക്കുന്നത് എവിടെയാണ്? ഇൻ ദ ന്യൂക്ലിയോടൈഡ് സ്ട്രക്ചർ, ന്യൂക്ലിയോടൈഡ് അറേഞ്ച്മെൻറ്റ്, ഇതിലാണ് നമ്മളെല്ലാം നോക്കുന്നത്. ഓക്കെ, സോ ഇനി അഡിനോസിൻ. സോ നൈട്രജൻ ബേസിന് എക്സാമ്പിൾ എന്ത് പറഞ്ഞു? അഡനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ ആൻഡ് തൈമിൻ എന്ന എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു ഈ നൈട്രജൻ ബേസിലേക്ക് ഒരു ഷുഗർ വന്നാൽ ദേ ആർ കോൾഡ് ന്യൂക്ലിയോസൈഡിന് എക്സാമ്പിൾ ചെയ്യുന്ന മക്കളെ അഡിനോസിൻ, ഗ്വാനോസിൻ, തൈമിഡിൻ, യൂറിഡിൻ ആൻഡ് സൈറ്റഡിൻ. അഡിനോസിൻ, ഗ്വാനോസിൻ, ബട്ട് ബാക്കിയെല്ലാം ഡിൻ. ഹിയർ തൈമിഡിൻ, യൂറിഡിൻ, സൈറ്റഡിൻ. അഡിനോസിൻ, ഗ്വാനോസിൻ, ബാക്കി തൈമിഡിൻ, യൂറിഡിൻ, സൈറ്റഡിൻ are nucleosides. Then അതിലേക്ക് നമ്മൾ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടി ആഡ് ചെയ്തു. Then became adenyllic acid, thymidyllic acid, guanylylic acid, uracilic acid and cytidyllic acid are nucleotides. Nucleic acid like DNA and RNA consist of nucleotides only. DNA and RNA consist of nucleotides only. DNA and RNA function as genetic material. നമുക്കറിയാം, ഈ കാര്യങ്ങളെല്ലാം അറിയാം. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നമ്മൾ ഒരു ഇൻട്രഡക്ഷൻ പോലെ ഇൻട്രഡക്റ്റീവ് പാർട്ടായി കൊടുത്തത്. ഓക്കെ, ദിസ് ഈസ് ദ ഇൻട്രൊഡക്ഷൻ. സോ ലുക്ക് അറ്റ് ദിസ്. നോക്കൂ, ഷുഗേഴ്സ്, സിമ്പിൾ ഷുഗേഴ്സ്, കാർബോഹൈഡ്രേറ്റ്സ് നോക്കൂ. ഗ്ലൂക്കോസ് കണ്ടു, റൈബോസ് കണ്ടു. ഗ്ലൂക്കോസ് സ്ട്രക്ചർ നോക്കൂ, ഇറ്റ്സ് എ 6 കാർബൺ മോളിക്യൂൾ. ഓക്കെ, 6 കാർബൺ റിംഗ് ഉണ്ട്. 6 കാർബൺ റിംഗ് ഉണ്ട്. ഇവിടെ 5 കാർബൺ റിംഗ് ഉള്ളൂ. ഓക്കെ, 1 2 3 4 ആൻഡ് 5 ഹിയർ CH2. 1 2 3 4 5 6 പുറത്തുണ്ട്. സോ ഇറ്റ്സ് എ 6 കാർബൺ മോളിക്യൂൾ ഗ്ലൂക്കോസ് ആൻഡ് 5 കാർബൺ റൈബോസ്. അമിനോ ആസിഡ് നമ്മൾ നേരത്തെ നല്ല നല്ല ഭംഗിയായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. ഇറ്റ്സ് അമിനോ ആസിഡ്. ആൻഡ് ഇസ് ദ ഫാറ്റി ആസിഡ്. നോക്കൂ, CH3 CH2 4 COH ഫാറ്റി ആസിഡ്, പാൽമിക് ആസിഡ്. ഗ്ലിസറോൾ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. ദെൻ ഫോസ്ഫോലിപ്പിഡ് നമ്മൾ എന്താ പറഞ്ഞത്? ലൈക്ക് ട്രൈഗ്ലിസറൈഡ്സ്. അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എങ്ങനെയൊക്കെയോ ലൈക്ക് എന്ത് ചെയ്തു? കടന്നുകൂടി. സോ ഹിയർ ഒരു ഫോസ്ഫർ നിങ്ങൾ കാണുന്നുണ്ടോ? ഹിയർ കണ്ടല്ലോ, ഫോസ്ഫറസ് വന്നു. സോ ഇറ്റ്സ് കോൾഡ് എ ഫോസ്ഫോലിപ്പിഡ് നമ്മൾ അറിയുന്ന ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഏതാ മക്കളെ? ഇറ്റ്സ് കോൾഡ് ലെസിത്തിൻ. സോ ദിസ് ഇസ് ലെസിത്തിൻ നമുക്ക് പഠിക്കാനുള്ളൂ, എക്സാമ്പിൾ വെച്ചേ പഠിക്കാനുള്ളൂ. ഓക്കെ, and this is called cholesterol. Look, this has a very complex structure. ഒരുപാട് റിങ്സ് ഉണ്ട് ആൻഡ് ഓൾസോ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് കൊളസ്ട്രോൾ. ഓക്കെ, ആൻഡ് ഹിയർ ഇറ്റ്സ് എ ട്രൈഗ്ലിസറൈഡ് R1 R2 R3. ഈ R1 R2 R3ക്ക് പകരം പുതിയ ഗ്രൂപ്പ്സ് വരുമ്പോഴാണ് ഇറ്റ് ബിക്കം ഡിഫറെൻറ്റ് ഓഫ് ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിപ്പിഡ്സ് ആയി മാറുന്നത്. ആൻഡ് ഹിയർ അഡിനോസിൻ, അഡനിലിക് ആസിഡ്. അഡനിൻ നമുക്ക് കണ്ടു, അഡനിൻ. ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് അഡനിൻ. ഓക്കെ, അഡനിൻ. ഈ അഡനിൻ ഒരു ബ്രാഞ്ചാക്കി ഒരു റൈബോസ് അല്ലെങ്കിൽ ഒരു റൈബോസ് ഷുഗറിലേക്ക് ഒരു ബ്രാഞ്ചായി വന്നു അഡനിൻ. എങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് അഡനിൻ പ്ലസ് ഷുഗർ, അഡിനോൻ പ്ലസ് റൈബോസ് ഷുഗർ ഇസ് കോൾഡ് അഡിനോസിൻ. ഓക്കെ, ദാറ്റ്സ് കോൾഡ് റൈബോസ് ഷുഗർ. ഇതിലേക്ക് ഈ CHOH ഞാൻ ഒരു ഫോസ്ഫറസിനെ ആഡ് ചെയ്തു. ദെൻ ബിക്കം അഡനിലിക് ആസിഡ്. ഓക്കെ, റൈബോ ന്യൂക്ലിക് ആസിഡ്. മനസ്സിലായല്ലോ? ആദ്യം ഇവിടെ റൈബോസ് ഉണ്ട്. ഓക്കെ, ദിസ് റൈബോസ്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു ന്യൂക്ലിയർ നൈട്രജൻ ബേസ് ആണല്ലോ, ന്യൂക്ലിയർ ബേസ്. സോ ഇറ്റ്സ് അഡനിൻ. Ribonucleic acid is called what? Adenyllic acid. Ribonucleic acid. ഇതിനെ നമ്മൾ DNA RNA എന്നെല്ലാം പേരെടുത്ത് വിളിച്ചു. They are the genetic material. ഓക്കെ, നമുക്കറിയാം. ആൻഡ് ദിസ് ഓൾസോ ഇതിൻ്റെ സ്ട്രക്ചർ പഠിക്കണമെന്ന് നിർബന്ധം പറയുന്നില്ല. ആൻഡ് അത് നീറ്റിന് പൊതുവേ അങ്ങനെ ഒറ്റയ്ക്ക് ചോദിച്ചിട്ടില്ല. ഒരു കാര്യം നോക്കുക, പ്യൂരിൻ ആൻഡ് പിരിമിഡിൻ അത് വരുന്നുണ്ട്. ഓക്കെ, ഡോണ്ട് വറി. പ്യൂരിൻ ആൻഡ് പിരിമിഡിൻ. ഓക്കെ, പ്യൂരിൻ ഒന്ന് നോക്കിക്കോളൂ. പ്യൂരിൻ എന്ന് പറയുമ്പോൾ ദേ ആർ 2 റിങ്സ്. അതെ, 1 2 2 റിംഗ് ഉള്ളതാണ് പ്യൂരിൻ. സിംഗിൾ റിംഗ് ഉള്ളതാണ് പിരമിഡിൻ. ഓക്കെ, ഇത് വരുന്നുണ്ട് ആൻഡ് വിൽ ഡിസ്കസ് ദെയർ ഓൾസോ. ഓക്കെ, സോ പ്യൂരിൻ പിരമിഡിൻ വ്യത്യാസം മനസ്സിലായല്ലോ. 2 റിംഗ്സ് ആതെ 1 റിംഗ്സ് പെർസെൻറ്റ്. സോ ദിസ് ഇസ് ദ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ ഗോണ സേ അബൌട്ട് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്. സോ പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ് പറയൂ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മെറ്റബോളൈറ്റ്. വാട്ട് മീൻ ബൈ മെറ്റബോളൈറ്റ്? Anything which can undergo metabolism to produce energy is called metabolite. Okay, metabolism undergo ചെയ്യാൻ ഉതകുന്ന ഏതൊരു എലമെൻറ്റിനെയും ഏതൊരു മെറ്റീരിയലിനെയും നമ്മൾ മെറ്റബോളൈറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ മെറ്റബോളൈറ്റ് ഇൻ ആനിമൽ ടിഷ്യൂ വൺ നോട്ട്സ് ദ പ്രസൻസ് ഓഫ് ഓൾ സച്ച് കാറ്റഗറീസ് ഓഫ് കോമ്പൗണ്ട്സ്. ഓക്കെ, ദേ ആർ കോൾഡ് പ്രൈമറി മെറ്റബോളൈറ്റ്സ്. ഫിഗർ 9.1 കൊടുത്ത ഹിയർ ഷുഗേഴ്സ്, അമിനോ ആസിഡ്സ്, ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ആൻഡ് അതുപോലെ നൈട്രജൻ ബേസ്, ന്യൂക്ലിയോസൈഡ്, ന്യൂക്ലിക് ആസിഡ് ജനറൽ. ഇതിനെല്ലാം നമ്മൾ പ്രൈമറി മെറ്റബോളൈറ്റ് എന്ന് വിളിച്ചു. ഓക്കെ, ഇവിടെ മുകളിൽ കാണുന്ന കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലൈക്ക് ലിപ്പിഡ്സ്, ദെൻ ന്യൂക്ലിക് ആസിഡ്, ഇതിനെല്ലാം ഞാൻ എന്ത് വിളിച്ചു? പ്രൈമറി മെറ്റബോളൈറ്റ് എന്ന് വിളിച്ചു. പ്രൈമറി മെറ്റബോളൈറ്റ് ഏതാണെന്ന് മനസ്സിലായില്ലേ മക്കളെ? ദേ ആർ പ്രസൻറ്റ് ഇൻ ദ പ്ലാന്റ് ബോഡി. ഓക്കെ, ഇനി
വെൻ വൺ അനലൈസ് പ്ലാന്റ് ഫംഗൽ ആൻഡ് മൈക്രോബിയൽ സെൽസ് എല്ലാം അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റി? ദർ ആർ തൗസൻഡ്സ് ഓഫ് കോമ്പൗണ്ട് അതർ ദാൻ ദി പ്രൈമറി മെറ്റബോളൈറ്റ്സ്. എക്സാമ്പിൾസ് എന്തൊക്കെ? ആൽക്കലോയിഡ്സ്, ഫ്ലാവനോയിഡ്സ്, റബ്ബർ, എസെൻഷ്യൽ ഓയിൽസ്. ഹിയർ ദിസ് ടാബുലാക്കുളം ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 3 സ്റ്റാർ ഇട്ട് തരാം. ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഞാൻ എന്തായാലും പറയുന്നില്ല, ബട്ട് 80%, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വാക്കാണ്, 80% ഈ ചാപ്റ്ററിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ഫ്രം ദിസ് കോളം. ഓക്കെ, ഞാൻ എഴുതിയ നീറ്റിലും ഈ ഇതിലും ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദാറ്റ് മച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. 80% ആണ് നിങ്ങൾക്ക് പറയുന്ന ഒരു അഷ്വറൻസ് ഞാൻ തരുന്നത്. ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ 80% ലൈക്ക് ചാൻസിൽ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഇതുകൂടി പഠിച്ചാൽ ദിസ് ചാപ്റ്റർ ഇസ് ഓവർ. ലൈക്ക് ഈ സെക്ഷൻ ഓവർ. സെക്കൻഡറി മെറ്റബോളൈസ് എന്താ? ദീസ് ആർ നോട്ട് നെസസറി. ഓക്കെ, ഒരു സെൽ ഫംഗ്ഷനിങ് നെസസറി അല്ല, ബട്ട് ദീസ് ആർ ഓൾസോ പ്രസൻറ്റ് ഇൻസൈഡ് ദ ബോഡി. മെറ്റബോളിസത്തിന് ശേഷം എന്നാണ് സെക്കൻഡറി മെറ്റബോളൈസ്. പ്രൈമറി മെറ്റബോളിസത്തിന് ശേഷം വരുന്ന കുറച്ച് പ്രോഡക്ട്സിനെ നമ്മൾ പ്ലാന്റ് ബോഡീസിലെല്ലാം സ്റ്റോർ ചെയ്യുന്നു. പ്ലാന്റ്സിലും അതുപോലെ ഫംഗസിലും അതുപോലെ ലൈക്ക് മൈക്രോബിയൽ സെൽസിലും ഇതെല്ലാം പ്രസൻ്റ് ആണ്. സോ ദേ കോൾ സെക്കൻഡറി മെറ്റബോളൈസ്. അതിൽ പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണ് നോക്കിയാൽ, പിഗ്മെൻറ്റ്സ് ഏതാ നോക്കൂ. ദേ ആർ CA. നമ്മൾ കോഡ് വെച്ച് പഠിക്കാം. പിഗ്മെൻറ്റ്സ് ദേ ആർ CA, കാരോട്ടിനോയിഡ്സ് ആൻഡ് ആന്തോസിയാനിൻ. പിഗ്മെൻ്റ് ആണല്ലോ. പിഗ്മെൻ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഈ കാരോട്ടിനോയിഡ് പിഗ്മെൻറ്റ് നമ്മൾ ഒരുപാട് ലൈക്ക് നമ്മൾ മുമ്പ് ചാപ്റ്റർ പഠിച്ചപ്പോൾ ഒരുപാട് ചാപ്റ്റർ പറഞ്ഞു. ഓക്കെ, കാരോട്ടിനോയിഡ് പിഗ്മെൻറ്റ്സ്, കാരോട്ടിനോയിഡ്സ്. ഓക്കെ, കാരോട്ടിനോയിഡ്സ് ആൻഡ് ആന്തോസിയാനിൻ ആർ ദ പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ആസ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. നെക്സ്റ്റ് ആൽക്കലോയിഡ്സ് ഏതൊക്കെയാണ്? മോർഫിൻ, കോഡിൻ. Morphine and codeine, these are alkaloids obtained from plants. Morphine, okay, morphine you all know, നമുക്ക് ലൈക്ക് സോഷ്യൽ റെലവൻസ് ഉള്ളൊരു എന്താ സെഡേറ്റീവ് ആണ്. ഓക്കെ, ഇറ്റ്സ് എ വാട്ട് ഓപ്പിയോയിഡ്. ഓപ്പിയം പ്ലാന്റിലാണ് മോർഫിൻ. ഓപ്പിയം പപ്പ മോർഫിൻ. ദെൻ കോഡീൻ അതുപോലെ കിട്ടുന്നത് തന്നെയാണ്. മോർഫിനെ ഒന്ന് മെറ്റബോളൈസ് ചെയ്ത് കിട്ടുന്ന സംഭവങ്ങളെയാണ് കോഡീൻ എന്ന് പറയുന്നത്. ആൻഡ് ടെർപ്പീനോയിഡ്സ്. ടെർപ്പിൻ സിമ്പിൾ, മോണോടെർപ്പിൻ, ഡൈടെർപ്പിൻ. ടെർപ്പീൻസ് ഏതൊക്കെയാണ്? മോണോടെർപ്പിൻ ആൻഡ് ഡൈടെർപ്പിൻ. ഓക്കെ, ടെർപ്പിൻ, മോണോടെർപ്പിൻ, ഡൈടെർപ്പിൻ. എസെൻഷ്യൽ ഓയിൽസ്, ലെമൺ ഗ്രാസ് ഓയിൽ, നാരങ്ങ പുല്ല് ഓയിൽ. ലെമൺ ഗ്രാസ് ഓയിൽ, നാരങ്ങ ലൈക്ക് ലെമൺ ഗ്രാസ് ഓയിൽ. കറക്റ്റ് മലയാളത്തൊന്നല്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഓക്കെ, എസെൻഷ്യൽ ഓയിൽസ്, ലെമൺ ഗ്രാസ് ഓയിൽ. ദെൻ ടോക്സിൻസ്, ഏബ്രിൻ ആൻഡ് റിസിൻ. ഏബ്രിൻ ആൻഡ് റിസിൻ, ദേ ആർ വെരി ടോക്സിക്. ഓക്കെ, ടോക്സിൻസ്, ഏബ്രിൻ ആൻഡ് റിസിൻ. നെക്സ്റ്റ് വൺ ലെക്റ്റിൻസ്, കോൺകനവാലിൻ എ. ഇതൊരു ഫ്ലോയിൽ വരണം. ലെക്റ്റിൻസ്, കോൺകനവാലിൻ എ. ഓക്കെ, ഈ ഫ്ലോ വരുന്നത് എങ്ങനെ ചെയ്യണം? റിപ്പീറ്റഡ് ലേണിംഗ്. വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടേയിരിക്കുക, വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടേയിരിക്കുക. ആൻഡ് ഹിയർ ഇന്നലെ കുറച്ച് പുതിയ സാറന്മാർ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒറ്റ പരാതി ഉണ്ടായിരുന്നുള്ളൂ, ലൈക്ക് ക്ലാസ് ആരും കേൾക്കുന്നില്ല എന്നുള്ളത്. ഓക്കെ, സോ ഇത് നിങ്ങൾ പിന്നീട് കേൾക്കുന്നുണ്ട്. ഐ ഹോപ്പ് എല്ലാവരും ഇത് വീണ്ടും ലൈക്ക് ലൈവ് സെഷൻ കേൾക്കണം നിർബന്ധമല്ല, ബട്ട് ലൈവ് സെഷൻ കേൾക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഡൗട്ട്സ് ചോദിക്കാൻ പറ്റും. അതല്ല ലൈക്ക് പിന്നീട് ചോദിക്കാന്നുണ്ടെങ്കിൽ ദെൻ നോബഡി ആസ്ക്ഡ് മീ എനി ഡൗട്ട്സ്. ഓക്കെ, അത് ചോദിച്ചിട്ടില്ല. സോ ഇനി അങ്ങനെ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ലൈവിൽ കയറി നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ചോദിക്കുക. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിന് ശേഷമേ ഞാൻ ഇനി ക്ലാസ് എടുക്കുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, നിങ്ങളെന്ന് ചോദിച്ചാലും എന്ത് ലൈക്ക് ബേസിക് ഡൗട്ട്, നോ വൺ ഇസ് ഗോൺ ടു ജഡ്ജ് യു അബൌട്ട് എനിത്തിങ്. ഓക്കെ, ഇങ്ങനെ പറയാം ലൈക്ക് ആ ഡൗട്ട്സ് ഉണ്ട്, എനിക്കിത് മനസ്സിലായില്ല, ഈ പോർഷൻ മനസ്സിലായില്ല, ഒന്നുകൂടി പറഞ്ഞു തരൂ. ചാറ്റ് ബോക്സിൽ ധൈര്യമായി പറഞ്ഞോളൂ. ഞാൻ നിങ്ങളെ കടിച്ച് കയറാൻ വരുമൊന്നുമില്ല. ഓക്കെ, ഞാൻ നല്ല കൂളായിട്ട് തന്നെ പറഞ്ഞു തരും. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞു തരണം, അതാണ് എൻ്റെ മെയിൻ. ഓക്കെ, എനിക്കത് മാക്സിമം ഇൻട്രാക്റ്റീവായി എടുക്കാനാണ് ഏറ്റവും നല്ല താല്പര്യം. ബട്ട് ഇൻട്രാക്ഷൻ വളരെ കുറവാണ് ഗൈസ്. സോ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഞാൻ എടുത്ത് പോകുന്നേ ചെയ്യാൻ പറ്റുള്ളൂ. സോ നോക്കൂ, സെക്കൻഡ് മെറ്റബോളൈറ്റ്സ്, ലെക്റ്റിൻസ് ആൻഡ് ഡ്രഗ്സ്. വിൻബ്ലാസ്റ്റിൻ, കുർക്കുമിൻ. This vinblastine is used in anti-cancer therapy. Vinblastine drugs. And polymeric substances are rubber, gums and cellulose. These are obtained from the secondary metabolites. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, കാരോട്ടിനോയിഡ് ആൻഡ് ആന്തോസിയാനിൻ, CA. ആൽക്കലോയിഡ്സ് ആർ മോർഫിൻ ആൻഡ് കോഡിൻ. ടെർപ്പിനോയിഡ്സ് സിമ്പിൾ, മോണോ ഡൈ, ദാറ്റ് മീൻസ് മോണോടെർപ്പിൻ, ഡൈടെർപ്പിൻ. എസെൻഷ്യൽ ഓയിൽസ് ഏതാ? നമ്മുടെ നാരങ്ങ പുല്ല് ഓയിൽ, ദാറ്റ് മീൻസ് ലെമൺ ഗ്രാസ് ഓയിൽ. ആൻഡ് ടോക്സിൻസ് ആർ AR, ഏബ്രിൻ ആൻഡ് റിസിൻ. ലെക്റ്റിൻസ്, കോൺകനവാലിൻ എ, കോൺകനവാലിൻ എ, ലെക്റ്റിൻ, കോൺകനവാലിൻ എ. ഒരു ഫ്ലോ അങ്ങനെ തന്നെ വരണം. ഡ്രഗ്സ് ആർ വിൻബ്ലാസ്റ്റിൻ, കുർക്കുമിൻ, വിൻബ്ലാസ്റ്റിൻ, കുർക്കുമിൻ. പോളിമർ സബ്സ്റ്റൻസ് ആർ റബ്ബർ, ഗംസ് ആൻഡ് സെല്ലുലോസ്. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, വാട്ട് ആർ ദ പോളിമറിക് സബ്സ്റ്റൻസ് ഒബ്റ്റെയിൻ ഫ്രം ദ വിച്ച് ഓഫ് ദ വൺ വിച്ച് അമംഗ് ദീസ് ഫോളോയിങ് ഇസ് ദ പോളിമറിക് സബ്സ്റ്റൻസ് ഒബ്റ്റെയിൻ ഫ്രം ആസ് എ സെക്കൻഡറി മെറ്റബോളൈറ്റ്? ഏതൊക്കെയാണ് ഓപ്ഷൻസ്? എന്തൊക്കെയായിരുന്നു? കോൺകനവാലിൻ എ ഉണ്ടായിരുന്നു, അതുപോലെ ലൈക്ക് റബ്ബർ ഉണ്ടായിരുന്നു, ആൻഡ് ഡൈറ്റർപ്പീൻസ് ഉണ്ട്, അതുപോലെ ഹിയർ ഏബ്രിൻ റെസിൻ ഉണ്ട്, ഏബ്രിൻ ഉണ്ടായിരുന്നു. സോ ഇതിൽ നിന്നും ഞാൻ ചൂസ് ചെയ്ത് ഏതാ? ഐ ചൂസ് റബ്ബർ ഇസ് ദ പോളിമറിക് സബ്സ്റ്റൻസ്. ഇങ്ങനെ ഒരു ഫ്ലോയിൽ തന്നെ വരണം. ഓക്കെ, സോ ദാറ്റ്സ് ദ കീ തിങ്. നൗ ഇതൊക്കെയാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. നൗ ഓൺ ടു ബയോ മാക്രോ മോളിക്യൂൾസ്. അതൊരു ഇൻട്രക്ഷൻ പോലെ വരുന്നു. എന്നിട്ട് നമ്മൾ ഓരോന്ന് പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്, ദെൻ അബൌട്ട് ദ ക്ലാസിഫിക്കേഷൻ. ഇത് പറയുമ്പോൾ നമ്മുടെ ചാപ്റ്റർ ഗുതാബഹ. ഓക്കെ, സോ
ഇനി ബയോമാക്രോമോളിക്യൂൾ പറഞ്ഞിട്ട് നമുക്കൊന്ന് ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ നോക്കാം. സോ ബയോമാക്രോമോളിക്യൂൾസ് നമ്മൾ ഇനീഷ്യലി ഒരു കാര്യം പറഞ്ഞു. ഫസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ്, ഒരു മോട്ടർ ആൻഡ് പെസിൽ എക്സ്പെരിമെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മോട്ടർ ആൻഡ് പെസിൽ എക്സ്പെരിമെൻറ്റ് നമ്മൾ എന്ത് കണ്ടു? കുറച്ച് ഫിൽട്രേറ്റ് കണ്ടു. ഓക്കെ, ഫിൽട്രേറ്റ് കണ്ടു. അതുപോലെ റീറ്റൻഡേറ്റ്. ഫിൽട്രേറ്റ് ആണ് നമ്മൾ ബീക്കറിനകത്ത് കിട്ടിയത്. റീറ്റൻഡേറ്റ് ആണ് നമ്മൾ മറ്റേ കോട്ടനകത്ത് കണ്ടത്. ഓക്കെ, അതിൽ they have molecular weights with the acid soluble pool, that means the filtrateനകത്ത് നമ്മൾ ഒരുപാട് മോളിക്യൂൾസ് കണ്ടു. എലമെൻ്റൽ അതിൽ ഒരുപാട് കെമിക്കൽ കോൺസ്റ്റൻസ് നമ്മൾ കണ്ടു. എന്തൊക്കെ കണ്ടു? ലൈക്ക് സോഡിയം, പൊട്ടാസ്യം, മെഗ്നീഷ്യം, ഫോസ്ഫേറ്റ്, സൾഫർ. ഇതെല്ലാം നമ്മൾ എവിടെ കണ്ടു? വി ഫൗണ്ട് ദം ഇൻ ദ ആസിഡ് soluble pool or the filtrate കണ്ടു. Their molecular weights range from 18 to 800 Dalton. നോക്കൂ, 18 to 800 Dalton. Dalton is a unit used for denoting molecular weights. Okay, molecular weight നമുക്ക് കിലോ, ലൈക്ക് 18 കിലോ സോഡിയം ഉണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. 18 daltons of sodium were present or 800 daltons of sodium are present എന്ന് പറയാൻ പറ്റും. അല്ലാതെ 800 കിലോ 18 കിലോ ഡാൾട്ടൺ ഉണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഓരോന്നും ഓരോ യൂണിറ്റ് ഉണ്ട് അല്ലേ? എല്ലാ യൂണിറ്റും ഉണ്ട്. 1 ലിറ്റർ തക്കാളി ആരെങ്കിലും പറയും? പഴയ പോയിട്ട് ഇല്ല. 1 കിലോഗ്രാം തക്കാളി. അതുപോലെ ലൈക്ക് ഹിയർ 18 daltons of macromolecules, 800 daltons of macromolecules എന്നാണ് നമ്മൾ പറയുന്നത്. സോ 800 daltons. ഈ റേഞ്ചിനകത്ത് വരുമെങ്കിൽ we call them as what? They called biomicromolecules. Biomicromolecules or simply micromolecules. 800 plus ആണെങ്കിൽ 800 plus ഏത് വാല്യൂ ആണെങ്കിൽ we call them as actually 1000 plus. Okay, 1000 plus അങ്ങനെ വേണ്ടിയിട്ട് പറയാം നമ്മൾ. Or 800 plus, they are called biomacromolecules. വലിയ molecules, macromolecules. The acid insoluble fraction has only 4 types of organic compounds: proteins, nucleic acid, polysaccharides and lipids. These are the primary metabolites. Primary metabolites എല്ലാം നമ്മൾ കണ്ടത് എവിടെയാ? In the retentate, that means the acid insoluble fractionലാണ് നമ്മൾ ആരൊക്കെ കണ്ടത്? The primary metabolites ആയ proteins, nucleic acid and polysaccharides, lipids എല്ലാം കണ്ടത് എവിടെയാ? 4 types of organic compounds were found there in the acid insoluble fractionലാണ് നമ്മൾ കണ്ടത്. These classes of compounds, with the exception of lipids, have molecular weights in the range of 10,000 Daltons and above. അതായത് ലിപ്പിഡ്സ് ഒഴികെ പ്രോട്ടീൻസ്, ഷുഗർ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് നമുക്ക് അടുത്ത ആരെ പറയാൻ പറ്റും? നമുക്ക് ലിപ്പിഡ്സിനല്ല, നമുക്ക് അടുത്ത ന്യൂക്ലിക് ആസിഡ് ഇതെല്ലാം വെയിറ്റ് ആർ ഗ്രേറ്റർ ദാൻ 10,000 Dalton. 10,000 Dalton മുകളിലാണ് ഇവരുടെ എല്ലാം വെയിറ്റ്. സോ ദേ ആർ ഡെഫിനറ്റ്ലി ബയോമാക്രോമോളിക്യൂൾസ്. ലിപ്പിഡ്സിൻ്റെ കേസിൽ എന്താ പ്രശ്നം? Lipids weight, it is less than 800. Okay, lipids does not exceed. But why it is kept under acid insoluble fraction? എന്താ അതിന് വെച്ചിട്ടുള്ളത്? Why? Because lipid എന്താ ഉള്ളത്? ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞിട്ടില്ലേ? ഫോസ്ഫോലിപ്പിഡ് ഇസ് എ കമ്പോണന്റ് ഓഫ് ദ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ നമ്മൾ എത്ര ക്രഷ് ചെയ്താലും സെൽ മെംബ്രെയിനിൽ നിന്നും ലിപ്പിഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല, സാധിക്കില്ല. ഓക്കെ, and so lipids are indeed small molecular weight and present not only as such but also arranged in structures like cell membrane, other membranes എല്ലാം ഉണ്ട്. എത്ര ഗ്രൈൻഡ് ചെയ്താലും they are disrupting style structure. Cell membrane and other membranes are broken into pieces and form vesicles which are not water soluble. They are not acid soluble. ഈ ആസിഡ് നമുക്ക് ഫാറ്റിന് കിട്ടിയിട്ടും നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റണം? ഇതിൽ നിന്ന് ക്രഷ് ചെയ്ത് നമ്മൾ ലൈക്ക് സൊല്യൂബിൾ ആക്കി മാറ്റണം. ബട്ട് എത്ര ശ്രമിച്ചാലും ഈ ഫാറ്റിന് ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഫാറ്റ് എത്ര ശ്രമിച്ചാലും അതിനെ സൊല്യൂബിൾ ആക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ലിപ്പിഡ് മെംബ്രെയിൻ എന്തിനാ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? എന്തിനാ? വൈ? ബിക്കോസ് ഇറ്റ് ഷുഡ് ഡിസ്റ്റിങ്ക്ട്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ നിന്നും മറ്റൊരു പുറമേ ഒരു സെല്ലിനെ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ, അങ്ങനെ നിൽക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഡിസ്റ്റിങ്ക്ട്. ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലെ ലിപ്പിഡ് ലെയർ വേണം അവിടെ. എന്നാലേ there would be a distinction between aquatic environment നിന്നും നമ്മുടെ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് എൻവയോൺമെൻറ്റിൽ നിന്ന് നമ്മുടെ സെല്ലിനെ മാറ്റി നിർത്തുന്നത് ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. ഓക്കെ, ലിപ്പിഡ്സിൻ്റെ ഇങ്ങനത്തെ ഒരു ഇൻസോലിബിൾ പ്രോപ്പർട്ടി ഒന്ന് ആലോചിച്ച് നോക്കൂ. സെൽ മെംബ്രെയിൻ നമ്മൾ വെറുതെ ഒരു സെൽ ഒരു ഹൈപ്പോട്ടോണിക് കണ്ടീഷൻ വന്നു, ആ ചുറ്റിനുള്ള ബ്ലഡ് അല്ലെങ്കിൽ ചുറ്റിനുള്ള വാട്ടറിനകത്ത് എന്തൊക്കെയോ ഇലക്ട്രോലൈറ്റ് ചേഞ്ച് ഒന്ന് സംഭവിച്ചു. നമ്മുടെ സെല്ല് വെറുതെ വെച്ചാൽ വാട്ട് ഹാപ്പൻ? അതിൻ്റെ സെൽ മെംബ്രെയിൻ എന്ത് ചെയ്യുന്നു? അത് സൊല്യൂബിൾ ആണെങ്കിൽ അത് സൊല്യൂബിളായിട്ട് അതിൻ്റെ കോൺസ്റ്റൻസ് എല്ലാം പോകുന്നു. ദ സെൽ വുഡ് ബി ഡെഡ്, റൈറ്റ്? ബട്ട് നമുക്ക് എന്തുണ്ട്? നമുക്കൊരു ഇൻസൊല്യൂബിളായ ഒരു ഫാറ്റി ലിപ്പിഡ് ബൈലെയർ ഉണ്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം നമ്മുടെ സെൽ ഇറ്റ് ക്യാൻ സർവൈവ്. ഓക്കെ, ആ ഷേപ്പ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ് വൈ ലിപ്പിഡ് ഇമ്പോർട്ടൻറ്റ്? സോ ഇങ്ങനത്തെ ലിപ്പിഡ് നമ്മൾ എത്ര ക്രഷ് ചെയ്താലും
ഇതിനെ ഫസ്റ്റ് തിങ് ഇറ്റ് ഇസ് ലിപ്പിഡ് ഇൻസൊല്യൂബിൾ ആൻഡ് ഇറ്റ് പ്രസൻറ്റ് ഇൻ ദ സെൽ മെമ്പറിൻ ആണുള്ളത്. ക്രഷ് ചെയ്തെടുത്താൽ ഇറ്റ് വോണ്ട് ബി സൊല്യൂബിൾ ഇൻ ദ ആസിഡ് സൊല്യൂബിൾ ഫ്രാക്ഷനിൽ സൊല്യൂബിൾ ആവില്ല. സോ ഡെഫിനറ്റ്ലി ഇസ് ഇൻ ദ ആസിഡ് ഇൻസൊല്യൂബിൾ ഫ്രാക്ഷനിലാണ് ഇതിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വൈ ലിപ്പിഡ്സ് in spite of being less than 800 Dalton, 800 Daltonന് താഴെയാണ് ഇതിൻ്റെ മോളിക്കുലർ സൈസ്, ബട്ട് സ്റ്റിൽ ദേ ആർ പ്രസൻറ്റ് വെയർ ഇൻ ദ ആസിഡ് ഇൻസൊല്യൂബിൾ ഫ്രാക്ഷൻ. അതായത് 10,000 ഡാൾട്ടന് മുകളിൽ വെയിറ്റുള്ള കാറ്റഗറിയിലാണ് നമ്മൾ 800 ഡാൾട്ടൺ മാത്രമുള്ള ലിപ്പിഡിനെയും വെച്ചിട്ടുള്ളത്. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദിസ് റീസൺ. ഓക്കെ, സോ ഇനി എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? Those which have molecular weights less than 1000 Dalton are called micromolecules. ഇവിടെ പറഞ്ഞത് തന്നെ ആൻഡ് ബയോമാക്രോമോളിക്യൂൾസ് ദ സെയിം തിങ്. ആൻഡ് നമ്മൾ ലിപ്പിഡ്സിൻ്റെ കേസ് കൂടി പറഞ്ഞു. ഓക്കെ, സോ ലിപ്പിഡ്സ് ആർ നോട്ട് സ്ട്രിക്ട്ലി മാക്രോമോളിക്യൂൾസ്. മാക്രോമോളിക്യൂൾ അറിയാണ്ട് പെട്ടുപോയ ഒരു സംഭവമാണ് ലിപ്പിഡ്സ്. ശരിക്കും ലിപ്പിഡ് എവിടെ പെടേണ്ടത്? മൈക്രോമോളിക്യൂൾ സ്ട്രക്ചറിലാണ് പെടേണ്ടത്, മൈക്രോമോളിക്യൂൾ സെക്ഷനിലാണ് പെടേണ്ടത്. ബട്ട് ഇത് എന്താ ഇൻസൊല്യൂബിൾ ആവാത്ത ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ദേ ആർ നൗ പ്രസൻറ്റ് ഇൻ ദ മാക്രോമോളിക്യൂൾ. സോ ദേ ആർ നോട്ട് സ്ട്രിക്ട്ലി മാക്രോമോളിക്യൂൾസ്. ഓക്കെ, acid soluble pool represents roughly the cytoplasmic combustion. Acid soluble pool, okay, cytoplasmic combustion. The macromolecules from the cytoplasm and organelles become the acid insoluble fraction. സൈറ്റോപ്ലാസത്തിലുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? They are called what? Acid soluble pool. Acid soluble pool. Next, acid insoluble എന്തുണ്ട്? The macromolecules എല്ലാം acid insoluble fraction. Together they represent the entire chemical composition of the living tissue. Okay, ഒരു സമ്മറി പോലെ ആവറേജ് കമ്പോസിഷൻ നോക്കൂ. വാട്ടർ ആണ് ടോട്ടൽ സെൽ മാസിൽ 70 to 90%. ഇത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വാട്ടർ കോൺസ്റ്റന്റ്, ഹൗ മച്ച് കോൺസ്റ്റന്റ്? 70 to 90% water. Then 10 to 15 proteins, carbohydrates 3, lipids 2, 5 to 7 nucleic acid and ions 1. It's also very important. Okay, ഇത് എന്തായാലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ചോദിക്കാം അങ്ങനെ പറയാം. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദ മാക്രോമോളിക്യൂൾസ്. ഇനി ഓരോന്നിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അബൌട്ട് പ്രോട്ടീൻസ്, പോളിസാക്രൈഡ്സ്, ന്യൂക്ലിക് ആസിഡ്, അതിന് കുറച്ച് സ്ട്രക്ചർ ആൻഡ് എൻസൈംസ് ആൻഡ് സം റിയാക്ഷൻസ്. ഓക്കെ, ഇത്രയും പറയുമ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇറ്റ്സ് ഓവർ അബൌട്ട് ദ എൻസൈം സെക്ഷൻ ഓൾസോ. സോ ഇതുവരെ പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആർക്കെങ്കിലും ക്ലാസ് കേൾക്കുന്ന ആർക്കെങ്കിലും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ ക്ലാസ്സിനകത്ത്, ഒരു ചാറ്റ് ബോക്സിനകത്ത്. സോറി, എനിവൺ എനി ഡൗട്ട്സ്? ക്ലാസ് കേൾക്കുന്ന ആരെങ്കിലും? No one? No doubts? Doubts ഒന്നുമില്ലെങ്കിൽ we'll go to the next topic. Proteins. Okay? ഇനി എല്ലാം ഒരു കഥ പോലെ വരാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഇൻട്രൊഡക്റ്റീവ് പാർട്ട് നല്ല വൃത്തിക്ക് കാണുന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ, ഇഫ് യു ഹാവ് എ സ്ട്രോങ് ബേസ് ഇൻ ഇറ്റ്, ദെൻ വി ക്യാൻ ഈസിലി മൂവ് ഓൺ വിത്ത് ദ വാട്ട് പ്രോട്ടീൻസ്, പോളിസാക്രൈഡ്, ഇതെല്ലാം ടക്ക് എന്ന് പറഞ്ഞാൽ തന്നെ തീരും. ഓക്കെ, So first one, proteins. Proteins are polypeptides. They are linear chains of amino acid linked by peptide bonds. Amino acids, okay, നോക്കൂ, amino acids, ഇതൊന്ന് വർക്ക് ചെയ്തേ. ഓക്കെ, അമിനോ ആസിഡ്സിനെ പെപ്റ്റൈഡ് ബോണ്ട് വെച്ചിട്ട്, ഓക്കെ, ദിസ് ബോണ്ട് ഇസ് കോൾഡ് പെപ്റ്റൈഡ് ബോണ്ട് വെച്ച് ഇങ്ങനെ ജോയിൻ ചെയ്ത് പോവുകയാണ്. ഓക്കെ, ദാറ്റ്സ് വാട്ട് വി കോൾ എ പ്രോട്ടീൻ. ഓക്കെ, അമിനോ ആസിഡ്സിനെ പെപ്റ്റൈഡ് ബോണ്ട് വെച്ച് ജോയിൻ ചെയ്ത് പോകുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വാട്ട്? ദ പ്രോട്ടീൻസ്. Each protein is a polymer of amino acid. പറഞ്ഞിട്ടുണ്ട്, each protein is a polymer of amino acid. Next, as there are 20 types of amino acid. ഏതൊക്കെ ടൈപ്സ് ഉണ്ട്? ലൈക്ക് നേരത്തെ പറഞ്ഞു, അലനിൻ, സിസ്റ്റീൻ, ഗ്ലൈസിൻ, അലനിൻ, സെറിൻ, സിസ്റ്റീൻ, ഇതെല്ലാം അമിനോ ആസിഡ്സ് ആണ്. ഇങ്ങനെ 20 അമിനോ ആസിഡ്സ് ആർ പ്രസന്റ് ഇൻ എ പ്രോട്ടീൻ. ഓക്കെ, എ പ്രോട്ടീൻ ഇസ് എ heteropolymer and not a homopolymer. It's a heteropolymer, not a homopolymer. The homopolymer has only one type of monomer, repeating n number of times. Okay, n number of times it will be repeated. This information about the amino acid content is more important. Okay, hence നമുക്ക് അറിയാം, dietary proteins are the source of essential amino acid. Proteins നമ്മൾ amino acids എന്ന് പറയുമ്പോൾ amino acids are of two types. What? Essential amino acid and non-essential amino acid. Essential and non-essential amino acid. ഈ essential amino acid, okay, അതിൻ്റെ പ്രത്യേകത എന്താ? They are essential in our diet. അങ്ങനത്തെ ഒരു ടേമാണ്, അതിങ്ങനെയാണ് എസെൻഷ്യൽ ആവുന്നത്. They are essential in our diet. ഈ എസെൻഷ്യൽ ഇതെല്ലാം വി ഷുഡ് ഹാവ് ദം ഇൻ അവർ ഡയറ്റ്. ഇതെല്ലാം നമ്മൾ കഴിക്കേണ്ടവരാണ്. ഓക്കെ, എസെൻഷ്യൽ ഡയറ്റ്സ്. സോ എന്താ പറയാൻ പറ്റും? ദ
നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ആണെങ്കിൽ ദേ ക്യാൻ ബി സിന്തസൈസ് ഇൻ ആ ബോഡി. നമ്മൾ അധികം കഴിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ ബോഡിക്കകത്ത് താനെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ എസെൻഷ്യൽ ഉണ്ടാകുന്നില്ല. സോ ദേ ഷുഡ് ബി എസെൻഷ്യൽ ഇൻ അവർ ഫുഡ് ഡയറ്റ്. ദാറ്റ്സ് വാട്ട് വി കോൾ ദ എസെൻഷ്യൽ അമിനോ ആസിഡ്. നൗ പ്രോട്ടീൻസ്. ഇനി പ്രോട്ടീൻസിൻ്റെ ഫംഗ്ഷൻ എന്താ? പ്രോട്ടീൻസ് ക്യാരി ഔട്ട് മെനി ഫംഗ്ഷൻ ഇൻ ലിവിങ് ഓർഗാനിസം. സം ട്രാൻസ്പോർട്ട്. നോക്കൂ, ഈ ടേബിൾ ആ കോളം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതും ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് GLUT4? GLUT4ൻ്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ്സ് എനേബിൾസ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ഇൻ ടു സെൽ. കൊളാജൻ്റെ ഫംഗ്ഷൻ എന്താ മക്കളെ? ഇറ്റ്സ് ഇൻഡർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്. നമ്മുടെ എല്ലാ സെൽസ് എല്ലാം ഇരിക്കുന്നത്, സെൽസ് അതുപോലെ ലൈക്ക് മസിൽസ് ആൻഡ് ടിഷ്യൂസ് എല്ലാം ഇരിക്കുന്നത് ദേ ആർ ഇൻ കൊളാജൻ. ട്രിപ്സിൻ ഇസ് ആൻ എൻസൈം. ഇൻസുലിൻ ഇസ് എ ഹോർമോൺ. എൻസൈം ആൻഡ് ഹോർമോൺ വ്യത്യാസം എന്താ നിങ്ങൾക്ക് അറിയാലോ. എൻസൈം ജസ്റ്റ് ഒരു എന്താ മെറ്റബോളിസം, ലൈക്ക് ഇറ്റ് ഷുഡ് ബി ലൈക്ക് എൻസൈം. സംടൈംസ് ഇറ്റ് ഫാസ്റ്റൻ അപ്പ് ദ റിയാക്ഷൻ, സംടൈംസ് ഇറ്റ് സ്ലോസ് അപ്പ് ദ റിയാക്ഷൻ. ഇതൊക്കെയാണ് എൻസൈം. And hormones are molecular substance, okay? And enzymes are released through ducts, and the hormones are released through the blood and produced by glands, okay? And now antibody, they fight infectious agents. അതെല്ലാം പ്രോട്ടീൻ തന്നെയാണ്. നെക്സ്റ്റ് റിസപ്റ്റർ, സെൻസറി ഫംഗ്ഷൻ. ഇതെല്ലാം എന്താ ഫംഗ്ഷൻസ്? ദേ ആർ ഓൾ വാട്ട്? റിസപ്റ്റേഴ്സ്. നെക്സ്റ്റ് GLUT4 enables glucose transport into the cell. GLUT4. സോ ഇതൊക്കെയാണ് മെയിൻ ഫംഗ്ഷൻസ്. കൊളാജൻ ഇസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ്. ഇത് അടുത്തൊരു വൺ വേർഡാണ്, ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. കൊളാജൻ ഇസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് പ്രോട്ടീൻ ഇൻ ആനിമൽ വേൾഡ്. ആനിമൽ വേൾഡിൽ കൊളാജൻ. ആൻഡ് ഇൻ ഹോൾ ബയോസ്ഫിയർ ആണെങ്കിൽ റിബുലോസ്, റുബിസ്കോ. ഓക്കെ, സൈഡിൽ എഴുതിയേക്കാം. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. മോസ്റ്റ് പ്രോമിനൻറ്റ് പ്രോട്ടീൻ ഇൻ ദ ആനിമൽ വേൾഡ് ആണെങ്കിൽ ആനിമൽ വേൾഡ് ഇസ് വാട്ട്? കൊളാജൻ. എന്നാൽ ദ ഹോൾ ബയോസ്ഫിയർ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് റുബിസ്കോ. ഓക്കെ, റുബിസ്കോ ഇറ്റ് ഈസ് വാട്ട്? റുബിസ്കോ എന്ന് വെച്ചാൽ റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലിക് ആസിഡ്, കാർബോക്സിലേസ് ഓക്സിജനേസ്. ഹിയർ റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്. ഡോണ്ട് ഫോർഗെറ്റ് കൊളാജൻ ആൻഡ് റുബിസ്കോ. മനസ്സിലായല്ലോ? ഇത്രയാണ് നമ്മൾ പ്രോട്ടീനെ പറ്റി പറയാൻ വന്നത്. ഓക്കെ, വെരി ഈസി റൈറ്റ്? പ്രോട്ടീനെ കുറിച്ച് നമ്മൾ ഇത്ര പറയേണ്ട കാര്യമുള്ളൂ. ആൻഡ് പിന്നെ ലൈക്ക് വിച്ച് ആർ ദ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് അതിനെ പറ്റി ഇഫ് ഇറ്റ്സ് ബീൻ ടോൾഡ് ഇൻ ദ ചാപ്റ്റർ ഇല്ല. സോ വി ക്യാൻ സേ വാട്ട് ആർ ദ എസെൻഷ്യൽ അമിനോ ആസിഡ്. ഓക്കെ, വാട്ട് ആർ ദ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയാം. അതിന് മുമ്പ് ക്ലാസ് എല്ലാം കേൾക്കുന്നുണ്ടോ? Hold here in the like the class കേൾക്കുന്ന just type your name in the chat box. Anyone, the viewers, എല്ലാവരും just ഒന്ന് തരും. Four viewers but no response. All right then amino acids. So what are the essential amino acids? They are lysine, leucine, isoleucine, valine, threonine, methionine. Okay, and histidine is also been added to this component. Okay, ഈ ഒരു കോമ്പോസിഷനിലേക്ക്. സോ നോക്കൂ, ലൈസിൻ, ലൂസിൻ, ഐസോലൂസിൻ. ഞാൻ സൈഡിൽ എഴുതിയേക്കാം. Where should we write? Here. So essential amino acid. 20 amino acids ഉണ്ട്. ആക്ച്വലി എല്ലാത്തിനെയും പേര് പഠിക്കണം എന്നാണ് പറയാം. ബട്ട് എല്ലാത്തിനും വേണ്ട, തൽക്കാലം നിങ്ങൾ ഇതെങ്കിലും പഠിച്ചു വെക്കുക. ആൻഡ് നോൺ എസെൻഷ്യൽ നമുക്ക് ചില പേര് അറിയാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു എസെൻഷ്യൽ അമിനോ ആസിഡ്. ദേ ആർ ലൈസിൻ, leucine, isoleucine, isoleucine. Okay, then valine, threonine, methionine. കാണുന്നില്ലേ? ലൈസിൻ, ലൂസിൻ, ഐസോലൂസിൻ, valine, threonine, methionine, then histidine.
how much? 1, 2, 3, 4, 5, 6, 7. Okay. ഇനി ഇതിലേക്ക് like sometimes we also add tryptophan കൂടെ ആഡ് ചെയ്യാറുണ്ട്. Okay, tryptophan. ആൻഡ് ഫീനൈൽ ആൽനിൻ ഓൾസോ സംടൈംസ് ഒരു സെമി എസെൻഷ്യൽ എന്ന രീതിയിലാണ് പറയാം ഓൾമോസ്റ്റ് ലൈക്ക് ഫിനൈൽ ആൽനിൻ എല്ലാം. ബട്ട് സംടൈംസ് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ഹിയർ. ഓക്കെ, ഫിനൈൽ ആൽനിൻ അതുകൂടി പറയാം. Earlier case it was lysine, leucine, isoleucine, valine, methionine, threonine, histidine. Okay, then tryptophan അതുപോലെ ഫീനൈൽ ആൽനിൻ ഇതെല്ലാം സെമി എസെൻഷ്യൽ ആയിരുന്നു. ബട്ട് ഹിയർ ഇൻ ദിസ് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ വി ക്യാൻ ഇൻക്ലൂഡ് ദം ഓൾസോ ഇൻ എസെൻഷ്യൽ അമിനോ ആസിഡ്. ഇതെല്ലാം നമ്മൾ ഡയറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യണം. അതായത് നമ്മൾ ലൂസിൻ, ഐസൊലൂസിൻ, ഹിസ്റ്റിഡിൻ എല്ലാം ഉള്ള അമിനോ ആസിഡ്സ് ഉള്ള ഫുഡ് നമ്മൾ കഴിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതെല്ലാം കിട്ടുന്നുള്ളൂ. ഓക്കെ, ആൻഡ് റെസ്റ്റ് ഓഫ് ദം നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് അതിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ നേരത്തെ പഠിച്ച ഗ്ലൈസിൻ, അലനിൻ, സെറിൻ. Okay, then നമ്മൾ എന്തൊക്കെ പഠിച്ചു about the acids are there like glutamate, then arsenic acid. Okay, ഇതെല്ലാം ഇതെല്ലാം നോൺ എസെൻഷ്യൽ ആണ്. ഓക്കെ, അത് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാടുണ്ട്. വി ഡോണ്ട് വാണ്ട് മേക്ക് ഇറ്റ് ഗെറ്റ് കോംപ്ലിക്കേറ്റഡ്. സോ അറ്റ്ലീസ്റ്റ് ലേൺ these essential amino acid: lysine, leucine, isoleucine, valine, threonine, methionine, histidine, tryptophan and phenylalanine. Okay, so that's all about the proteins കുറിച്ച് നമ്മൾ ഏകദേശം ഇത്ര പഠിച്ചാൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ദ പോളിസാക്കറൈഡ് വെച്ച് നമ്മൾ പറയണം. ഓക്കെ, പോളിസാക്കറൈഡ്. The acid insoluble pellet also has polysaccharide as another class of macromolecules. Polysaccharides are long chains of sugars. They are threads containing different monosaccharides and as building blocks. Monosaccharides വെച്ച് ബിൽഡപ്പ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോളിസാക്കറൈഡ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഫിഗർ നോക്കൂ. ഇറ്റ്സ് എ പോർഷൻ ഓഫ് ഗ്ലൈക്കജൻ. ഓക്കെ, ഗ്ലൈക്കജനിൽ ഒരു സിംഗിൾ ഇത്ര എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് വാട്ട് ഒരു ഗ്ലൂക്കോസ് സ്ട്രക്ചറാണ്. ഓക്കെ, ഗ്ലൂക്കോസ് സ്ട്രക്ചറിൻ്റെ പോളിമർ പോലെയാണ് എന്താ ഗ്ലൈക്കോജൻ ഫോം ചെയ്യുന്നത്. സോ ഇവിടെ അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് മാത്രം പഠിച്ചാൽ മതി. സെല്ലുലോസ്, ഹിയർ ലുക്ക് അറ്റ് ദിസ്. Cellulose is a polymeric polysaccharide consisting of only one type of monosaccharide called glucose. Cellulose is a homopolymer. Starch is a variant of this present as a store of energy in plants. Animals have another variant called glycogen. Okay, inulin is a polymer of fructose and polysaccharide chain and in the reducing end and non-reducing end, left and non-reducing end. ഇനി എന്താണെന്ന് വെച്ചാൽ സോ ഇവിടെ പറഞ്ഞ ഹിയർ ലുക്ക് അറ്റ് ദിസ്. സെല്ലുലോസ് നമ്മൾ നേരത്തെ പഠിച്ചു. ഗ്ലൂക്കോസും സെല്ലുലോസും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഗ്ലൂക്കോസ് ആൻഡ് സെല്ലുലോസ് ടോട്ടലി ഡിഫറെൻറ്റ്. ബട്ട് സെല്ലുലോസ് ഉണ്ടല്ലോ, സെല്ലുലോസ് എവിടെ കാണുന്നത്? സെല്ലുലോസ് ആർ സീൻ ഇൻ പ്ലാന്റ്സ്, റൈറ്റ്? സെല്ലുലോസിക് സെൽ വാൾ പ്ലാന്റ്സ്. ആനിമൽസിൽ സെല്ലുലോസ് ആർ നോട്ട് പ്രസൻറ്റ്. അതുകൊണ്ട് തന്നെ സെല്ലുലോസ് നമ്മൾ ഒരുപാട് ഡൈജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഹിയർ. So what I'm saying is that cellulose നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല. Cellulose consists of only one type of monosaccharide. What? The glucose. സെല്ലുലോസിനകത്ത് ഗ്ലൂക്കോസിൻ്റെ ഹോമോ പോളിമർ, അത് ഗ്ലൂക്കോസ് മാത്രമാണ് എന്തിനാണ് സെല്ലുലോസിൽ. സോ ഇറ്റ് ഇസ് കോൾഡ് എ ഹോമോ പോളിമർ. സെല്ലുലോസ് ഇസ് എ ഹോമോ പോളിമർ ഓഫ് വാട്ട്? ഗ്ലൂക്കോസ്. സ്റ്റാർച്ച് ഇസ് എ വേരിയൻറ്റ് ഓഫ് ഇറ്റ്. സ്റ്റാർച്ചും ഒരു ഹോമോ പോളിമർ തന്നെയാണ് എന്തിൻ്റെ ഗ്ലൂക്കോസിൻ്റെ, ബട്ട് എ വേരിയൻറ്റ് ഓഫ് ഇറ്റ്. ഓക്കെ, ആൻഡ് സ്റ്റാർച്ച് ഇസ് എ സ്റ്റോർ ഹൗസ് ഓഫ് എനർജി ഇൻ പ്ലാന്റ് ടിഷ്യൂ. പ്ലാന്റ് ടിഷ്യൂവിൽ സ്റ്റോർ ഹൗസ് ഓഫ് എനർജി ഇസ് സ്റ്റാർച്ച്. Animals have another variant called glycogen. Glycogen ആണ് ഹ്യൂമൻസിൽ സ്റ്റോർ ഹൗസ്. ഓക്കെ, glycogen. And inulin is a polymer of fructose. Inulin is a polymer of fructose. Okay, in a polysaccharide chain, glycogen chain എടുത്താൽ അതിലെന്ത് ഒരു റൈറ്റ് എൻഡ് ഉണ്ട്. ഇങ്ങനെ വലിയ നീണ്ട ചെയിൻ ആയിരിക്കും റൈറ്റ് എൻഡ്. ഓക്കെ, റൈറ്റ് എൻഡ് ഇസ് വാട്ട്? ഇത് മനസ്സിലാവും, ജസ്റ്റ് ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. ഓക്കെ, റൈറ്റ് എൻഡ് ഇറ്റ് ഇസ് വാട്ട്? ഇറ്റ് ഇസ് ദ റെഡ്യൂസിങ് എൻഡ്. RR, right reducing. Right reducing. And the left is non-reducing. Okay, ഇതിലേക്ക് ഞാൻ വീണ്ടും വരാം. Starch forms. It has branches as shown in the form of a cartoon. ഇവിടെ നോക്കൂ,
starch forms helical secondary structures. In fact, starch can hold iodine molecules in the helical portion. നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്നു, സ്കൂളിൽ നമ്മൾ ചെയ്തിരുന്നു എന്താ, സ്റ്റാർച്ച്, ഒരു പൊട്ടറ്റോ സ്റ്റാർച്ചിലേക്ക് നമ്മൾ അയഡിൻ സൊല്യൂഷൻ ഒഴിച്ചപ്പോൾ ഇറ്റ് ബിക്കെയിം ബ്ലൂ ബ്ലാക്ക് ഇൻ കളർ. ഹൗ ഡിഡ് ബിക്കം? ബിക്കോസ് സ്റ്റാർച്ചിൻ്റെ സ്ട്രക്ചർ നോക്കൂ, സ്റ്റാർച്ച് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഇവിടെ എവിടെയെങ്കിലും ലൈക്ക് ഒരു അയഡിൻ മോളിക്യൂൾ ഇവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ഇവിടെ എല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് ഇതിനെന്ത് പറ്റുന്നത്, ദാറ്റ് ബ്ലൂ ബ്ലാക്ക് കളർ കിട്ടുന്നത്. ഓക്കെ, സോ starch iodine is blue in color. Cellulose does not contain clomys helixes and cannot hold I2. ഓക്കെ, അപ്പോൾ പ്ലാന്റ്സിനകത്ത് എന്ത് ചെയ്യുക, സെല്ലുലോസ് ആകുന്നത് കൊണ്ട് തന്നെ, സ്റ്റാർച്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ ദേ ആർ നോൺ ബ്രാഞ്ച് സ്ട്രക്ചർ, റൈറ്റ്? നോൺ ബ്രാഞ്ച് സ്ട്രക്ചറാണ് ഇൻ ദ സെല്ലുലോസ്. സോ വാട്ട് ഹാപ്പൻസ് ദർ അയഡിനെ ഹോൾഡ് ചെയ്യാൻ സാധിക്കില്ല. സോ എന്ത് പറ്റുന്നു, ഇൻ ദോസ് കേസസ് അയഡിനെ ഹോൾഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സെല്ലുലോസ് ഡസ് നോട്ട് ഷോ ദ ബ്ലൂ ബ്ലാക്ക് കളർ. Starch shows iodine കൂടെ starch shows blue black color, but cellulose does not show the blue black color. Okay, ഇതാണ് നമ്മൾ എന്താ പറ്റി പറഞ്ഞത്, the lipids അല്ല കാർബോഹൈഡ്രേറ്റ്സിനെ വെച്ച് പറഞ്ഞത്. Now plant cellulose are made up of cellulose. Paper made from the plant pulp and cotton fiber is cellulosic. They are more complex polysaccharide in nature. അടുത്ത കുറച്ച് കോംപ്ലക്സ് പോളിസാക്കറൈഡിൻ്റെ പേര് പറയാൻ പോവാണ്. കോംപ്ലക്സ് പോളിസാക്കറൈഡ് എന്തൊക്കെ ഹിയർ നോക്കൂ, ഗ്ലൂക്കോസമൈൻ, അതുപോലെ N-acetyl galactosamine, N-acetyl glucosamine ഉണ്ട്, N-acetyl galactosamine ഉണ്ട്. ഇവയെല്ലാം ദേ ഫോം വാട്ട്, കൈറ്റിൻ. നമ്മൾ പറഞ്ഞു കൈറ്റിൻ, എവിടെ നമ്മൾ പറഞ്ഞു കൈറ്റിനെ കുറിച്ച് പറഞ്ഞത് എവിടാ മക്കളെ, ഇൻ ആർത്രപോഡ്സ് ദ എക്സോസ്കെലിറ്റൺ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിനസ് എക്സോസ്കെലിറ്റൺ. ഓക്കെ, കൈറ്റിൻ. അതുപോലെ ഫംഗൽ സെൽ വാൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ പ്ലസ് പോളിസാക്കറൈഡ്. കൈറ്റിൻ ഇസ് കോൾഡ് ദ ഫംഗൽ സെല്ലുലോസ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഈ കൈറ്റിൻ്റെ സ്ട്രക്ചർ എന്താ, ഇവിടെയാണ് നമ്മൾ പഠിക്കുന്നത്, ഇവിടെയാണ് നമ്മൾ ബയോമോളിക്യൂൾസ് പഠിക്കുന്നത്. ഓക്കെ, ദ കൈറ്റിൻ, എന്തുകൊണ്ട് കൈറ്റിൻ വ്യത്യസ്തമായി നിൽക്കുന്നു, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് സ്ട്രക്ചർ. അതിൻ്റെ ഹോമോപോളിമർ, നോട്ട് ഹോമോപോളിമർ, ഇറ്റ്സ് എ ഹെട്രോപോളിമർ ഓഫ് ഗ്ലൂക്കോസ് അമിനോ N-acetyl glucosamine or N-acetyl galactosamine. ഇതിനെല്ലാം ഒരു ഹെട്രോപോളിമറാണ് വാട്ട്, ദ കൈറ്റിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫംഗൽ സെല്ലുലോസ്. ഓക്കെ, സോ വി ജസ്റ്റ് കോറിലേറ്റഡ് ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ്. അവിടെയുള്ള ആനിമൽ കിങ്ഡം, അതുപോലെ മുമ്പുള്ള ഫംഗസ്, ഇതിനെ നമ്മൾ ഇവിടെ ബയോമോളിക്യൂൾസ് വെച്ച് ഒന്ന് ലിങ്ക് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. ദിസ് ഈസ് ഓൾ അബൌട്ട് ബയോളജി, എക്സ്ട്രീം കണക്ഷൻസ് ആൻഡ് എക്സ്ട്രീം ലിങ്കേഴ്സ്. ഓക്കെ, എല്ലാം ലിങ്ക് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഈസി ആയി തന്നെ പോകാം. ദാറ്റ്സ് വൈ വി ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ഒരു ഓർഡറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത്, അതുകൊണ്ട് തന്നെയാണ്. സോ നമുക്കത് എക്സോസ്കെലിറ്റൺ ഓഫ് ആർത്രോപോഡ്സ് വീണ്ടും പറഞ്ഞു, ഹാവ് എ കോംപ്ലക്സ് പോളിസാക്കറൈഡ് കോൾഡ് chitin. These complex polysaccharide are mostly homopolymers. Okay, it's a homopolymer of chitin. Complex polysaccharide are mostly homopolymers. Okay, chitin is a homopolymer of N-acetyl galactosamine and N-acetyl glucosamine. Understood? So അതാണ് നമുക്ക് എന്ത് പറയാനുള്ളത്, പോളിസാക്കറിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, പോളിസാക്കറിൻ നമ്മൾ എന്ത് പറഞ്ഞു, ലോങ് ചെയിൻസ് ആണ്, ഷുഗേഴ്സ് ഉണ്ട്, ദേ ആർ ത്രെഡ്സ്. ഫോർ എക്സാമ്പിൾ സെല്ലുലോസ് ഇസ് എ പോളിമറിക് പോളിസാക്കറൈഡ് കൺസിസ്റ്റ് ഓഫ് ഓൺലി one type of monosaccharide. സെല്ലുലോസിനെ കുറിച്ച് പറഞ്ഞു. സെല്ലുലോസും സ്റ്റാർച്ചും വ്യത്യാസം എന്താ, സ്റ്റാർച്ച് ഇറ്റ് ഹാസ് ബ്രാഞ്ചസ്, സെല്ലുലോസിനകത്ത് ബ്രാഞ്ചസ് ഇല്ല, സെല്ലുലോസിനകത്ത് ബ്രാഞ്ചസ് ഇല്ല. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇതിനകത്ത്. പിന്നെ അടുത്ത ഒരു ലെഫ്റ്റ് എൻഡ്, ഇറ്റ്സ് എ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് റെഡ്യൂസിങ്, ലെഫ്റ്റ് നോൺ റെഡ്യൂസിങ്, ഈ രണ്ട് എൻഡ്സും നമ്മൾ പറഞ്ഞു. എന്നിട്ട് എന്താ പറയുന്നത്, സ്റ്റാർച്ച് ക്യാൻ ഹോൾഡ് I2 മോളിക്യൂൾസ് എന്നും പറഞ്ഞു. അതുകൊണ്ടാണ് ബിക്കോസ് ഓഫ് ദീസ് ബ്രാഞ്ചസ് ഉണ്ടായതുകൊണ്ട് തന്നെ സ്റ്റാർച്ച് ക്യാൻ ഹോൾഡ് I2 മോളിക്യൂൾസ് ആൻഡ് സെല്ലുലോസ് കാൺട്ട്. Plant cell walls are made up of cellulose and paper made from plant pulp and cotton fibers are cellulosic in nature. Next, nucleic acid കുറിച്ച് പറയാണ്. ന്യൂക്ലിക് ആസിഡിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിലായി കുറച്ച് മുമ്പ് പറഞ്ഞു. Now, other type of macromolecule that would find in the acid insoluble fraction of any living tissue is the nucleic acid. These are polynucleotide. Nucleotide arrange ചെയ്ത് വെച്ചതാണ് നമ്മൾ nucleic acid എന്ന് പറയാം. Together with polysaccharides and polypeptides, these comprise a true macromolecular fraction. Nucleic acid building block is nucleotide ആണ് building block. നമ്മൾ നേരത്തെ പറഞ്ഞു ലൈക്ക് ഷുഗേഴ്സിൻ്റെ ആകുമ്പോൾ ഗ്ലൂക്കോസും ഫ്രക്ടോസൊക്കെയാണ് ബിൽഡിംഗ് ബ്ലോക്സ്. എ ന്യൂക്ലിയോടൈഡ് ഹാസ് 3 കെമിക്കൽ ഡിസ്റ്റിങ് കമ്പോണൻസ്. ഏതൊക്കെ നമ്മൾ പറഞ്ഞു, ഒരു ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്, ഓക്കെ, ദാറ്റ് മീൻസ് എ നൈട്രജൻ ബേസ്. സെക്കൻഡ് ഇസ് എ മോണോസാക്രൈഡ് ആൻഡ് തേർഡ് ഇസ് എ ഫോസ്ഫോറിക് ആസിഡ്. ഒരു നൈട്രജൻ ബേസ് ഉണ്ട്, ഓക്കെ, നൈട്രജൻ ബേസ്, ഒരു നൈട്രജൻ ബേസ്, ഇവിടെ ഒരു ഷുഗർ കണക്ട് ചെയ്യുന്നു ആൻഡ് ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇതാണ് ബേസിക്കലി എ ന്യൂക്ലിയോടൈഡ് എന്ന് വെച്ചാൽ. നൗ നമ്മൾ പറഞ്ഞു അഡനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ ആൻഡ് തൈമിൻ ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ പ്യൂരിൻസ് ആൻഡ് പിരിമിഡിൻസ്. പ്യൂരിൻ കൺസിസ്റ്റ് ഓഫ് ഡബിൾ റിങ്സ്. ഡബിൾ റിംഗ് സ്ട്രക്ചർ ആയിരിക്കും എന്ത്, പ്യൂരിൻ. പിരിമിഡിൻ കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ റിംഗ്.
Okay, so understood about nucleotides, right? Clarity കുറവുണ്ടോ? I guess not, right? Clarity കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. All right. So adenine and guanine are substituted purines while rest of them are pyrimidine. Purines എന്ന് വെച്ചാൽ ഡബിൾ റിംഗ് ഉള്ളത്, they are adenine and guanine. Adenine and guanine or what? Double ringed pyrimidine, sorry, purines. എന്നാൽ ബാക്കിയുള്ളതെല്ലാം അഡനിൻ ഗുവാനിൻ കഴിഞ്ഞാൽ ആരൊക്കെയുണ്ട്? സൈറ്റോസിൻ, യുറാസിൽ, തൈമിഡിൻ. സൈറ്റോസിൻ, യുറാസിൽ, തൈമിഡിൻ ഇതെല്ലാം വാട്ട്? പിരമിഡിൻ. സിംഗിൾ റിംഗ് ആയിരിക്കും ഉണ്ടാക്കുക. ഓക്കെ, സോ ഡബിൾ റിംഗ് ഉള്ള പ്യൂരിൻ ഏതൊക്കെ? അഡനിൻ ഉണ്ട്, ഗ്വാനിൻ ഉണ്ട്. എന്നാൽ സിംഗിൾ റിംഗ് ഉള്ളത് ദേ ആർ വാട്ട്? CUT, സൈറ്റോസിൻ, യുറാസിൽ ആൻഡ് തൈമിഡിൻ. നൗ purine and pyrimidine. The sugar found in polynucleotide is either ribose or 2-deoxyribose. റൈബോസ് ആണെങ്കിൽ നമ്മൾ ഇതിനെ RNA എന്ന് വിളിക്കുന്നു. ഡിയോക്സിറൈബോസ് ആണെങ്കിൽ നമ്മൾ അതിനെ DNA എന്ന് വിളിക്കുന്നു. ഓക്കെ, റൈബോസും ഡിയോക്സിറൈബോസും വ്യത്യാസം എന്താ? ഹിയർ യു ക്യാൻ സി. ഇവിടെ നോക്കൂ, ഹിയർ റൈബോസ്, ദി സ്ട്രക്ചർ. റൈബോസിൽ 2-deoxyribose, അതായത് ഈ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഈ ഹൈഡ്രജന് പകരം ഈ ഓക്സിജൻ ഇവിടുന്ന് പോകുന്നു. ഓക്കെ, ഡിയോക്സിറൈബോസ്. ഡിയോക്സിറൈബോസ് കോസ് DNA, ന്യൂക്ലിക് ആസിഡ്. റൈബോസ് ആണെങ്കിൽ RNA, റൈബോന്യൂക്ലിക് ആസിഡ്. ഈ ഓക്സിജൻ പോയാൽ ഇറ്റ് വുഡ് ബി ഡിയോക്സിറൈബോന്യൂക്ലിക് ആസിഡ്. അണ്ടർസ്റ്റുഡ് വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ DNA and RNA? സോ ബാക്ക് ടു ദ nucleic acid containing deoxyribose is called DNA, while that ribose is called RNA. Okay, this is nucleic acid basically. Now on to the structure of proteins. Proteins in a structure would be then into enzymes and the chapter is over. Okay, so look at this. Proteins, as mentioned earlier, heteropolymers containing strings of amino acid. Structure of molecules എല്ലാം വ്യത്യാസമാണ്. ഇനോർഗാനിക് കെമിസ്ട്രി ആണെങ്കിൽ നമ്മൾ NaCl, MgCl2 അങ്ങനെ ബോണ്ട് വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഓർഗാനിക് കെമിസ്ട്രി ആണെങ്കിൽ ഒരു 2-dimensional വ്യൂ മാത്രം നോക്കിയിട്ട് ഒരു കാര്യമില്ല, ബിക്കോസ് ദീസ് ആർ ലൈക്ക് macro molecules. Okay, proteins are very big structure. നമുക്കറിയാം more than 10,000 daltons of molecular weights are present. Okay, for proteins, polysaccharides എല്ലാം എന്താ, they have 10,000 plus daltons of molecular weight, right? So here the sequence of amino acid, that positional information in a protein, which is the first amino acid, which is the second, and it's called the primary structure. Primary structure എന്താ കാണാൻ പറ്റും? Primary structure gives what? Gives the sequence of amino acid അല്ലെങ്കിൽ the positional information. The primary structure gives the sequence of amino acid and the positional information of an amino acid in a protein. Okay, that's the primary structure of a protein. That would be linear. നമ്മൾ ഇത്ര നേരം linear ആക്കി എഴുതേണ്ടതായിരുന്നു. That would be linear. Protein is imagined as a line. The left end represented by the first amino acid and right end represented by the last amino acid. Here. Oh, what happened? Screen struck ആയല്ലോ. Okay. Here, primary. നോക്കൂ, primary ഒരു ലൈൻ പോലെ. Secondary ആകുമ്പോൾ എന്താ, first amino acid is called the N-terminal amino acid. Okay, first amino acid is called, very important. What is the N-terminal? First amino acid, that means left side ഏറ്റവും first ആണ് N-terminal amino acid. And the last amino acid right side that's the T-terminal amino acid. Okay? Now, ഇതാണ് primary structure. ഈ primary structure എന്ത് പറ്റുന്നു, കുറച്ച് what a little more interaction സംഭവിക്കുന്നു. Primary structure like ഇങ്ങനത്തെ സിംഗിൾ ലൈൻ. ഓക്കെ, ഇങ്ങനത്തെ ഓക്കെ ഒരു സിംഗിൾ ലൈൻ, ഇതാണ് പ്രൈമറി സ്ട്രക്ചർ. ഇതിവിടെ ഇവിടെയും ഒരു ചെറിയൊരു കണക്ഷൻ വരുന്നു, ഒരു ലിങ്കേജ് വരുന്നു. അല്ലെങ്കിൽ ഇതുപോലെ മറ്റൊരു ഓക്കെ, ഇത് മറ്റൊരു ലൈൻ, ഇത് രണ്ടും തമ്മിൽ ചെറിയ കണക്ഷൻ വരുന്നു എങ്കിൽ ദാറ്റ്സ് കോൾഡ് വാട്ട്? സെക്കൻഡറി സ്ട്രക്ചർ. Secondary structure, 2 types of secondary structures are seen. They are called alpha helix and beta pleated sheet. Okay, alpha helix and beta pleated. Alpha helix mean in a revolving staircase. DNA പോലെയല്ല, ജസ്റ്റ് റിവോൾവിങ്, ഇങ്ങനെ മാത്രം ഒരു സ്പൈറൽ ഫോം. ഓക്കെ, സ്പൈറൽ ഫോം. ഇങ്ങനെ നോക്കൂ, കുറച്ച് ക്രിയേറ്റീവ് ആവും നോക്കട്ടെ. ഓക്കെ, സ്പൈറൽ ഫോം, ഇതാണ് ആൽഫ ഹെലിക്സ്. എന്നാൽ ബീറ്റാ പ്ലേറ്റഡ് ഞാൻ പറഞ്ഞതുപോലെ ഹിയർ ലൈക്ക് ബീറ്റാ പ്ലേറ്റഡ് would be the small type of interaction, bond interaction. This is beta pleated. This is alpha helix and beta pleated structure. These are the secondary structure. Okay, proteins ആണെങ്കിൽ there will be only
only right-handed helices are only observed. Right-handed helix. അതായത് പറഞ്ഞു കണ്ടോ ഇതുപോലെ റൈറ്റ് സൈഡിലൂടെ ഇങ്ങനെ ആയിരിക്കും പോകേണ്ടായിരിക്കും. ഞാൻ ഇങ്ങനെ മിറർ കാണിക്കുന്നു, എനിക്ക് തോന്നുന്നു it would create some situation. So just focus on this thing, okay? This thing. This is the what? Right-handed helix. Other regions of protein are folded into other forms, what is called a secondary structure. In addition, long protein chain is also folded up on itself like a hollow woolen ball. Tertiary structure നോക്കൂ തൊട്ട് താഴെ ഹൈഡ്രജൻ ഡൈസൾഫൈഡ് ബോണ്ട്, ഹൈഡ്രജൻ ആൻഡ് ഡൈസൾഫൈഡ് ബോണ്ട്സ് ആർ പ്രസന്റ്. അതായത് നമ്മൾ ഇത്രയേറെ പറഞ്ഞ എന്താ, ഒരു ഇങ്ങനെ പോകുന്ന ഒരു ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ. അതുപോലെ ലൈക്ക് ബീറ്റ പ്ലേറ്റഡ് സം ലൈക്ക് ഇൻട്രാക്ഷൻസ് ആർ ഓൾസോ പ്രസന്റ്. നെക്സ്റ്റ് എക്സ്റ്റെൻസീവ് ഇൻട്രാക്ഷൻസ് ആർ പ്രസന്റ്. ഇങ്ങനെ സംഭവം ഒരു പേപ്പർ ബോൾ, ഒരു പേപ്പർ നമ്മൾ ചുരുട്ടി ഒരു ബോളാക്കി മാറ്റി. നൗ ഇറ്റ്സ് എ ടേഴ്ഷ്യറി സ്ട്രക്ചർ. ഒരുപാട് ഇൻ്റർ കണക്ഷൻസ് വരാം. ഇറ്റ്സ് എ ബോൾ റൈറ്റ്, നമുക്കറിയാം സ്ഫെറിക്കൽ സ്ട്രക്ചർ. സ്ഫെറിക്കൽ ആകുമ്പോൾ ഒരുപാട് ഇൻ്റർ റിലേഷൻസ് ഉണ്ടാവും. ഓക്കെ, തലങ്ങും വിലങ്ങും ഇൻട്രാക്ഷൻസ് ബോൺസ് എല്ലാം ഫോം ചെയ്യുന്നു. ഡൈസൾഫൈഡ് ബോൺസ്, ഓക്കെ, ഡൈസൾഫൈഡ് ബോൺസ് ഫോം ചെയ്യുന്നു. സോ ദാറ്റ്സ് വാട്ട് വി കോൾ എ ടേഴ്ഷ്യറി സ്ട്രക്ചർ. Tertiary structure gives a three-dimensional view of a protein. A three-dimensional view of protein. Tertiary structure is absolutely necessary for many biological activities of protein. Okay, the most important structure is the tertiary structure. Tertiary structure ആണ് like absolutely necessary for many biological protein. നിങ്ങൾ മയോഗ്ലോബിൻ കേട്ടിട്ടുണ്ടോ? മയോഗ്ലോബിൻ present in the muscles. Okay, മയോഗ്ലോബിൻ എല്ലാം most functionally ആയി നിൽക്കുന്നത് tertiary structure ആയിരിക്കുമ്പോഴാണ്. I like a ball. Okay, more interactions and disulfide bonds വരുമ്പോഴാണ് there will be like maximum interactions എല്ലാം നിൽക്കുന്നത് അതുകൊണ്ടാണ്. Okay, now some proteins are an assembly of more than one polypeptide or subunits. The manner in which these individual folded polyproteins are arranged with respect to each other. Quaternary structure അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞിട്ട് നല്ലത്, ഏറ്റവും സിമ്പിളായി പറയാം. ലൈക്ക് ഇവിടെ ചുരുട്ടാൻ സംഭവമൊന്നുമില്ലല്ലോ. എങ്ങനെ പറയുന്നു വെച്ചാൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. വെയിറ്റ് എ സെക്കൻഡ്. ഞാൻ സിമ്പിളായി പറഞ്ഞുതരാം. ഇറ്റ്സ് എ പ്രിമിറ്റീവ് മെത്തേഡ്. ലൈക്ക് എൻ്റെ ടീച്ചേഴ്സ് എന്നെ ഇങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ സെയിം മെത്തേഡ് ഞാൻ യൂസ് ചെയ്യാണ്. കാലചക്രം കറങ്ങുന്നു. ഓക്കെ, ഓക്കെ, നമ്മൾ പറയുമ്പോൾ എന്താ, ഇറ്റ്സ് എ ക്വാട്ടർണറി സ്ട്രക്ചർ. ഓക്കെ, ക്വാട്ടർണറി സ്ട്രക്ചർ. ഓക്കെ, സോ four paper bits. ഇതിന് ഞാൻ നിന്നു, ഇത് ഒരു പ്ലേറ്റ് പോലെ, ഒരു പ്രോട്ടീൻ പോലെ വിചാരിച്ചോളൂ, ഒരു പ്രോട്ടീൻ. ഓക്കെ, ഇതിന് ഞാൻ ഒരു ബോളാക്കി മാറ്റി. നൗ വാട്ട് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ഇറ്റ് ഈസ്? ഇറ്റ്സ് എ ടേഴ്ഷ്യറി സ്ട്രക്ചർ. ഓക്കെ, ഇങ്ങനെ ഞാൻ ഒരു 4 ടേഴ്ഷ്യറി സ്ട്രക്ചേഴ്സ് എടുത്തു. ഓക്കെ, ഞാൻ വീണ്ടും കുറച്ചുകൂടി ഡീറ്റെയിൽ ആക്കി പറഞ്ഞുതരാം. ഓക്കെ, 4 ടേഴ്ഷ്യറി സ്ട്രക്ചേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഐ സൂം മൈ സെൽഫ്. ഹിയർ 4 പേപ്പർ ബോൾസ്. 1 2 3 4 4 പേപ്പർ ബോൾസ്, റൈറ്റ്? ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്, കാണുന്നില്ലേ? ഫോർ പേപ്പർ ബോൾസ്. ഇതെല്ലാം എന്താ? ദീസ് ആർ ഓൾ ടേഴ്ഷ്യറി സ്ട്രക്ചേഴ്സ്. ഓക്കെ, ടേഴ്ഷ്യറി സ്ട്രക്ചേഴ്സ്. നൗ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് മറ്റൊരു പ്രോട്ടീൻ, വലിയൊരു പ്രോട്ടീൻ, റൈറ്റ്? ഈ പ്രോട്ടീനകത്ത് ഇതകത്തേക്ക് വെക്കുന്നു. ദാറ്റ് മീൻസ് എല്ലാ ടേഴ്ഷ്യറി പ്രോട്ടീൻസിനെയും ഞാൻ ഒരു പേപ്പറിനകത്തേക്ക് വെച്ചു. പേപ്പറിനകത്തേക്ക് വെച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? ഇതിന് മൊത്തത്തിൽ ഇങ്ങനെ മടക്കി ഇങ്ങനെ വീണ്ടും ഒരു ടേഴ്ഷ്യറി സ്ട്രക്ചർ ഉണ്ടാക്കി. ദാറ്റ് മീൻസ് ടേഴ്ഷ്യറി സ്ട്രക്ചറിനകത്തൊരു ടേഴ്ഷ്യറി സ്ട്രക്ചർ. ടേഴ്ഷ്യറി എന്ന് വിളിക്കാൻ പറ്റുമോ? നമുക്ക് ഇല്ല. സോ വി കോൾ ദം ആസ് ക്വാട്ടർണറി സ്ട്രക്ചർ. അണ്ടർസ്റ്റാൻഡ്? ദിസ് ഇസ് വാട്ട് വി കോൾ എ ക്വാട്ടർണറി സ്ട്രക്ചർ. അതായത് ഒരുപാട് ടേഴ്ഷ്യറി സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഈ ടേഴ്ഷ്യറി സ്ട്രക്ചേഴ്സ് എല്ലാം ഇൻസൈഡ് അനദർ സ്ട്രക്ചർ. ഈ ടേഴ്ഷ്യറി സ്ട്രക്ചർ തമ്മിൽ ഇൻട്രാക്ഷൻ വരുന്നു. ഈ 2 ബോൾസ് തമ്മിൽ ഇൻട്രാക്ഷൻ വരുന്നു, ഇത് തമ്മിൽ ഇൻട്രാക്ഷൻ വരുന്നു. ഇതെല്ലാം ഇൻട്രാക്ഷൻ സംഭവിച്ച് അനദർ ഒരു ഫോം ഓഫ് tertiary structure form ചെയ്യുന്നു. This is what we call a quaternary structure. Understood, right? മനസ്സിലായോ? This is the quaternary structure. It's a basic thing. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല 100% ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു അന്ന്. So this is what we call a quaternary structure. And that finishes our what? നമുക്ക് കുറച്ച് എക്സാമ്പിൾ വെച്ച് പറയാം. ഓക്കെ, എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ 2 subunits of alpha type, so beta type. This is alpha. Okay,
ഈ 2 സബ് യൂണിറ്റാണ് ആൽഫ ടൈപ്പ്. ഇത് 2 സബ് യൂണിറ്റാണ് ബീറ്റ ടൈപ്പ്. ഓക്കെ, ആൽഫ ഇത് എന്താ ടേർഷ്യറി സ്ട്രക്ചറാണ്, ടേർഷ്യറി സ്ട്രക്ചർ ഓഫ് ആൽഫ സബ് യൂണിറ്റ്. ഇതും ടേർഷ്യറി സ്ട്രക്ചർ ഓഫ് ആൽഫ സബ് യൂണിറ്റ്. ഇത് രണ്ടും ടേർഷ്യറി സ്ട്രക്ചർ ഓഫ് ബീറ്റ സബ് യൂണിറ്റ്. ഓക്കെ, ഇതെല്ലാം ഞാൻ അനദർ പ്രോട്ടീനകത്ത് വെച്ചു. നൗ ദിസ് ഇസ് കോൾഡ് ഹീമോഗ്ലോബിൻ. Hemoglobin consists of 2 alpha subunit and 2 beta subunit. Both are of tertiary structure, and together the hemoglobin causes what? The quaternary structure. Okay, I hope are clear about it. Okay, so any doubts undo? Okay, this become very interesting then. ഈ ഹീമോഗ്ലോബിൻ പറഞ്ഞപ്പോൾ സോ നോക്കൂ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ആർക്കെങ്കിലും? Here you go. So now here hence 2 subunits of alpha subunit here. Alpha subunit, alpha type, and 2 subunits of beta type together constitute the human hemoglobin. Human hemoglobin le 2 alpha and 2 beta subunits are present. So any doubts? ഇതല്ലെങ്കിൽ we'll move on to the last session, enzymes. ആരെങ്കിലും ക്ലാസ് എടുക്കുന്ന ആരെങ്കിലും എനി ഡൗട്ട്സ്, എനിത്തിങ് ഡൗട്ട്ഫുൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. എന്തെങ്കിലും ഉണ്ടോ? എനിത്തിങ്? ആരെങ്കിലും ക്ലാസ് കേൾക്കുന്നുണ്ടോ? എനി ഡൗട്ട്സ്? I guess no, right? So let's move on to the next section and the last section of this chapter. Okay, and ഇത് കുറച്ച് വലിയ സെഷനാണ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടു. ഓക്കെ, സോ നോക്കൂ, about enzymes. Almost all enzymes are proteins. Okay, almost all enzymes are protein, and in the exception പറയുന്നത് some nucleic acid that behave like enzymes. Okay, some nucleic acid that behave like enzyme, they are called ribozyme. Ribozymes are the nucleic acid which behave enzyme. ബാക്കി എല്ലാ എൻസൈംസും എന്താ? ബാക്കി എല്ലാ എൻസൈംസ് ആർ പ്രോട്ടീൻസ്. വൺ ക്യാൻ ഡെപ്പിക്റ്റ് ആൻ എൻസൈം ബൈ ലൈൻ ഡയഗ്രാം. ആൻ എൻസൈം ലൈക്ക് എനി പ്രോട്ടീൻ ഹാസ് എ പ്രൈമറി സ്ട്രക്ചർ ഉണ്ട്, അമിനോ ആസിഡ് സീക്വൻസ് ആണ്. പിന്നെ എന്താ സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ട്, ടേർഷ്യറി സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, എൻസൈം നമ്മൾ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി സ്ട്രക്ചർ എല്ലാം നമുക്ക് പറയാൻ പറ്റും എൻസൈം വെച്ചിട്ട്. ഇനി നമുക്ക് നോക്കാം ടേർഷ്യറി സ്ട്രക്ചർ നോക്കുമ്പോൾ ദ ബാക്ക് ബോൺ ഓഫ് ദ പ്രോട്ടീൻ ചെയിൻ itself, the chain crisscrosses itself and hence many crevices and pockets are made. എൻസൈം എന്ന് പറയുമ്പോൾ ഒരു ഇങ്ങനൊരു സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ആക്ച്വലി. ഓക്കെ, ഇതിൻ്റെ ടേർഷ്യറി സ്ട്രക്ചർ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വരുമ്പോൾ സം ക്രെവിസസ് ഓർ ക്രിപ്സ് ആർ സീൻ. ഓക്കെ, എൻസൈംസിൽ ദിസ് ഇസ് എ എൻസൈം. ഓക്കെ, എൻസൈം, ദിസ് ആസ് ആൻ എൻസൈം കം സം എന്താ crevices or pockets can be seen. ഈ these pockets ഇതുപോലെ ഷേപ്പുള്ള this would be the substrate. ഓക്കെ, ഈ സബ്സ്ട്രേറ്റിന് കറക്റ്റ് ഫിറ്റ് ചെയ്യാൻ പാകത്തിലായിരിക്കും ഈ ഒരു എൻസൈമിന് ഇങ്ങനത്തെ ഷേപ്പുള്ള ഓക്കെ ക്യാവിറ്റീസ് ഉള്ളത്, ക്യാവിറ്റീസ് ഓർ പോക്കറ്റ്സ് ഉള്ളത്. ഓക്കെ, ദാറ്റ്സ് വാട്ട് വി കോൾ an enzyme substrate. എൻസൈം സബ്സ്ട്രേറ്റിൻ്റെ പ്രത്യേകത അതാണ്. each enzyme has specific structures for combination of the സബ്സ്ട്രേറ്റ് വന്ന് എൻസൈമിലേക്കാണ് ജോയിൻ ചെയ്യുക. ഓക്കെ, അത് മറക്കരുത്, സബ്സ്ട്രേറ്റ് വന്ന് എൻസൈമിലേക്കാണ് ജോയിൻ ചെയ്യുക. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹിയർ an active site of an enzyme is crevice or pocket into which substrate fits. Enzymes, though their active site, catalyze reaction at high rate. Enzyme catalysts differ from inorganic catalysts in many ways, but one major difference is inorganic catalyst works efficiently at high temperature. Okay, while enzymes get damaged at high temperatures. Okay, 40 degrees Celsius മുകളിൽ enzyme and inorganic enzyme catalyst and inorganic catalyst തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ inorganic catalyst still persists at a high temperature, but enzyme ബയോമോളിക്യൂൾ ആണ് അല്ലേ? ബയോമോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഇറ്റ് വോണ്ട് വർക്ക്, ഇറ്റ് വുഡ് ജസ്റ്റ് ഡീനേച്ചർ ഓർ കോആഗുലേറ്റ് ഇറ്റ്സെൽഫ്. ഓക്കെ, സോ enzymes isolated from organisms who normally live under extreme high temperature. Okay, എല്ലാ എൻസൈംസും ഇതുപോലെ ആവില്ല, ബട്ട് സം മൈക്രോബ്സ് ആർ പ്രസൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ലൈക്ക് തെർമോ അസിഡോഫിൽസ് എല്ലാം പറഞ്ഞു, ഇൻ ആർക്കി ബാക്ടീരിയ. അതിനകത്ത് എൻസൈംസ് ഉണ്ട് ലൈക്ക് തെർമസ്
തെർമസ് അക്വാട്ടിക്കസ് ഉണ്ട്. ഓക്കെ, തെർമസ് അക്വാട്ടിക്കസിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരുപാട് തെർമോഫിലസ് എൻസൈംസ് ഉണ്ട്. ദാറ്റ് തെർമോഫിലസ് എൻസൈംസ് തെർമോഫിലസ് എൻസൈംസ് വുഡ് സ്റ്റിൽ പെർസിസ്റ്റ് ഈവൻ അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ് ഗ്രേറ്റർ ദാൻ 40 degrees Celsius. ഓക്കെ, so they are stable and retain their catalytic property even at high temperatures. Thermal stability is thus an important quality of such enzymes isolated from thermophilic organism. Just basic thing. Next, ഒരു chemical reaction ആയിട്ട് പറയാണ്. Okay, chemical reaction എന്താ? There will be some like normal chemical reaction. അതിലെന്താ? Chemical reaction will be anything. Physical reactions ഉണ്ട്, chemical reactions ഉണ്ട്. Physical reaction we all know, like rotting of apple ചീത്തയാവുന്നത്. ഓക്കെ, ഇത് ഒരു കെമിക്കൽ, ഒരു ഫിസിക്കൽ റിയാക്ഷൻ ആണ്. ബട്ട് ആ ഫിസിക്കൽ റിയാക്ഷനിൽ പോലും എന്തുണ്ട്, ഒരുപാട് അണ്ടർലൈങ് കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്. റസ്റ്റിംഗ് ഓഫ് അയൺ ഇറ്റ്സ് എ കെമിക്കൽ റിയാക്ഷൻ, റൈറ്റ്? കെമിക്കൽ റിയാക്ഷൻ അയണിന് എന്ത് ചെയ്യുന്നു, അയണിന് മറ്റു രീതിയിലുള്ള ബാക്കിയുള്ള എന്ത് ചെയ്യുന്നു, അയൺ റസ്റ്റാക്കി മാറ്റുന്നു. കോപ്പർ അതുപോലെ കോപ്പർ റസ്റ്റ്, ഒരു ഗ്രീൻ കളർ കോപ്പർ റസ്റ്റ് ഇസ് ഫോം, കോപ്പർ റസ്റ്റാക്കി മാറ്റുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ദ മെയിൻ തിങ്. However, when bonds are broken and new bonds are formed during transformation, this will be called a chemical reaction. In an inorganic chemical reaction, similarly, hydrolysis of starch into glucose, starch in a glucose ആക്കി മാറ്റുന്നു. It is also a chemical reaction. Okay, rate of physical or chemical reaction refers to amount of products formed per unit time. Rate is equal to delta P by delta T. It's a small delta. Okay, small delta P. That means rate of formation of products by rate of formation of time. That's what we call the rate. Okay, rate. Now, rate can also be called velocity if the direction is specified. Rates of physical and chemical process, ഇത് നമ്മൾ പഠിക്കുന്ന മെയിനായിട്ട് കെമിസ്ട്രിയിലാണ്. അബൌട്ട് ഇൻ റിയാക്ഷൻ മെക്കാനിസം അതുപോലെ മറ്റു ഒരുപാട് ചാപ്റ്റേഴ്സ് ഇൻ ഇനോർഗാനിക് കെമിസ്ട്രി, അതുപോലെ ഫിസിക്കൽ കെമിസ്ട്രി, അതുപോലെ അതിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് നമ്മൾ പറയുന്നതാണ് ഈ ഒരു കണ്ടീഷൻ. ഓക്കെ, ഒരു ജനറൽ റൂൾ ഓഫ് തം ഇസ് ദാറ്റ് ഇത് നോക്കിക്കോളൂ, ഇത് എല്ലായിടത്തും ആവശ്യം വരുന്നതാണ്. ഒരു കെമിക്കൽ കൈൻഡിക്സ് നമ്മളൊരു ചാപ്റ്റർ ഉണ്ട്, ഇത് അവിടെ ഈ സെയിം കൺസെപ്റ്റ് പറയുന്നുണ്ട്. is that rate doubles or decreases by half for every 10 degrees Celsius change in either direction. 10 degrees Celsius കൂടുമ്പോൾ എന്ത് പറ്റുന്നു, റേറ്റ് ഡബിൾസ്. 10 degrees Celsius കുറയുമ്പോൾ റേറ്റ് ഹാഫ്സ്. ഓക്കെ, സോ ഇത് എല്ലാ കേസിലും ആപ്ലിക്കബിൾ അല്ല, ബട്ട് ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ. ആൻഡ് when enzyme catalyzed reactions are observed, rate would vastly higher than the same but uncatalyzed reaction. നോക്കൂ, CO2 plus water, okay, gives H2CO3 carbonic acid. CO2 plus H2O gives H2CO3 carbonic acid. Here the enzyme is carbonic anhydrase. Suppose carbonic anhydrase എന്ന enzyme ഇല്ല, just carbon dioxide and water and some like physical conditions are being provided. In absence of any enzyme, this reaction is very slow with about 200 molecules of H2CO3 being formed in 1 hour. ഒരു മണിക്കൂർ കൊണ്ട് എത്ര മോളിക്യൂൾസ് ഉണ്ടാകുന്നുള്ളൂ? 1 hour കൊണ്ട്. ഓക്കെ, 1 hour കൊണ്ട് കുറച്ച് ടെമ്പറേച്ചർ അതുപോലെ കുറച്ച് കണ്ടീഷൻ കൊടുത്തതിന് ശേഷം ജസ്റ്റ് 200 മോളിക്യൂൾസ് ആണ്, ജസ്റ്റ് 200 മോളിക്യൂൾസ് ഓഫ് H2CO3 are being formed. ബട്ട് ആ ഒരു കേസിലേക്ക് നമ്മൾ ആരെ ആഡ് ചെയ്തു? കാർബോണിക് അൻഹൈഡ്രേസ് എന്ന ഒരു പ്രോ എൻസൈം, ഒരു അടിപൊളി എൻസൈമിനെ ആഡ് ചെയ്തു. അതിനുശേഷം എന്ത് പറ്റി? 600,000 molecules being formed every second per hour. ഓക്കെ, 1 molecule 200, ഇനി അടുത്ത 1 സെക്കൻഡിനകത്ത് 600,000. നോക്കൂ ദ റേറ്റിൻ്റെ വ്യത്യാസം. ഒരു മണിക്കൂറിൽ 200 മോളിക്യൂൾസ് ഫോം ചെയ്തിട്ട് നിന്നും ഒരു സെക്കൻഡിൽ ഓൾമോസ്റ്റ് 600,000 or 6 lakhs മോളിക്യൂൾസ് ഫോം ചെയ്യുന്ന ഒരു റേറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ജസ്റ്റ് ബൈ ദ യൂസ് ഓഫ് ദിസ് കാർബോണിക് അൻഹൈഡ്രേസ് എൻസൈം. അതാണ് എൻസൈമിൻ്റെ കരുത്ത്, അതാണ് എൻസൈമിൻ്റെ പവർ ആൻഡ് ഫങ്ഷനിങ്. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് ദ എൻസൈമിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത്. എൻസൈം ഹാസ് ആക്സിലറേറ്റ് ദ റിയാക്ഷൻ റേറ്റ് ബൈ അബൌട്ട് 10 million times. Power of enzyme is incredible. Now there are thousands of types of enzymes in the body കാത്തുണ്ട്. Okay, a multi-step chemical reaction when each of the step is carried by same enzyme complex or different enzyme is a metabolic pathway. Metabolic pathway എന്ന് വെച്ചാൽ ഇതാണ്, അതായത് ഒരുപാട് റിയാക്ഷൻസ് ഓക്കർ ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻസൈംസ് ഓർ വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എൻസൈംസ്. ഇതെല്ലാം നടക്കുന്നു ഒരു ബോഡിക്കകത്ത്. ദാറ്റ്സ് വാട്ട് വി കോൾ എ മെറ്റബോളിക് പാത്വേ. ഓക്കെ, മെറ്റബോളിസം ഇറ്റ് കുഡ് ബി എയ്തർ വേ. ആനബോളിസം ആവാം. ആനബോളിസം വെച്ചാൽ സ്മോൾ കോൺസ്റ്റൻറ്റിൽ നിന്നും ബിഗ് കോൺസ്റ്റൻറ്റ് ഉണ്ടാകുന്നത്, അതാണ് ആനബോളിസം. കാറ്റബോളിസം വെച്ചാൽ നേരെ തിരിച്ച്, അതായത് ബിഗ് മോളിക്യൂൾസ് നിന്നും ഒരു സിമ്പിൾ മോളിക്യൂൾ ഉണ്ടാകുന്നു, അതാണ് നമ്മൾ കാറ്റബോളിസം എന്ന് പറയുന്നത്. ആനബോളിസം, ആന വലുതല്ലേ, സോ ആനയാകുന്നത്, അതായത് വലിയ മോളിക്യൂൾ ഉണ്ടാകുന്നത്. കാറ്റബോളിസം, കാറ്റ് ചെറുത്, സോ വലുതിൽ നിന്നും ചെറുതുണ്ടാവുന്നത്. ദാറ്റ്സ് എ സിമ്പിൾ മെത്തേഡ്. ഓക്കെ, മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഒന്ന് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത ഒരു ടെക്നിക്കാണ് ആനബോളിസം ആൻഡ് കാറ്റബോളിസം. നൗ ഫോർ എക്സാമ്പിൾ, ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡാക്കി മാറ്റി, ഇറ്റ്സ് എ ആനബോളിസം. ഓക്കെ, ആൻഡ് ഗ്ലൂക്കോസിനെ നമ്മൾ എന്ത് ചെയ്തു? ദ സെയിം തിങ്, ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ്. ഓക്കെ, ഗ്ലൂക്കോസ് നമ്മൾ പൈറുവിക് ആസിഡ് മാറ്റി.
അത് ആക്ച്വലി ഡിക്രീസിങ് ആണ്, കാറ്റബോളിസം ആണ്. ഓക്കെ, ഇറ്റ്സ് പൈറുവിക് ആസിഡ് ജസ്റ്റ് C3 molecule. സോ ആക്ച്വലി മെറ്റബോളിക് പാത്വേ ഇൻ വിച്ച് ഗ്ലൂക്കോസ് ബിക്കം പൈറുവിക് ആസിഡ്. ഇത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ ഗ്ലൈക്കോളിസ് എന്ന ചാപ്റ്റർ ഉണ്ട്, ഗ്ലൈക്കോളിസ് എന്ന ചാപ്റ്ററിൽ റെസ്പിറേഷൻ എന്ന ചാപ്റ്റർ, അവിടെ ഈ സെയിം സ്റ്റെപ്പ് എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ and in a skeletal muscle under anaerobic condition lactic acid is formed. Lactic acid forms. Lactic acids are also catabolic products of glucose, but in different way. Pathway method മാറി, അതുപോലെ എൻസൈം മാറിയപ്പോൾ എന്ത് പറ്റി പ്രൊഡക്റ്റ് മാറി. ഓക്കെ, ആദ്യം ഗ്ലൂക്കോസിൽ എന്ത് വേണം, CO2 പ്ലസ് വാട്ടർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ബട്ട് ഹിയർ വി ജസ്റ്റ് ഗോട്ട് ലാക്റ്റിക് ആസിഡ്. അതൊന്നും ഉണ്ടാവാൻ പാടില്ല. അത് ഉണ്ടാവുന്ന എന്താ, അനേറോബിക് കണ്ടീഷൻ ആൻഡ് ഡിഫറെൻറ്റ് ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം കാരണമാണ്. എൻസൈം മാറുന്നതോടുകൂടി, അതുപോലെ ടെമ്പറേച്ചർ മാറുന്നതോടുകൂടി, എൻസൈം കണ്ടീഷൻസ്, എൻസൈം ആൻഡ് ദ ഫിസിക്കൽ കണ്ടീഷൻസ് ഇതെല്ലാം മാറുന്നതോടുകൂടി ദ പ്രോഡക്ട്സ് ഓൾസോ ചേഞ്ചസ്. ഓക്കെ, അതാണ് ഒരു ജനറൽ റൂൾ എന്ന് പറയുന്നത്. നൗ ഹൗ ഡു എൻസൈംസ് ബ്രിങ് അബൌട്ട് സച്ച് ഹൈ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, കൺവേർഷൻ എങ്ങനെയാണ് ഇത്ര അധികം റേറ്റ് വരുന്നത്, എങ്ങനെയാണ് അത് വരുന്നത്, എങ്ങനെയൊന്ന് പറഞ്ഞു തരൂ, അതാണ് പറയുന്നത്. സോ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, സബ്സ്ട്രേറ്റിനെ പ്രൊഡക്റ്റാക്കി മാറ്റണം. ഇതാണ് നമ്മൾ പ്രൈമറി സബ്സ്ട്രേറ്റിനെ പ്രൊഡക്റ്റാക്കി മാറ്റണം ത്രൂ എ പാത്വേ. ഈ പാത്വേ കാറ്റലൈസ്ഡ് ബൈ ആൻ എൻസൈം. ഇതാണ് നമ്മുടെ ബേസിക് സ്ട്രക്ചർ. ഇനി എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു എൻസൈംസിനകത്ത് പോക്കറ്റ്സ് ഉണ്ട്. എൻസൈം, ഓക്കെ, ഒരു എൻസൈം ഇങ്ങനെ ഒരു എൻസൈം എടുത്തു, അടുത്തൊരു സബ്സ്ട്രേറ്റ്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചർ വരുന്നു, ഇങ്ങനെ. ഓക്കെ, സബ്സ്ട്രേറ്റ്. ഈ സബ്സ്ട്രേറ്റിനെ ഈ എൻസൈം എടുക്കുന്നു. സോ ഇവിടെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, കോംപ്ലക്സ് ഫോർമേഷൻ കുറച്ച് സ്റ്റെപ്സ് പോലെ നമുക്ക് വരാൻ പറ്റും. ഓക്കെ, സ്റ്റെപ്സ് എവിടെ നിന്ന് കൊടുക്കുന്നുണ്ടോ, ഹിയോ കാറ്റലിറ്റിക് സൈക്കിൾ വരുന്നുണ്ട്. ഓക്കെ, സോ അത് നമുക്ക് അവിടെ പറയാം. ഇവിടെ സോ ജസ്റ്റ് ദ ബേസിക് തിങ്, ഒബ്ലിഗേറ്ററി ഫോർമേഷൻ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാക്കുന്നു. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്ഷൻ, എന്നിട്ട് അത് കുറച്ച് ബോൺസ് ബ്രേക്ക് ചെയ്യുന്നു, എന്നിട്ട് അതെല്ലാം ഫോം ചെയ്യുന്നു, ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. സോ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയി മാറുന്നു, എന്നിട്ട് ബോൺസ് എല്ലാം ബ്രേക്ക് ചെയ്തതിന് ശേഷം പ്രോഡക്റ്റ്സിനെ റിലീസ് ചെയ്യുന്നു. എന്നിട്ട് ഈ എൻസൈം ഫ്രീ എൻസൈമിലേക്ക് മറ്റൊരു സബ്സ്ട്രേറ്റ് വരുന്നു. ദ സൈക്കിൾ കണ്ടിന്യൂസ്. അതിൽ നിന്ന് പ്രോഡക്റ്റ് ഉണ്ടാകുന്നു, വീണ്ടും സബ്സ്ട്രേറ്റ് വരുന്നു, ബൈൻഡ് ചെയ്യുന്നു, ES കോംപ്ലക്സ് ഉണ്ടാകുന്നു, EP കോംപ്ലക്സ് ഉണ്ടാകുന്നു, പ്രോഡക്റ്റ് വരുന്നു, വീണ്ടും സബ്സ്ട്രേറ്റ് വരുന്നു. ദിസ് ഇസ് ദ സൈക്കിൾ. ഓക്കെ, ദിസ് സൈക്കിൾ ഗെറ്റ്സ് ഫോമിങ് വെരി സൂൺ. ആൻഡ് ഇനി പറയുന്നത് വെച്ചാൽ ദ പാത്വേ ഓഫ് ദിസ് ട്രാൻസ്ഫോർമേഷൻ, ഈ ട്രാൻസ്ഫോർമേഷൻ അതായത് ട്രാൻസിഷൻ സ്റ്റേറ്റ്, ദിസ് കോംപ്ലക്സ് ഫോർമേഷൻ ഇസ് എ ട്രാൻസിയൻ ഫിനോമിനൻ ഡ്യൂറിംഗ് സ്റ്റേറ്റ് വിച്ച് സബ്സ്ട്രേറ്റ് ഇസ് ബൗണ്ട് ടു എൻസൈം active site, a new structure of substrate called transition state structure. That means enzyme substrate complex ഉണ്ട്, enzyme substrate complex ഫോം ചെയ്യുന്നു. After expected bond breaking making is formed, the product is released from the active site. ഇതാണ് ഞാൻ എത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, എൻസൈം വരുന്നു, എൻസൈമിലേക്ക് ഒരു സബ്സ്ട്രേറ്റ് വന്നു, നെക്സ്റ്റ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്തു. എൻസൈം സബ്സ്ട്രേറ്റ് ഞാൻ ഫിഗറിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് ദ സബ്സ്ട്രേറ്റ്, ദിസ് ഇസ് ദ എൻസൈം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ദ, നോക്കൂ, ഇതാണ് what substrate enzyme and this is the substrate. Okay, substrate enzyme substrate complex also ബോണ്ടും ഇവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. ഓക്കെ, ഇനി എന്ത് പറ്റി, ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു, സബ്സ്ട്രേറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു പ്രൊഡക്റ്റ്. സോ നൗ ഇറ്റ് ബിക്കെയിം വാട്ട്, നൗ ഇറ്റ് ബിക്കെയിം എ പ്രൊഡക്റ്റ്. ഓക്കെ, പ്രൊഡക്റ്റ് പോലെ ഫോം ചെയ്തു, പ്രൊഡക്റ്റ് എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ്. ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, gets released. Now it became enzyme പ്രൊഡക്റ്റിൽ നിന്നും പ്രൊഡക്റ്റ് റിലീസ് ചെയ്തു. ഓക്കെ, പ്രൊഡക്റ്റ് റിലീസ് ചെയ്തു, ഇങ്ങനെ പ്രൊഡക്റ്റ് റിലീസ് ചെയ്തു. ഇനി ആര് വരുന്നു, ഇനി അടുത്ത സബ്സ്ട്രേറ്റ് വരുന്നു. ദിസ് സൈക്കിൾ കണ്ടിന്യൂസ്. സോ ഇതാണ് ട്രാൻസിഷൻ സോൺ. ഓക്കെ, സ്ട്രക്ചർ ഓഫ് സബ്സ്ട്രേറ്റ് ഗെറ്റ്സ് ട്രാൻസ്ഫോംഡ് ഇൻ ടു സ്ട്രക്ചർ ഓഫ് പ്രൊഡക്ട്സ്. കണ്ടോ, ES became EP. ഓക്കെ, ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. റൈറ്റ്, ഞാനിങ്ങനെ ഫിഗറൊക്കെ വരക്കുന്നതനുസരിച്ച് ഐ എം ജസ്റ്റ് മേക്കിംഗ് ഇറ്റ് മോർ സിമ്പിൾ, മോർ ഈസി ആൻഡ് കൺസൈസ്. ഈ ഒരു കൺസെപ്റ്റ് കിട്ടിയാൽ മതി, കാരണം ഇതിൽ ഒരുപാട് കാണാപാഠം പഠിക്കാനുള്ള കാര്യങ്ങളില്ല, ജസ്റ്റ് ഈ കൺസെപ്റ്റാണ് ഏറ്റവും മെയിൻ. ഓക്കെ, സോ ദിസ് പാത്വേ അണ്ടർഗോസ് ട്രാൻസ്ഫോർമേഷൻ ത്രൂ കോൾഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ് സ്ട്രക്ചർ. എൻസൈം സബ്സ്ട്രേറ്റ് ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ എൻസൈം പ്രൊഡക്റ്റ് ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ട്. ഓക്കെ, there could be many more altered structural states between the stable substrate and the product. Okay, നോക്കൂ, സ്റ്റെബിലിറ്റി ഇസ് സംതിങ് റിലേറ്റഡ് ടു എനർജി സ്റ്റാറ്റസ്. ലോവർ ദ എനർജി മോർ വിൽ ബി ദ സ്റ്റെബിലിറ്റി. ഇത് നോക്കൂ, ആക്ടിവേഷൻ എനർജി എങ്ങനെയാണ് എൻസൈം ഹെൽപ്പ് ചെയ്യുന്നത്. സബ്സ്ട്രേറ്റിന് ഡയറക്റ്റ് പ്രൊഡക്റ്റായി മാറാം, ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് വാട്ട് ദ റേറ്റ് വുഡ് ബി വെരി ഡിഫറെൻറ്റ്. നമ്മൾ പറഞ്ഞു കാർബോണിക് അൻഹൈഡ്രേറ്റ്സിന് നമ്മൾ എൻസൈം യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് വുഡ് ടേക്ക് ജസ്റ്റ്
200,000 molecules would be, not 200,000, just 200 molecules would be formed in 1 hour. എന്നാൽ എൻസൈം കാർബോണിക് അൻഹൈഡ്രേസ് എന്നൊരു എൻസൈം ഉണ്ടെങ്കിൽ within 1 second 600,000 molecules would be formed. 600,000 molecules of carbonic acid would be formed. Carbonic acid H2CO3 would be formed within 1 second 600,000. How? By decreasing the activation energy. ഇവിടെ നോക്കൂ, potential energy, this graph here, potential energy, transition state കണ്ടോ, transition state, that will be the most highest energy. More the energy, less will be the stability. Transition state ഒരിക്കലും ഒരു എൻസൈം എന്തില്ല ഒരുപാട് നേരം നിൽക്കില്ല. It would directly move into the low energy state. Okay, so നോക്കൂ, ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് എത്തി, ആൻഡ് ഹിയർ പ്രൊഡക്റ്റ് ഫോർമേഷൻ കറക്റ്റ്. ബട്ട് ഈ ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് എത്താനുള്ള ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈം വുഡ് ബി ലോവർ ദാൻ ദാറ്റ് ഓഫ് ദ വിത്തൗട്ട് എൻസൈം. വിത്ത് എൻസൈം വെറും ഇത്ര, ഓക്കെ, വെറുതെ പറയാം, ഇത്ര എൻസൈം യൂസ് ചെയ്ത് ഇത്ര എനർജി യൂസ് ചെയ്താൽ ആക്ടിവേഷൻ എനർജി വുഡ് ബി what this is the activation energy without enzyme. ഇത്ര മതി ആർക്ക്? ഫോർ വിത്ത് എൻസൈം. അതായത് നമുക്ക് ഒരു സിമ്പിൾ ജനറൽ എക്സാമ്പിൾ പറയാം. നമുക്കറിയാം എന്താ, ലൈക്ക് നമുക്ക് വെയ്റ്റ് ലിഫ്റ്റിംഗ് അറിയാമല്ലേ? വെയ്റ്റ് ലിഫ്റ്റിംഗ് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 80 കിലോഗ്രാം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ചെസ്റ്റ് പ്രസ് ചെയ്യാൻ നോക്കാം. ചെസ്റ്റ് പ്രസ്, ഓക്കെ, 80 കിലോഗ്രാം ഇറ്റ്സ് ഓവർ. തൽക്കാലം നമുക്കൊരു ഡെഡ് ലിഫ്റ്റ് ചെയ്യാം. ഡെഡ് ലിഫ്റ്റ് നമ്മൾ 80 കിലോഗ്രാം ചെയ്തു, 80 കിലോഗ്രാം ചെയ്തു വെച്ചു, വിൽ ബി സോ എക്സോസ്റ്റഡ് അല്ലേ? എന്നാൽ അത് കുറച്ച് അതൊരു ആക്ടിവേഷൻ എനർജി വിചാരിച്ചോ 80 കിലോഗ്രാം, ഒരു ബേസിക് കോൺസെപ്റ്റ്. 80 കിലോഗ്രാം പകരം നമ്മൾ 20 എടുത്ത് വിചാരിച്ചോ, 20 ആകുമ്പോൾ എന്ത് പറ്റും? ഈസി ആയിട്ട് നമുക്ക് ഡെഡ് ലിഫ്റ്റ് ചെയ്ത് വെക്കാം, വേണമെങ്കിൽ വീണ്ടും ചെയ്യാം. മനസ്സിലായല്ലോ? സോ ദാറ്റ്സ് ദ കൺസെപ്റ്റ് ചെയ്യാം. ആക്ടിവേഷൻ എനർജി കുറച്ചു, വെയിറ്റ് കുറച്ചു, അതായത് ആക്ടിവേഷൻ എനർജി കുറച്ചു. സോ വാട്ട് ഹാപ്പൻസ്, ഈസിലി നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്താം, വീണ്ടും പ്രൊഡക്റ്റിലേക്ക് ഫോം ചെയ്യാം. ഹിയർ ലുക്ക് അറ്റ് ദിസ്, ആക്ടിവേഷൻ എനർജി കുറച്ചു, സോ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് ഈസിലി എത്താം, എന്നിട്ട് പ്രൊഡക്റ്റിലേക്ക് എത്താം. മനസ്സിലായല്ലോ? സോ ദാറ്റ്സ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് എൻസൈം. എൻസൈം ലോവേഴ്സ് ദ ട്രാൻസിഷൻ എനർജി റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് എ ട്രാൻസിഷൻ സ്റ്റേറ്റ് വിച്ച് ഇൻ ടേൺ ഫോംസ് എ പ്രൊഡക്ട്സ് ദെൻ. ഓക്കെ, എൻസൈം ലോവേഴ്സ് ദ ട്രാൻസിഷൻ എനർജി. മറക്കരുത്, ഈ ഒരു പോയിന്റ് ഒരിക്കലും മറക്കരുത്. എൻസൈം വാട്ട്സ് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ? എൻസൈം ലോവേഴ്സ് ദ ട്രാൻസിഷൻ എനർജി, activation energy. Okay, activation energy in order to make the transition. Now the y-axis, in graph explains here, the y-axis represents the potential energy, x-axis represents the progression of the structural transformation or the transition state. Now ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വെദർ ഇഫ് ഇറ്റ്സ് എക്സോതെർമിക് ആണെങ്കിലും സ്പോണ്ടേനിയസ് ആണെങ്കിലും ഓർ എൻഡോതെർമിക് എനർജി റിക്വയറിങ് റിയാക്ഷൻ ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ലൈക്ക് ദ ഹീറ്റ് ഒരു ഫാക്ടറാണ്, ബട്ട് എൻസൈം ഓൾവേസ് ഇൻക്രീസസ് ദ rate of the reaction. Difference in average energy content S from that of this transition state is called activation energy. Okay, what is definition of activation energy? Is that difference in average energy content of S from that of transition state is called activation energy. മനസ്സിലായല്ലോ? ട്രാൻസിഷൻ സ്റ്റേറ്റിൻ്റെ ഒരു എസ് എൻ എനർജി ഉണ്ടല്ലോ, അതുപോലെ എൻസൈം വെച്ച് ചെയ്യുന്നില്ലേ? എൻസൈം വെച്ച് ചെയ്യാതെ ലൈക്ക് ദ നോർമൽ ലെവൽ, അത് തമ്മിൽ ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് പറയുക, ദ ആക്ടിവേഷൻ എനർജി എന്ന് പറയും. ഓക്കെ, നൗ ദ നേച്ചർ ഓഫ് എൻസൈം ആക്ഷൻ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സബ്സ്റ്റൻസ്, സെയിം കാര്യം. ഓക്കെ, ഈ ഫിഗർ അതുപോലെ കോപ്പി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡു ദ ബെസ്റ്റ്. ഒന്ന് ശ്രമിച്ചോട്ടെ. Copy, paste. Haha. Yes, we done it. So നോക്കൂ, catalytic cycle of enzyme action can be described in the following. Okay, ഇത് നോക്കൂ, E plus S gives ES, gives EP, gives E plus P. E plus S, okay, നോക്കൂ ഇവിടെ, E plus S gives ES, gives EP and gives E plus P. Okay, figurally like diagrammatic represent ചെയ്തപ്പോൾ it's very easy. Now first the substrate binds to the active site of enzyme, fitting into the active site. ഇവിടെ ഈ ഒരു കേസ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്, ഫസ്റ്റ് substrate binding to enzyme, fitting into the active site of the enzyme. Binding of substrate induces enzyme to alter its shape, fitting more tightly around substrate. ഇവിടെ ഉണ്ടോ, ഇവിടെ ചെയ്തപ്പോൾ ഷേപ്പ് ഒന്ന് കുറച്ച് ചേഞ്ച് ചെയ്തതിന് ശേഷം ഇതെന്താ നല്ലപോലെ ഫിറ്റ് ചെയ്യാൻ തുടങ്ങി. നമുക്കറിയാം, നമുക്ക് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ലൈക്ക് ജസ്റ്റ് ഒരു ഗ്രാസ്പിംഗ് ഡിവൈസ്. ഓക്കെ, ഗ്രാസ്പിംഗ് ഡിവൈസ് നമ്മളിങ്ങനെ ഒരു സംഭവം,
ഇങ്ങനെ വെക്കുന്നു. നെക്സ്റ്റ് ഒരു ഗ്രിപ്പ് കിട്ടുന്നു. ഓക്കെ, ഗ്രിപ്പ് എടുത്തതിന് ശേഷം വാട്ട് എന്നിട്ടാണ് റിയാക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ഒരു കേസിൽ സംഭവിക്കുന്നത്. ഓക്കെ, E+S. Now what happens here? Active site of enzyme. Active site of enzyme, now in close proximity of substrate, breaks the chemical bond of substrate and the new enzyme product complex is formed. Chemical bond break ചെയ്തു. എന്നിട്ട് കെമിക്കൽ ബോണ്ട് ബ്രേക്ക് ചെയ്യാനാണെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നു, ഫോം ചെയ്യാനാണെങ്കിൽ ഫോം ചെയ്യുന്നു. എല്ലാം എൻസൈംസിനകത്ത് വെച്ച് സംഭവിക്കുന്നു. എൻസൈം സബ്സ്ട്രേറ്റ് റിയാക്ഷൻ സംഭവിച്ചല്ലോ, അതിനുശേഷം നടക്കുന്നു. ഇറ്റ് ഫോംസ് എൻസൈം പ്രൊഡക്റ്റ് ഫോർമേഷൻ. Enzyme releases the product of the reaction, and the free enzyme is ready to bind to another molecule of the substrate and run through catalytic cycle again. മനസ്സിലായല്ലോ? ദി സെയിം തിങ്. ഈ സെയിം ഫിഗർ പഠിച്ചാൽ നമുക്ക് ഈസി നമുക്ക് തന്നെ സ്വയം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ എൻസൈം. എൻസൈമിനെ പറ്റി ഇത്രയും നമുക്ക് പറയാനുള്ളൂ. ഇനി കുറച്ച് ഫാക്ടേഴ്സ് പറയാനുണ്ട്. ഓക്കെ, ഫാക്ടേഴ്സ് കൂടി പറയുന്നു, ക്ലാസിഫിക്കേഷൻ പറയുന്നു, കോഎൻസൈം പറയുന്നു, ചാപ്റ്റർ തീരുന്നു. ഓക്കെ, സോ നൗ ലെറ്റ്സ് സീ some factors affecting enzyme activity. Factors affecting enzyme activity എന്താ? Activity of an enzyme can be affected by change in the condition which can alter the tertiary structure of the protein. Okay, ഇനി നമ്മൾ പറയുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് ടെമ്പറേച്ചർ ആൻഡ് പി എച്ച്. ഓക്കെ, ടെമ്പറേച്ചർ ആൻഡ് പി എച്ച്. നെക്സ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്, അതുപോലെ വാട്ട് ദ പ്രസൻസ് ഓഫ് ഇൻഹിബിറ്റേഴ്സ് ആൻഡ് ഇൻആക്ടിവിറ്റീസ്, അങ്ങനെ കാര്യങ്ങളൊക്കെ. സോ ഫസ്റ്റ് വൺ, എഫക്റ്റ് ഓഫ് പി എച്ച് നോക്കൂ. എഫക്റ്റ് ഓഫ് പി എച്ച് enzyme reaction നോക്കൂ. ഹിയർ മാക്സിമം വുഡ് ബി ഇൻ ദ ഒപ്റ്റിമൽ ഐഡിയൽ പി എച്ച്. ഒന്ന് താഴോട്ടോ ഒന്ന് മുകളിലോട്ടോ പോയാൽ അതിൻ്റെ ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. എൻസൈം ആക്ടിവിറ്റി വുഡ് ഡിക്രീസ്. അത് ലൈക്ക് നമ്മൾ പറയാറില്ലേ, ഫിലിം ഡയലോഗ് പറയുന്ന പോലെ എൻസൈം ഞാൻ നോക്കുമ്പോൾ ആ എൻസൈം റിയാക്ടിവിറ്റി ആ ഒരൊറ്റ പി എച്ചിൽ മാത്രം മാക്സിമം നിൽക്കുക. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ അത് എൻസൈം ആക്ടിവിറ്റി നല്ലപോലെ കുറയുന്നു. ഓക്കെ, അതാണ് പി എച്ച് കേസ്. സെയിം വൈസ് ഇൻ ടെമ്പറേച്ചർ. ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ട്, ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഈ ഓപ്റ്റിമം ടെമ്പറേച്ചറിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് കൂടിയോ കുറയോ ചെയ്താൽ എൻസൈം ആക്ടിവിറ്റി ഇസ് ഗോൺ ഡിക്രീസ്. നമ്മൾ നേരത്തെ റേറ്റ് പറഞ്ഞു അല്ലേ? എൻസൈം റേറ്റ് എങ്ങനെയായിരുന്നു? 10 റേറ്റ് വുഡ് ബി ഡബിൾഡ് ഓർ ഹാഫ്ഡ് വെൻ 10 degrees Celsius ഡിക്രീസ് ഓർ ഇൻക്രീസ് ഇൻ ദ ടെമ്പറേച്ചർ. ഓക്കെ, അങ്ങനത്തെ സെയിം കേസ് നമ്മൾ പി എച്ചിലും പറയാൻ പറ്റും. Enzymes generally function in narrow range of temperature and pH. Each enzyme shows highest activity at a particular temperature and pH called പേര് നോക്കൂ, optimum temperature and optimum pH. Optimum temperature അല്ലെങ്കിൽ ഒരു optimum. What do you mean by optimum? Optimum എന്ന് വെച്ചാൽ the best suitable for that particular enzyme. ആ എൻസൈമിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് പി എച്ച് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടെമ്പറേച്ചർ, ഏറ്റവും ബെസ്റ്റ് ടെമ്പറേച്ചർ ഓർ പി എച്ച് ഗിവൺ, ദാറ്റ്സ് ദ ഓപ്റ്റിമം പി എച്ച്. അതിലാണ് ഇതിൻ്റെ മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുക, അതിന് മാക്സിമം പെർഫോമൻസ് കാണിക്കുന്നത് ആ ഒറ്റ പി എച്ചിലാണ്, ആ പി എച്ച് റേഞ്ചിലാണ്. ഓക്കെ, പി എച്ച് അല്ലെങ്കിൽ ടെമ്പറേച്ചർ റേഞ്ചിലാണ്. Low temperature preserves the enzyme in a temporarily inactive state, whereas high temperature destroys because proteins are denatured. മനസ്സിലായല്ലോ? ഞാനിങ്ങനെ ഒരു കേസ് വിട്ടു. ടെമ്പറേച്ചർ ഇവിടെ ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇറ്റ് വുഡ് ഇനാക്ടിവേറ്റ് ദ എൻസൈം. ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇറ്റ് വുഡ് ഡീനേച്ചർ ദ എൻസൈം ബൈ ബ്രേക്കിംഗ് ഓൾ ദ ബോൺസ്. ഇനാക്ടിവേറ്റ് എന്ന് പറയുമ്പോൾ ബോണ്ട് ഫോം ചെയ്യാൻ തന്നെ സമ്മതിക്കില്ല, പറ്റില്ല, ഇനാക്റ്റീവ് സ്റ്റേറ്റ് ആണ്. ഡീനാച്ചുറൽ പറയുമ്പോൾ ഉണ്ടാക്കിയ ബോണ്ടെല്ലാം ബ്രേക്ക് ചെയ്ത് കട്ട് ചെയ്ത് കളയുന്നു. സോ ദാറ്റ്സ് ദ തിങ് അബൌട്ട് ടെമ്പറേച്ചർ. ദാറ്റ്സ് ഹൗ ദ ഫാക്ടേഴ്സ് ആർ അഫക്റ്റിംഗ് ടെമ്പറേച്ചർ ആൻഡ് പി എച്ച്. നെക്സ്റ്റ് ആണ് കോൺസെൻട്രേഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റ്. With the increase in substrate concentration, the velocity of enzymatic reaction rises at first. The reaction ultimately reaches a maximum velocity Vmax, which is not exceeded by any further rise in concentration of the substrate. This is because നോക്കൂ, ആദ്യം km, ഓക്കെ, വെലോസിറ്റി ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് കൂടുന്നതനുസരിച്ച് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ആദ്യം ഒരു ലീനിയർ ഇൻക്രീസ് കാണുന്നു. ഓക്കെ, കൂടി പിന്നെ അതെന്ത് ചെയ്യുന്നു, കുറയുന്നു. ആൻഡ് അൾട്ടിമേറ്റ്ലി റീച്ചസ് എ മാക്സിമം വാല്യൂ. വൈ? റിയാക്ഷൻ അൾട്ടിമേറ്റ്ലി റീച്ചസ് എ മാക്സിമം വെലോസിറ്റി ഇറ്റ് ഇസ് നോട്ട് എക്സീഡഡ് ബൈ എനി ഫർദർ റൈസിങ് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. വൈ? ബിക്കോസ് എന്ന് വെച്ചാൽ നമുക്കറിയാം എൻസൈം കോൺസെൻട്രേഷൻ കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും. സബ്സ്ട്രേറ്റ് നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടാം, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ബട്ട് എൻസൈം കോൺസെൻട്രേഷൻ വുഡ് ബി ലിമിറ്റഡ്. ഓക്കെ, ആദ്യം എന്ന് വെച്ചാൽ ഒരു നമുക്ക് പറയാം ഒരു 10 എൻസൈംസ് പെർസെൻറ്റ്. ഓക്കെ, 10 യൂണിറ്റ്സ് ഓഫ് എൻസൈംസ് പെർസെൻറ്റ്. അതിലേക്ക് ആദ്യം ഒരു 2 യൂണിറ്റ് സബ്സ്ട്രേറ്റ് വന്നു. ഓക്കെ, അപ്പോൾ എന്ത് പറ്റുന്നു, റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ, റേറ്റ് 2. നെക്സ്റ്റ് 4 വന്നു. 4 വന്നപ്പോൾ എന്ത് സംഭവിച്ചു, the rate increases കാരണം 4 substrate can bind with 4 substrate can bind with 4 enzymes, right? 4 substrate can bind with 4 enzymes there. Next 6 വന്നപ്പോൾ എന്ത് വെച്ചു, വീണ്ടും റേറ്റ് ഇൻക്രീസ്, റൈറ്റ്? റേറ്റ് ഇൻക്രീസ് ചെയ്തു. എന്തിൻ്റെ സബ്സ്ട്രേറ്റ് കൂടുന്നു, അതിൻ്റെ എൻസൈംസിൻ്റെ എന്ത് കൂടുന്നു, അളവ് യൂസ് ചെയ്യുന്നു കൂടുന്നു. അങ്ങനെ റീച്ച് ചെയ്ത് 10ലേക്ക് എത്തി.
10 എത്തിയപ്പോൾ എന്താ ദ മാക്സിമം എത്തി അല്ലേ. ദ മീൻസ് ദ 10 സബ്സ്ട്രേറ്റ് ആയി ബീങ് യൂസ്. 10 സബ്സ്ട്രേറ്റ് യൂസ് ചെയ്തു, 10 എൻസൈംസ് യൂസ് ചെയ്തു. നെക്സ്റ്റ് കേസ് 12 സബ്സ്ട്രേറ്റ് വന്നു. എന്തെങ്കിലും ചേഞ്ച് വരുമോ? നോ. ആ പഴയ 10 എൻസൈംസ് തന്നെ അവിടെ ഫംഗ്ഷൻ ചെയ്യുന്നുള്ളൂ. 12 കൂടി 14 കൂടി 16 18 20 100 മില്യൺസ് എന്ത് വേണമെങ്കിലും വന്നോട്ടെ, ജസ്റ്റ് ഈ 10 എൻസൈംസ് മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. ഈ 10 എൻസൈംസിന് ആകെ 10 സബ്സ്ട്രേറ്റ് മാത്രമേ എടുക്കാൻ പറ്റുന്നുള്ളൂ. സോ ദ റേറ്റ് ഡസ് നോട്ട് ഇൻക്രീസസ് ഫർദർ. That exactly point is being applicable here. നോക്കൂ, the reaction ultimately reaches a maximum velocity which is not exceeded by any further rise in concentration of the substrate. This is because the enzyme molecules are fewer than the substrate molecules, and after saturation of these molecules, there are no free enzyme molecules to bind with the additional substrate molecules. No free enzymes are present. The activity of an enzyme is also sensitive to the presence of specific chemicals that bind to the enzymes. നമ്മൾ ഇത്ര നേരം എൻസൈമിനെ പറ്റി പറഞ്ഞു. നമ്മൾ പറഞ്ഞ ഐഡിയൽ കേസ് എന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞ 10 എൻസൈംസ് ഉണ്ടല്ലോ, ഈ 10ഉം എന്താ ലൈക്ക് ഹെൽത്തി ഐഡിയൽ എൻസൈംസ് ആണ്. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ചാൽ സം സ്പെസിഫിക് കെമിക്കൽസ്, സം സ്പെസിഫിക് ഫാക്ടേഴ്സ് ഓർ കെമിക്കൽസ് ബൈൻഡ് ടു ദ എൻസൈം. ഓക്കെ, ബൈൻഡ് ചെയ്യുന്നു. വെൻ ബൈൻഡിങ് ഓഫ് ദ കെമിക്കൽ ഷട്ട്സ് ഓഫ് ആക്ടിവിറ്റി, ദ പ്രോസസ് ഇസ് കോൾഡ് ഇൻഹിബിഷൻ ആൻഡ് ദ കെമിക്കൽ ഇസ് കോൾഡ് ഇൻഹിബിറ്റർ. ഓക്കെ, എൻസൈമിലേക്ക് ഓക്കെ നമ്മൾ പറഞ്ഞു ഒരു എൻസൈം നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ഒരു എൻസൈം സ്ട്രക്ചർ നോക്കൂ. ഒരു എൻസൈം, ദിസ് ഇസ് എ എൻസൈം. എൻസൈമിലേക്ക് ആര് കടന്നു വന്നു? ഒരു പുതിയ മച്ചാൻ കടന്നു വന്നു. അയാളുടെ പേരെന്താ? ഐ, മിസ്റ്റർ ഐ. ഐ എന്ന് വെച്ചാൽ ഇൻഹിബിറ്റർ. ഇൻഹിബിറ്റർ കടന്നു വന്നു. ഇൻഹിബിറ്റർ കടന്നു വന്നപ്പോൾ എന്ത് സംഭവിച്ചു? എൻസൈമിന് അത് വല്ലാണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല. എൻസൈം നേരെ ചെന്ന് എന്ത് ചെയ്തു? ആ ആക്റ്റീവ് സൈറ്റ് ഒന്ന് എന്ത് ചെയ്തു? അതങ്ങ് ക്ലോസ് ചെയ്തു. ഇനി വേണ്ട, എനിക്ക് മൂഡ് പോയി, എനിക്ക് സബ്സ്ട്രേറ്റ് ഒന്ന് ബൈൻഡ് ചെയ്യാൻ വയ്യ. ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് എത്തി. ഓക്കെ, മെൻറ്റാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ഓക്കെ, ജസ്റ്റ് ആ ഒരു വിഷനിലേ പറയുന്നുള്ളൂ. ഓക്കെ, ജസ്റ്റ് കാർട്ടൂണിക് റെപ്രസെൻറ്റേഷൻ. ആ ആക്റ്റീവ് സൈറ്റ് അങ്ങ് ക്ലോസ് ചെയ്തു. ഇനി എനിക്ക് ആരും വേണ്ട, ഇനി എനിക്ക് എൻസൈംസ് ഒന്നും വേണ്ട, ഇനി എനിക്ക് ഇൻഹിബിറ്റർ മാത്രം മതി. ഇൻഹിബിറ്റർ വന്നു, ഇൻഹിബിഷൻ സംഭവിച്ചു സബ്സ്ട്രേറ്റ് എന്തിന്? എൻസൈമിന്. ഇനി സബ്സ്ട്രേറ്റിന് ബൈൻഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആ 10ൽ നിന്ന് എന്ത് സംഭവിച്ചു? 9 ഇങ്ങനെ ഇൻഹിബിറ്റർ ഒന്നിനെ മാത്രം അറ്റാക്ക് ചെയ്താൽ ഇങ്ങനെ റേറ്റ് കുറയുന്നു. വീണ്ടും വീണ്ടും കൂടുതൽ വരുന്നു, കൂടുതൽ ഇൻഹിബിറ്റേഴ്സ് വരുന്നു, കൂടുതൽ എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നു, ഇൻഹിബിറ്റ് ചെയ്യുന്നു ബൈ സോഴ്സ് ഓഫ് ഇൻഹിബിറ്റേഴ്സ്. സോ എന്ത് പറ്റുന്നു? റേറ്റ് കുറയുന്നു, എൻസൈം ആക്ടിവിറ്റി കുറയുന്നു ബൈ ദ ആക്ഷൻ ഓഫ് ഇൻഹിബിറ്റേഴ്സ്. So, when the inhibitor closely resembles the substrate in its molecular structure, and inhibitor substrate is called competitive inhibitor. ഇനി ഇത് ഒരു ടൈപ്പ് ഇൻഹിബിഷൻ. ഇനി ഞാൻ പറയാം മറ്റൊരു ഇൻഹിബിറ്റർ എന്താണെന്ന് വെച്ചാൽ, എൻസൈമിന് ഒരു കുഴപ്പമില്ല. എൻസൈം നമ്മൾ പഴയതുപോലെ കുട്ടപ്പനായി തന്നെ ഇരിക്കുന്നു. ബട്ട് സീൻ എന്താണെന്ന് വെച്ചാൽ വരുന്ന ഇൻഹിബിറ്റർ, ഓക്കെ, നമുക്ക് സബ്സ്ട്രേറ്റ് എങ്ങനെയായിരുന്നു? സബ്സ്ട്രേറ്റ് വാസ് ലൈക്ക് ദിസ്, റൈറ്റ്? സബ്സ്ട്രേറ്റ് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി പുതിയൊരു മച്ചാൻ വരുന്നു. നോക്കൂ, രണ്ടും ഓഫ് ദ സെയിം ഷേപ്പ്. The inhibitor, this is the inhibitor, right? Inhibitor resembles the shape of the substrate. Substrate inhibitor സെയിം ഷേപ്പാണ്. ഇവിടെ എത്തുമ്പോൾ എന്തായാലും ഇതൊരു ഉന്തും തള്ളുണ്ടാവും. ഓക്കെ, എന്തായാലും ഉന്തും തള്ളുണ്ടായിട്ട് എയ്തർ ഇൻഹിബിറ്റർ കയറാം അല്ലെങ്കിൽ എന്ത് കയറാം? സബ്സ്ട്രേറ്റ് കയറാം. ബട്ട് മോസ്റ്റ് കേസസ് ഇൻഹിബിറ്ററിന് ചെറിയ പ്രോമിനൻസി വരുന്നു അവിടെ. ഓക്കെ, സബ്സ്ട്രേറ്റിന് കുറച്ചുകൂടി താല്പര്യം ഇൻഹിബിറ്ററിനോട് അല്ല, എൻസൈംസിന്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ദർ? There are competitive inhibition. This is called a competitive inhibitor. Okay, competitive inhibitor. So, during the enzyme is known as, due to close structural similarity with the substrate, the inhibitor competes with the substrate for the substrate binding site of the enzyme. Substrate binding site of the enzyme നെ അവിടെ ഒരു കോമ്പറ്റീഷൻ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അവിടെ എന്ത് പറ്റുന്നു? അപ്പോൾ അൾട്ടിമേറ്റ്ലി ദ റേറ്റ് ഡിക്രീസസ്. സബ്സ്ട്രേറ്റിന് ബൈൻഡ് ചെയ്യാൻ സ്ഥലമില്ല. ഓക്കെ, നമ്മൾ ഇരിക്കേണ്ട സ്ഥലത്ത് നമ്മളിരുന്നില്ലെങ്കിൽ വേറെ ആരും കയറി എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ സബ്സ്ട്രേറ്റ് വന്ന് ഇരിക്കാൻ നോക്കുമ്പോൾ അവിടെ ആരില്ല, അവിടെ എൻസൈമിന് ഒരു ആക്ടിവിറ്റി ഇല്ല, അവിടെ പകരം വേറെ കോമ്പറ്റീഷൻ വന്നിട്ട് വേറെ ആരോ കയറി വന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്ട്രേറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ഇറ്റ്സ് എ ഇൻഹിബിറ്റർ. ദിസ് ടൈപ്പ് ഓഫ് ഇൻഹിബിഷൻ ഇസ് കോൾഡ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ കോസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പേരെടുത്ത് വിളിക്കുന്നു. കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ്. സോ consequently substrate cannot bind, and as a result the enzyme action declines. Example പറയുന്നു. എക്സാമ്പിൾ ഭംഗി പഠിച്ചോളൂ. Example, inhibition of succinic dehydrogenase by malonate, which closely resembles the substrate succinate in structure. ഞാൻ പറഞ്ഞ ഇയാളില്ലേ, ഈ റെഡ് വെർഷൻ, ഈ റെഡ്, this red guy, this is what? ഇതാണ്
malonate. Okay, ഇതാണ് സബ്സ്ട്രേറ്റ് സക്സിനേറ്റ്. എൻസൈം സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസിലേക്ക് ശരിക്കും ആരാ വരേണ്ടത്? സക്സിനേറ്റ് എന്ന ഒരു സബ്സ്ട്രേറ്റ് ആണ് വരേണ്ടത്. സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന എൻസൈമിലേക്ക് സക്സിനേറ്റ് എന്നൊരു സബ്സ്ട്രേറ്റ് ആണ് വരേണ്ടത്. ബട്ട് അവിടെ ആര് നിൽക്കുന്നു? മാലോനേറ്റ് നിൽക്കുന്നു. എന്നെ കടന്നിട്ട് നീ പോയാൽ മതി എന്ന് പറയുന്നു. കാരണം both of them have structural similarity. Both of them can bind to the enzyme and രണ്ടിൻ്റെയും ആക്റ്റീവ് സൈറ്റ് അല്ലെങ്കിൽ ആക്റ്റീവ് സൈറ്റ് ദേ ആർ സിമിലർ. ഓക്കെ, രണ്ടിനും സെയിം ടൈപ്പ് ഓഫ് സ്ട്രക്ചറുമാണ് ഉള്ളത്. മോർഫോളജിക്കൽ സിമിലാരിറ്റി ഉണ്ടായത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഇവർ തമ്മിൽ ചെറിയ മത്സരം ഉണ്ടാകുന്നു. ആൻഡ് എഫക്റ്റീവ്ലി ദ റേറ്റ് ഡിക്രീസസ്. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ. ഇനി ആ തൊട്ട് മുകളിൽ പറഞ്ഞ കേസില്ല, അതായത് മറ്റൊരു ഇൻഹിബിറ്റർ വരുന്നു, മറ്റൊരു സൈറ്റിൽ ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ആ ആക്റ്റീവ് സൈറ്റ് ക്ലോസ് ചെയ്യുന്നു. ദാറ്റ്സ് കോൾഡ് അല്ലോസ്റ്റെറിക് ഇൻഹിബിഷൻ. ഓക്കെ, അല്ലോസ്റ്റെറിക് ഇൻഹിബിഷൻ അത് ഇവിടെ പറയുന്നില്ല, ബട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് അറിഞ്ഞിരുന്നുള്ളൂ, ചോദിക്കൊന്നുമില്ല. അല്ലോസ്റ്റെറിക് മറ്റൊരു സ്റ്റേറ്റ്, അല്ലോസ്റ്റെറിക് ഇൻഹിബിഷൻ. ദിസ് ഇസ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. മനസ്സിലായല്ലോ? സോ വാട്ട് ഡു മീൻ ബൈ competitive inhibition and allostatic inhibition. Okay, so this is what we call enzyme inhibition and enzyme factors affecting enzyme. Okay, do you understand? ഇത് മനസ്സിലായാൽ നമ്മളൊരു ക്ലാസിഫിക്കേഷനും കോഫാക്ടറും പറയുമ്പോൾ ദ ചാപ്റ്റർ ഇസ് ഓവർ. ഓക്കെ, സോ എനി ഡൗട്ട്സ്? ഇതുവരെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ചോദിച്ചുകൊണ്ടേയിരിക്കും. ഉണ്ടോ? എനിത്തിങ്? എനിവൺ? എനിത്തിങ്? ആരുമില്ല? ഓക്കെ, then let's move on to the next topic, classification and nomenclature of enzymes. So ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ഓഫ് എൻസൈംസ് കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താ? ഒരുപാട് ടൈപ്പ് എൻസൈംസ് ഉണ്ട്. എൻസൈംസിനെ നമ്മൾ ഓൺ ബേസിസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ ബേസ് ചെയ്ത് നമ്മൾ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ചെയ്തു. ദേ ആർ വാട്ട്? ആക്ച്വലി എൻസൈംസ് ആർ ഡിവൈഡ് ടു 6 classes, each with 4 to 13 subclasses and named accordingly by a 4-digit number. ഓക്കെ, നെയിമിംഗ് ഉണ്ട്. ആൻഡ് നെയിമിങ്ങിന് ഇവിടെ പറയുന്നില്ല ആക്ച്വലി. ഓക്കെ, 4-digit നമ്പർ മാത്രമേ പറയുന്നുള്ളൂ. എങ്ങനെയാണെന്ന് ഇവർ പറയുന്നില്ല. ഓക്കെ, അത് ആക്ച്വലി MBBS ലെവലാണ് ആവശ്യമുള്ളത്. MBBS ലെവലാണ് ഇത് കറക്റ്റ് ആവശ്യമുള്ളത്. നമ്മൾ ബയോകെമിസ്ട്രി ഫസ്റ്റ് ഇയറിൽ നമ്മൾ ബയോകെമിസ്ട്രി പഠിക്കുന്നുണ്ട്. ഓക്കെ, അബൌട്ട് എൻസൈംസ്. എന്നാൽ ഈ സെയിം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ MBBS പഠിക്കുന്ന സെയിം കാര്യം തന്നെയാണ്. ഓക്കെ, അവിടെ പറയുന്നുണ്ട് ഫസ്റ്റ് ദ നമ്പറിങ് ഓഫ് ദ എൻസൈംസ്. ഓക്കെ, ബട്ട് അതൊരു നീറ്റ് UG ലെവലിൽ അത് ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, സോ ജസ്റ്റ് ദീസ് 6 classes, 6 classes എന്ന് പറയുക. ഓക്സിഡോ റിഡക്റ്റേസസ് ഓർ ഡീഹൈഡ്രോജനേസ്. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസ്ഫറേസ്, ഹൈഡ്രോലേസ്, ലയേസ്, ഐസോമറേസ് ആൻഡ് ലിഗേസ്. എന്തായാലും ചോദിക്കാം. ഓക്കെ, സോ ഓക്സിഡോ റിഡക്റ്റേസ് എന്ന് വെച്ചാൽ എന്താ? എന്താണ് മക്കളെ പറ? ദ എൻസൈം എന്താണെന്ന് വെച്ചാൽ എൻസൈംസ് വിച്ച് കാറ്റലൈസ് ഓക്സിഡോ റിഡക്ഷൻ. പേരിൽ തന്നെയുണ്ട് ഓക്സിഡോ റിഡക്റ്റേസ്. വാട്ട് ഇസ് ദ ഫംഗ്ഷനിങ് ഓഫ് ഓക്സിഡോ റിഡക്റ്റേസ് എന്ന് ചോദിച്ചാൽ ആ പേരിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇറ്റ് ഈസ് ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ. മറ്റൊരു പേരെന്താ? ഡീഹൈഡ്രോജനേസ്. സോ ഇറ്റ് മീൻസ് ഡീഹൈഡ്രോജനേഷൻ. Simple. Oxido reductase and dehydrogenation. So S reduced plus S oxidized gives X oxidized plus S dash reduced. മനസ്സിലായല്ലോ? ഓക്സിഡൈസ് ചെയ്ത സാധനത്തിന് റെഡ്യൂസ് ചെയ്യുന്നു, റിഡക്ഷൻ സംഭവിച്ച സാധനത്തിന് ഓക്സിഡൈസും ചെയ്യുന്നു. ദിസ് ഇസ് വാട്ട് വി കോൾ ഓക്സിഡോ റിഡക്റ്റേസ്. ഈ ക്ലാസ്സിൻ്റെ പേരാണ് ഓക്സിഡോ റിഡക്റ്റേസ്. എക്സാമ്പിളായി പറയേണ്ടത് ലൈക്ക് സം ഡീഹൈഡ്രോജനേസ്, ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് ഇസ് ദെയർ. ഓക്കെ, ഇതെല്ലാം വാട്ട് ഓക്സിഡോ റിഡക്റ്റേസ് ആണ്. പിന്നെ ഒരുപാട് ഓക്സിഡോ റിഡക്റ്റേസ് എൻസൈംസ് ഉണ്ട്. നമ്മൾ ഗ്ലൈക്കോളിസ് പറയുമ്പോൾ എൻസൈം പറയുന്നുണ്ട്. സോ അവിടെ നമ്മൾ ഈ എൻസൈംസ് കുറച്ച് കൂടുതൽ പറയാം. ഓക്കെ, സോ ഇവിടെ ഇൻ ദിസ് ലെവൽ നമുക്ക് ഇത് അറിഞ്ഞാൽ മതി. നെക്സ്റ്റ് വൺ ട്രാൻസ്ഫറേസ്. പേരിൽ തന്നെ ഒന്നിൽ നിന്ന് മറ്റു ഗ്രൂപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എക്സാമ്പിൾ നോക്കൂ, SG പ്ലസ് S ഡാഷ്. ഇതിലെന്ത് ചെയ്യുന്നു? S ഡാഷിലേക്ക് ഈ G എന്ന ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. S ഡാഷിലേക്ക് വീണ്ടും ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, എൻസൈം കാറ്റലൈസിങ് എ ട്രാൻസ്ഫർ ഓഫ് ഗ്രൂപ്പ് ഇറ്റ്സ് കോൾഡ് ട്രാൻസ്ഫറേസ്. ഫസ്റ്റ് വൺ ഓക്സിഡോ റിഡക്റ്റേസ്, രണ്ടാമത്തെ ട്രാൻസ്ഫറേസ്. പേരിൽ തന്നെ എല്ലാം ഉണ്ട്. നെക്സ്റ്റ് ഹൈഡ്രോലേസ്. ഹൈഡ്രോലേസ് എന്ന് വെച്ചാൽ എന്താ? ഹൈഡ്രോളിസിസ് കോസ്റ്റ് ചെയ്യുന്നു. ഹൈഡ്രോളിസിസ് ഓഫ് വാട്ട്? ഓഫ് എസ്റ്റർ, ഈതർ, പെപ്റ്റൈഡ്,
CC ഗ്ലൈക്കോസിഡിക് C ഹാലൈഡ് PN ബോൺസ് ഇങ്ങനത്തെ ബോണ്ട് എല്ലാം ബ്രേക്ക് ചെയ്യുന്നതിന് നമ്മൾ ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത്. ഹൈഡ്രോളിസിസ്. ഓക്കെ, ഹൈഡ്രോളിസിസ്. നെക്സ്റ്റ് വൺ ലയേസ്. ലയേസ് വെച്ചാൽ എന്താ? ബൈ ബോണ്ട് ബ്രേക്കിംഗ്. ഓക്കെ, കാറ്റലിസ് റിമൂവൽ ഓഫ് ഗ്രൂപ്പ്സ് ഫ്രം സബ്സ്ട്രേറ്റ് ബൈ മെക്കാനിസം അതർ ദാൻ ഹൈഡ്രോളിസിസ് ലീവിങ് ഡബിൾ ബോൺസ്. ഡബിൾ ബോണ്ട് ലീവ് ചെയ്യുന്നു. ഓക്കെ, വെറും സിമ്പിൾ ബോണ്ട് ബ്രേക്കിംഗ് ആണെങ്കിൽ ഹൈഡ്രോലൈസിസ്. നെക്സ്റ്റ് ലയേസ് ആണെങ്കിൽ ബോണ്ട് ബ്രേക്ക് ചെയ്ത് മാത്രമല്ല, ബോണ്ട് ബ്രേക്ക് ചെയ്ത് 2 ഗ്രൂപ്പ് റിമൂവൽ ചെയ്യുന്നതോടുകൂടി വാട്ട് ഡബിൾ ബോൺസ് വുഡ് ബി ഫോംഡ്. അതാണ് പെക്യുലാരിറ്റി. ഡബിൾ ബോണ്ട് വുഡ് ബി ഫോംഡ്. ഓക്കെ, ഫോർമേഷൻ ഓഫ് ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് ഫോം ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ലയേസ് എന്ന് വിളിക്കുന്നത്. സിമ്പിൾ ബോണ്ട് ബ്രേക്കിംഗ് ആണ്, ഇറ്റ് ഇസ് ജസ്റ്റ് ഹൈഡ്രോലൈസ്. ബട്ട് formation of double bonds after breaking bonds is called lyases. Next, isomerase. പേരിൽ തന്നെ ഉണ്ട്, സിമ്പിൾ ഐസോമറേസ്. ഐസോമറേസ് എന്ന് വെച്ചാൽ എന്താ? ഇൻക്ലൂഡ്സ് ഓൾ എൻസൈംസ് കാറ്റലൈസിങ് ഇന്റർ കൺവേർഷൻ ഓഫ് ഒപ്റ്റിക്കൽ ജിയോമെട്രിക് ആൻഡ് പൊസിഷണൽ ഐസോമേഴ്സ്. ഇന്റർ കൺവേർഷൻ ഓഫ് ഒപ്റ്റിക്കൽ ജിയോമെട്രിക് ആൻഡ് പൊസിഷണൽ ഐസോമേഴ്സ്. ഓക്കെ, മനസ്സിലായല്ലോ. സോ ദാറ്റ്സ് വി കോൾ ഐസോമറേസ്. നെക്സ്റ്റ് വൺ ligase. Ligase are enzymes catalyzing the linking together. Linking of two components. Example കൊടുത്തിട്ടുണ്ട്. Enzymes which catalyze joining of CO, CS, CN, PO, etc. bonds. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ? ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നല്ലേ, എന്നാൽ ഇവിടെ ബോണ്ട് ജോയിൻ ചെയ്താണ് ലീഗേസ്. എക്സാമ്പിൾസ് വൈസ് ഇത് പഠിക്കണമെന്ന് വെച്ചാൽ എക്സാം വൈസ് ഇതിൽ ചോദിച്ചിട്ടില്ല. ബട്ട് ലേറ്റർ ഓൺ ഇതിന് ശേഷമുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിലെല്ലാം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതിലെല്ലാം പറയുന്നുണ്ട്. സോ അവിടെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. ലൈക്ക് ഇൻ റെസ്പിറേഷൻ, ഫോട്ടോസിന്തസിസ്, അവിടെ എല്ലാം ഒരുപാട് എൻസൈംസ് വരുന്നുണ്ട്, ഒരുപാട് സൈക്കിൾസ് വരുന്നുണ്ട്, അവിടെ എല്ലാം എൻസൈംസ് വരുന്നു. അവിടെ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആക്കി പറയാം. Okay, so that's what we call ligases. So I hope you understand the classification. 6 classes ഏതൊക്കെ? ഓക്സിഡോഡക്ടേസ് ഉണ്ട് ഓർ ഡീഹൈഡ്രോജനേഷൻ, ഡീഹൈഡ്രോലേസ്. നെക്സ്റ്റ് വൺ എന്താ? നെക്സ്റ്റ് വൺ ട്രാൻസ്ഫറേസ്. നെക്സ്റ്റ് വൺ ഹൈഡ്രോലേസ്. ഹൈഡ്രോലേസ് പറയുമ്പോൾ ജസ്റ്റ് ബോണ്ട് ബ്രേക്കിംഗ്, ബോണ്ട് ജസ്റ്റ് കട്ട് ചെയ്യുക. ലൈസ് എന്ന് വെച്ചാൽ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിൽ കൂടി ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു, ഡബിൾ ബോണ്ട്. നെക്സ്റ്റ് വൺ എന്താ? നെക്സ്റ്റ് വൺ ഐസോമറേസ്, ഐസോമറൈസേഷൻ ഓഫ് വൺ ഫോം ടു അനദർ. നെക്സ്റ്റ് വൺ ligases, ദാറ്റ് മീൻസ് ബോണ്ട് ഫോർമേഷൻ ഓർ ജോയിനിങ് ഓഫ് ബോൺസ്. ഇതാണ് ലീഗേസിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഇനി അടുത്ത് വി വിൽ മൂവ് ടു ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്, ദ കോഫാക്ടേഴ്സ്. ഓക്കെ, enzymes are composed of one or several polypeptide chains. However, there are a number of cases in which non-protein constituents called cofactors are bound to the enzyme to make the enzyme catalytically active. ഒരു എൻസൈമിനെ കാറ്റലിറ്റിക്കലി ആക്റ്റീവ് ആക്കാൻ വേണ്ടി ഒരുപാട് ഫാക്ടേഴ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ആൻ എൻസൈം. ദേ ആർ കോൾഡ് വാട്ട്? കോഫാക്ടേഴ്സ്. ഓക്കെ, so in these instances protein portion of the enzyme is called apoenzyme. എൻസൈമിന് അറിയാലോ, എൻസൈമിന് നമുക്ക് എന്തൊക്കെ 2 പാർട്ട് എന്ന് പറയാൻ പറ്റും? വി ക്യാൻ സേ ഇറ്റ് ആസ് വാട്ട്? അപ്പോ എൻസൈം എന്ന് പറയാൻ പറ്റില്ല മക്കളെ, പറയാം അപ്പോ എൻസൈം എന്ന് നമുക്ക് പറയാം, അപ്പോ എൻസൈം. അതുപോലെ മറ്റൊരു എൻസൈം, മറ്റൊരു പാർട്ട് എന്താണെന്ന് വെച്ചാൽ the other is cofactor. Together they called enzyme നമ്മൾ മറ്റൊരു പേര് വിളിക്കുകയാണ് വാട്ട്? The hollow enzyme. Hollow enzyme means complete enzyme. Complete enzyme consists of apoenzyme എന്ന് പറയുമ്പോൾ എന്താന്ന് മക്കളെ, എന്താന്ന് പറ? Like apoenzyme is the protein part. Protein part of enzyme is called the apoenzyme. And the non-protein part നമ്മൾ വിളിക്കുന്ന പേരാണ് cofactor. Cofactor തന്നെ എങ്ങനെയുണ്ട്? Cofactor is of 3 types. 1, 2, 3 types നമ്മൾ പറയാൻ പറ്റും. കോഫാക്ടർ നമ്മൾ 3 ആക്കി പറയാൻ പറ്റും. ഓക്കെ, ദേ ആർ കോൾഡ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. അതുപോലെ എന്തുണ്ട്? കോ എൻസൈംസ് ഉണ്ട്. കോ എൻസൈംസ് ആർ പ്രസന്റ്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് ആർ കോ എൻസൈംസ് ആർ പ്രസന്റ് ആൻഡ് മെറ്റൽ അയോൺസ് ആർ ഓൾസോ പ്രസന്റ്. Prosthetic group, coenzymes and metal ions are present as cofactors. Cofactor 3 വേറെ വേരിയൻസ് ആണ് നമ്മൾ എന്ത് പറയാം? We can say it as prosthetic group എന്ന് പറയാം, coenzyme എന്ന് പറയാം, metal ions എന്ന് പറയാം. These are all the cofactors. Now, what are prosthetic groups? Prosthetic groups are organic compounds and are distinguished from the other cofactors in that they are tightly bound to the apoenzyme. Prosthetic groups are, നോക്കൂ ഇതെല്ലാം പോയിന്റ്സ് ആണ്, ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ടൈറ്റ്ലി ബൗണ്ട് ആയതുകൊണ്ടാണ് നമ്മൾ പ്രോസ്തെറ്റിക് ഗ്രൂപ്പിന് അത്രയും പറയുന്നത്. ദേ ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഓൾസോ. ഓക്കെ, എക്സാമ്പിൾ പെറോക്സിഡേസ് ആൻഡ് കാറ്റലേസ് വിച്ച് കാറ്റലൈസ് എ ബ്രേക്ക് ഡൗൺ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ടു വാട്ടർ ആൻഡ് ഓക്സിജൻ. ഹീം ഇസ് ദ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. ഓക്കെ, ഹീം ഇസ് ദ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് അവൈലബിൾ. ഹീം ഇസ് ദ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ആൻഡ് ഇസ് എ പാർട്ട് ഓഫ് ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻ എൻസൈം. മനസ്സിലായോ? അതായത് ബ്രേക്ക് ഡൗൺ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ടു വാട്ടർ ആൻഡ് ഓക്സിജൻ. ഇവിടെ ഒരു റിയാക്ഷൻ ഞാൻ ഇവിടെ എഴുതാം. ഓക്കെ, നോക്കൂ. Hydrogen peroxide H2O2 gives what? H2O plus O2. ഞാൻ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഓക്കെ, H2O2 gives H2O plus O2.
ഇവിടെ ഹാഫ് O2 ചെയ്താൽ മതി. ഓക്കെ, ഹാഫ് O2, H2O പ്ലസ് ഹാഫ് O2. ഇവിടെ യൂസ് ചെയ്യുന്ന എൻസൈംസ് ഏതൊക്കെയാണെന്ന് പറ മക്കളെ. ഇവിടെ ഇറ്റ് ഈസ് പെറോക്സിഡേസ് and catalase. Peroxidase and catalase. ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ് എന്താണെന്ന് വെച്ചാൽ ഹീം, നമ്മുടെ സ്വന്തം ഹീം വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഹീം വന്നിട്ട് പെറോക്സിഡേസ് അല്ലെങ്കിൽ കാറ്റലൈസിൽ പോയി ബൈൻഡ് ചെയ്ത് ജസ്റ്റ് ഇൻക്രീസ് അതും കൂടി വന്നാൽ മാത്രമേ ദാറ്റ് ബിക്കംസ് എ കംപ്ലീറ്റ് എൻസൈം. ഹീം കൂടി വരണം. ഓക്കെ, പെറോക്സിഡേസിൻ്റെ കൂടെ ഹീം എന്ന ഫാക്ടർ ഇല്ലെങ്കിൽ ഇറ്റ് വോണ്ട് ഫംഗ്ഷൻ കംപ്ലീറ്റ്ലി. ഹീം കൂടി വന്നാൽ ഇറ്റ് വുഡ് ഫംഗ്ഷൻ പെർഫെക്റ്റ്ലി. ഓക്കെ, സോ ഹീം ഇസ് ദ പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ്. നെക്സ്റ്റ് കോ എൻസൈംസ് ആർ ഓൾസോ ഓക്കെ ഇസ് ദ പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ് പറഞ്ഞു. കോ എൻസൈംസ് ഓൾസോ ഓർഗാനിക് കോമ്പൗണ്ട്സ് തന്നെയാണ്, ബട്ട് അസോസിയേഷൻ ഓഫ് എൻസൈംസ് ഓൺലി ട്രാൻസിയൻറ്റ്, ജസ്റ്റ് ട്രാൻസിയൻറ്റ് അസോസിയേഷനാണ്. അതായത് റിയാക്ഷൻ നടക്കുമ്പോൾ മാത്രം അത് ജോയിൻ ചെയ്ത് നിൽക്കും, അല്ലാത്തപ്പോൾ അത് വിട്ടു നിൽക്കും. ഓക്കെ, ലൈക്ക് നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല നമുക്കെല്ലാം, ലൈക്ക് ബാക്കിയുള്ള ഫ്രണ്ടിൽ എത്തുമ്പോൾ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്, അതൊക്കെയാണ് ഞങ്ങൾ ലൈക്ക് നല്ല ഒരു ബോണ്ടാണ് ഞങ്ങൾ തമ്മിൽ നിന്ന്. ബട്ട് ആക്ച്വലി ദർ ആർ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ബിറ്റ്വീൻ ദം ആൻഡ് അവർ തമ്മിൽ ആക്ച്വലി ഇറ്റ്സ് എ ഫേക്ക് റിലേഷൻഷിപ്പ്. ഓക്കെ, ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ജസ്റ്റ് ഒരു വെരി സില്ലി ആയി പോയിട്ടുണ്ടാകും, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞതാണ്. So prosthetic group is tightly bound and coenzyme is just transiently bound. Okay, enzyme or during the course of the catalysis മാത്രമേ അതെന്ത് ചെയ്യും, ടൈറ്റ് ചെയ്ത് നിൽക്കുള്ളൂ. എന്നാൽ ഇവിടെ ഹീം എന്ന് വെച്ചല്ലോ, പെറോക്സിഡേസിന് കൂടെ ഫുൾ ടൈം ഹീം ഉണ്ടാവും. ഓക്കെ, ബട്ട് കാറ്റലിസിസ് ഉണ്ടാവില്ല. എക്സാമ്പിൾസ് നോക്കൂ. എസെൻഷ്യൽ കെമിക്കൽ കോമ്പൗണ്ട്സ് ഓഫ് മെനി കോഎൻസൈംസ് ആർ വൈറ്റമിൻസ്. എക്സാമ്പിൾസ് ആർ വൈറ്റമിൻസ്. ഓക്കെ, കോഎൻസൈം നിക്കോട്ടിനമൈഡ് അഡനിൻ, അതായത് NADP ആണ്. നിക്കോട്ടിനമൈഡ് അഡനിൻ ഡൈന്യൂക്ലിയോടൈഡ്. NADP കൺസിസ്റ്റ് വൈറ്റമിൻ നിയാസിൻ ഇസ് പ്രസൻറ്റ്. NADP എല്ലാം യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം NADP എന്ന് പറയുമ്പോൾ റെസ്പിറേഷനിലുണ്ട്, അതുപോലെ ഫോട്ടോസിന്തസിസ് എല്ലാം എനർജി കറൻസി അല്ല, ഒരു ഓക്സിഡേറ്റീവ് പ്രൊഡക്റ്റ് പോലെയാണ് നമ്മൾ NAD എല്ലാം പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ നിന്നും നമ്മൾ എനർജി ലൈക്ക് ഇലക്ട്രോൺസ് കിട്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യും വഴി എനർജി എല്ലാം റിലീസ് ചെയ്യുന്നത്. ഓക്കെ, സോ NADP ഇതിലെല്ലാം എന്താണെന്ന് വെച്ചാൽ നിയാസിൻ ഒരു വൈറ്റമിൻ ഉണ്ട്. അതായത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാറ്റലിസിസിൻ്റെ കോഴ്സിൽ മാത്രമേ നിയാസിൻ എന്ത് ചെയ്യുന്നുള്ളൂ, NADയുടെ കൂടെ നിൽക്കുന്നുള്ളൂ. അല്ലാത്ത കേസെല്ലാം നിയാസിൻ്റെ വഴിക്ക് പോകും, നിയാസിൻ്റെ പണിക്ക് പോകും. ഓക്കെ, ഇതിനെ അറിയും പോലും ഉണ്ടാവില്ല. NADP അത് ആരാ എന്ന് പേര് ചോദിക്കും, നിയാസിൻ. ഓക്കെ, അത്രയും ഒരു അങ്ങനത്തെ ഒരു ബന്ധമായിരിക്കും ഉണ്ടാവും. ദേ ആർ ജസ്റ്റ് ട്രാൻസിയൻറ്റ് റിലേഷൻ, ട്രാൻസിയൻ അറ്റാച്ച്മെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ് അങ്ങനെയല്ല. ഹീം ഫുൾ ടൈം ആരുടെ കൂടെ, പെറോക്സിഡേസ് എൻസൈമിൻ്റെ അതുപോലെ കാറ്റലിസ് എൻസൈമിൻ്റെ കൂടെ ഫുൾ ടൈം ആരുണ്ട്, ഹീമുണ്ട്. Okay, that's the main difference between prosthetic group and coenzyme. So I hope you understand what is the difference between cofactor prosthetic ഗ്രൂപ്പും coenzyme തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Now, a number of enzyme require metal ion for their activity. ചിലർക്ക് മെറ്റൽ അയോൺ ആവശ്യമുള്ളത്. ഓക്കെ, എക്സാമ്പിൾ സിങ്ക് ഇസ് എ കോഫാക്ടർ ഓഫ് എ പ്രോട്ടീനിക് എൻസൈം കോൾഡ് കാർബോക്സിപെപ്റ്റിഡേസ്. നമ്മൾ ഡൈജഷനിൽ പഠിക്കുന്ന എൻസൈമാണ് കാർബോക്സിപെപ്റ്റിഡേസ്, സ്റ്റൊമക്കിലുള്ളത്. ഓക്കെ, ഇൻഡസ്ട്രിയൽ ജ്യൂസിലെല്ലാം ഉള്ളതാണ് കാർബോക്സിപെപ്റ്റിഡേസ്. അതിന് സിങ്ക് അയോൺ ഇസ് കോഫാക്ടർ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കോഫാക്ടർ സിങ്ക് ഇസ് ബീങ് യൂസ്ഡ്. വൺ വേർഡായി ചോദിക്കാവുന്നതാണ്. സിങ്ക് ഇസ് യൂസ് ഫോർ കാർബോക്സിപെപ്റ്റിഡേസ്. ഓക്കെ, അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താ, അറ്റ് ദ സെയിം ടൈം ഫോർ വൺ ഓർ മോർ കോർഡിനേഷൻ ബോണ്ട് വിത്ത് ദ സബ്സ്ട്രേറ്റ്. ദേ ഫോം കോർഡിനേഷൻ ഫോമാണ് ബോണ്ട് ചെയ്യുക. സെയിം ടൈം ഫോം വൺ ഓർ മോർ കോർഡിനേഷൻ ബോണ്ട്സ് വിത്ത് ദ സബ്സ്ട്രേറ്റ്. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. മെറ്റൽ അയോൺസ് സിങ്ക് യൂസ് ഇൻ കാർബോക്സിപെപ്റ്റിഡേസ്. Catalytic activity is lost when the cofactor is removed from the enzyme, which testifies that they play a crucial role in the catalytic activity of the enzyme. Cofactor is much very important. കാരണം പ്രോട്ടീൻ പാർട്ട് മാത്രം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. കോഫാക്ടർ കൂടി വരുമ്പോഴാണ് ഇറ്റ് ബിക്കംസ് എ ഹോളോ ട്രൂ എൻസൈം. ഓക്കെ, ഹോളോ കംപ്ലീറ്റ് എൻസൈം ഫോം ചെയ്യുന്നത് ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് കോഫാക്ടർ എന്തൊക്കെ ടൈപ്പ് ഉണ്ട്? കോഫാക്ടർ നമുക്ക് പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ് പറയാൻ പറ്റും, കോഎൻസൈം പറയാൻ പറ്റും, അതുപോലെ മെറ്റൽ അയോൺസും കൂടി പറയാൻ പറ്റും. ഓക്കെ, സോ പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ് ടൈറ്റ്ലി ബൗണ്ട്സ് വിത്ത് എൻസൈം, coenzyme transition bond ആയിരിക്കും, and metal ions like zinc അത് form coordination bonds with the enzyme. So that's the chapter biomolecules in front of you. ഇത്രയേ ഉള്ളൂ ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്റർ. ഓക്കെ, ഇതിൽ നമ്മൾ എല്ലാ പോയിന്റ്സും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് ആക്ച്വലി ബേസ് ചാപ്റ്റർ. ഇത് വെച്ച് നമ്മൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടി. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു നോക്കാം. സോ ഇൻ ദിസ് ചാപ്റ്റർ ഹിയർ വി ആർ ഗോയിങ് ലുക്ക് ഒരു ക്വിക്ക് റിവ്യൂ ഒന്ന് ചെയ്ത് നോക്കാം. സോ ബയോമോളിക്യൂൾസ് നമ്മൾ ഫസ്റ്റ് എന്ത് പറഞ്ഞു? ഫസ്റ്റ് നമ്മൾ ആ മോട്ടർ പെസൽ എക്സ്പെരിമെൻറ്റ് നമ്മൾ പറഞ്ഞു. അതിൽ ബയോ മാക്രോമോളിക്യൂൾസ് എന്താ, ബയോ മൈക്രോമോളിക്യൂൾസ് എന്താ, ഇതിൻ്റെ ഫംഗ്ഷനിങ്ങും സംഭവങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഓക്കെ, ആൻഡ് ദെൻ
ആസിഡ് ഇൻസോലിബിൾ ഫ്രാക്ഷൻ, ആസിഡ് സോലിബിൾ ഫ്രാക്ഷൻ, അവിടെ എന്തൊക്കെ കണ്ടു, എന്തൊക്കെ കണ്ടില്ല. കണ്ടത് ലൈക്ക് ആസിഡ് ഇൻസോലിബിൾ ഫ്രാക്ഷൻ നമ്മൾ ബയോ മാക്രോ മോളിക്യൂൾസ് ആയ CHON, അല്ലെങ്കിൽ ലൈക്ക് ഇൻ ടിപ്പിക്കൽ കേസ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് ആൻഡ് ലിപ്പിഡ്സ്. ഫാറ്റ്സിൻ്റെ കേസ് ഞാൻ പറഞ്ഞു, ഫാറ്റ്സിൻ്റെ പ്രശ്നം എന്താ, ഫാറ്റ്സ് ഓർ ലിപ്പിഡ്സ് അത് ആക്ച്വലി 800 ഡാൾട്ടന് കുറവാണ് മോളിക്കുലർ വെയിറ്റ് ഉള്ളത്. ഓക്കെ, ബട്ട് വാട്ട് ഹാപ്പൻസ്, വാട്ട് ദ ഓൺലി തിങ്, എന്തുകൊണ്ടാണ് അത് അവിടെ മുകളിൽ നിൽക്കുന്നത്, ബിക്കോസ് ഫാറ്റ്സ് ആർ ഇൻസോലിബിൾ. എത്ര ശ്രമിച്ചാലും അത് സെൽ മെമ്പറിൽ ഉള്ള കോൺസ്റ്റൻ്റ് ആണ്, അതിനെ ബ്രേക്ക് ചെയ്ത് ശ്രമിച്ചാലും വി കാൺ ഗെറ്റ് ഇറ്റ് ഇൻ ദ ആസിഡ് സോലിബിൾ ഫ്രാക്ഷൻ, പറ്റില്ല. സോ ദാറ്റ്സ് വൈ ദേ ആർ നോട്ട് സ്ട്രിക്ട്ലി മാക്രോമോളിക്യൂൾസ് എന്നാണ് അവിടെ ഒരു ടെക്നിക്കൽ ടേം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ താഴെയുള്ളത് ലൈക്ക് സൈറ്റോപ്ലാസ്മിക് കണ്ടൻ്റ് ആണ്. സോഡിയം, അതുപോലെ മെഗ്നീഷ്യം, അതുപോലെ കാൽഷ്യം, ഫോസ്ഫറസ്, ഇതെല്ലാം ഉള്ളത് എവിടെ, ആസിഡ് സോലിബിൾ പൂളായ താഴെ ഫിൽട്രേറ്റിനകത്താണ് ഉള്ളത്. അതാണ് നമ്മൾ ഫസ്റ്റ് വൺ എക്സ്പെരിമെൻറ്റ്. എന്നിട്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ലൈക്ക് ദ കമ്പാരിസൺ ബിറ്റ്വീൻ ഹ്യൂമൻ ബോഡി ആൻഡ് വാട്ട് ആൻഡ് ദ എർത്ത്സ് ക്രസ്റ്റ്, ഇതെല്ലാം കമ്പയർ ചെയ്ത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് എന്ത് പറഞ്ഞു, അബൌട്ട് ദ ഡിസ്ട്രക്റ്റീവ് മെത്തേഡ്, ഡിസ്ട്രക്റ്റീവ് മെക്കാനിസം നമ്മൾ പറഞ്ഞു. ലൈക്ക് ജസ്റ്റ് ലീഫിനെ ഹീറ്റ് ചെയ്യുക, എന്നിട്ട് ആഷിൽ കോൺസ്റ്റൻസ് എന്താണെന്ന് നോക്കുക, പോയ ഗ്യാസ് എന്താണെന്ന് നോക്കുക. നെക്സ്റ്റ് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, ലൈക്ക് ബി എ ബ്രീഫ് ഇൻട്രഡക്ഷൻ അബൌട്ട് എവറിത്തിങ്. അമിനോ ആസിഡിനെ കുറിച്ച്, ലൈക്ക് അസിഡിക് ഗ്രൂപ്പ്, അമിനോ ആസിഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അവിടെ സ്വിറ്റർ അയോണിക് ഫോംസ്, ദെൻ വാട്ട് ടൈപ്പ് ഓഫ് അമിനോ ആസിഡ്സ്, ലൈക്ക് അസിഡിക്, ബേസിക്, ന്യൂട്രൽ, എന്തൊക്കെയാണ് അതിൻ്റെ ഫോംസ് എന്തൊക്കെയാണ്, സ്വിറ്റർ അയോണിക് ഫോംസ് എന്തൊക്കെയാണ്, അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്തൊക്കെയാണ്, എന്നിട്ട് ലൈക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അരോമാറ്റിക് അമിനോ ആസിഡ് എന്തൊക്കെയാണ്, ലൈക്ക് അതുപോലെ ദെൻ അബൌട്ട് ദ ലിപ്പിഡ്സ് അതിനെ പറ്റി, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ്, ദെൻ അത് എന്തുകൊണ്ടാണ് ഗ്ലിസറോൾ, വാട്ട് ഇസ് ഗ്ലിസറോൾസ് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതുപോലെ ട്രൈഗ്ലിസറൈഡ്, മോണോഗ്ലിസറൈഡ്, ഡൈഗ്ലിസറൈഡ്, അങ്ങനത്തെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞു അതിൽ കുറച്ച് എക്സ്ട്രാ സ്ട്രക്ചർ വന്നാൽ ഫോസ്ഫോലിപ്പിഡ്, ഫോസ്ഫറസ് എന്നാൽ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയാൻ പറ്റും. അങ്ങനെയെല്ലാം നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു, ലിവിങ് ഓർഗാനിസം, കുറച്ച് ന്യൂക്ലിക് ആസിഡിനെ കുറിച്ച്, നമ്മളെന്ത് പറഞ്ഞു, നൈട്രജൻ ബേസസ്, അതായത് അഡനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യൂറാസിൽ, തൈമഡിൻ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതിൻ്റെ മെയിൻ സ്ട്രക്ചർ, പ്യൂരിൻസ് എന്താ, പിരിമിഡിൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് ന്യൂക്ലിയോസൈഡ്, അതിലേക്കൊരു ഗ്ലൂക്കോസ് ഗ്രൂപ്പ് കൂടി വന്നാൽ ഇറ്റ് ബിക്കംസ് എ ന്യൂക്ലിയോസൈഡിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടി വന്നാൽ ഇറ്റ് ബിക്കംസ് എ ന്യൂക്ലിയോടൈഡ്. ഓക്കെ, ന്യൂക്ലിയോടൈഡ് അറേഞ്ച് ചെയ്ത് നിൽക്കുന്നതാണ് വാട്ട് DNA ആൻഡ് RNA. അതിൽ ഉപയോഗിക്കുന്ന ഗ്ലൂക്കോസ്, അതിൽ ഉപയോഗിക്കുന്ന ഒരു ഷുഗർ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അത് റൈബോസ് ആണെങ്കിൽ ഇറ്റ് വുഡ് ബി RNA. ഡിയോക്സി റൈബോസ് ആണ്, ഇറ്റ് വുഡ് ബി ഡിയോക്സി റൈബോ DNA. ദാറ്റ് മീൻസ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് DNA. ആൻഡ് ദാറ്റ്സ് തിങ്. ആൻഡ് ഈ ഫിഗർ കണ്ടല്ലോ, ഈ ഫിഗറിൽ ഏകദേശം എല്ലാം പഠിക്കാനുള്ളതാണ്. എല്ലാതും ആ ഒരു സെയിം ഇമ്പോർട്ടൻസ് ഇത് കൊടുത്ത് പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്. നമ്മൾ മുകളിൽ പറഞ്ഞ ഫിഗറിലുള്ള എല്ലാം പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആണ്. താഴെയുള്ള ഈ ഒരു കോളം കണ്ടോ, ഈ കോളം ഞാൻ പറഞ്ഞു 80% ഓഫ് ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ ഇതിനായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, സോ അത് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ, സോ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. നോ ബയോ മാക്രോ മോളിക്യൂൾസ്. അതെ, ബയോ മാക്രോ മോളിക്യൂൾസ് നോക്കൂ, 800 ഡാൾട്ടൺ, 18 ഡാൾട്ടൺ, ഇതിൻ്റെ ഒരു കേസ്, ഒരു മേജർ ഡിഫറൻസ് വരുന്നത് എവിടെയാണെന്ന് നമുക്ക് നോക്കി. 800. നെക്സ്റ്റ് പ്രോട്ടീൻ, ഷുഗർ ആൻഡ് ന്യൂക്ലിക് ആസിഡ് ഗ്രേറ്റർ ദാൻ 10,000 ഡാൾട്ടൺ വരുന്നത്, അതുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. നെക്സ്റ്റ് ആവറേജ് കമ്പോസിഷൻ എന്തൊക്കെയാണ്. നെക്സ്റ്റ് ഓൺ ടു ദ പ്രോട്ടീൻസ്, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ പെപ്റ്റൈഡ് ബോൺസ്, എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ഏതൊക്കെയാണ്, അമിനോ ആസിഡ്സിൻ്റെ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്, ഇത് ചോദിച്ചിട്ടുണ്ട്. ഈ GLUT4 ഉണ്ടല്ലോ, അത് ലൈക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഇറ്റ്സ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസർ. GLUT4 അതിൻ്റെ ഫംഗ്ഷൻ, ദാറ്റ്സ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടിംഗ് ടു ദ സെൽ. ഓക്കെ, then essential amino acid, then here the most abundant protein in the animal world and the most abundant protein in the biosphere, whole biosphere is the rubisco, while in the rest of the animal world is collagen. Understood? So next one, the polysaccharide, the acid insoluble pellet, and polysaccharide which is നമ്മൾ പറഞ്ഞു cellulose, inulin, what's a homopolymer, what's a heteropolymer, and the like the ends, like left hand side എന്താണ്, right hand side എന്താണ്, and reducing and non reducing, അതുപോലെ സാധനങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഓക്കെ, സ്റ്റാർച്ച് ക്യാൻ ഹോൾഡ്, എന്തുകൊണ്ടാണ് ഗ്ലൈക്കജൻ ലൈക്ക് സ്റ്റെയിനിങ്, എന്തുകൊണ്ട് ഗ്ലൈക്കജൻ സ്റ്റെയിൻ തരുന്നു, എന്തുകൊണ്ട് സെല്ലുലോസ് തരുന്നില്ല, ബിക്കോസ് ഓഫ് ദ ബ്രാഞ്ചിങ് ആൻഡ് അൺബ്രാഞ്ചിങ്, ഇതെല്ലാം പറഞ്ഞത് നമ്മൾ എപ്പോഴാണ് പറഞ്ഞത്, ജസ്റ്റ് ബിക്കോസ് ഓഫ് ദി സ്റ്റാർച്ച്. ഓക്കെ, നമ്മൾ ബ്രാഞ്ചിങ് കേസ് വെച്ചാണ് നമ്മൾ സ്റ്റാർച്ചിന് ഇത് വരുന്നു, അതുപോലെ സെല്ലുലോസിന് വരുന്നില്ല എന്തെല്ലാം പറഞ്ഞത് ഈ ബ്രാഞ്ചിങ് കേസ് വെച്ചിട്ടാണ്. ഓക്കെ, നൗ അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു, ലൈക്ക് അബൌട്ട് ദ സം കോംപ്ലക്സസ്, അതായത് സം കോംപ്ലക്സ് പോളിസാക്കറൈഡ്. നമ്മൾ വെറും ഹോമോ പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ ഹോമോ പോളിസാക്കറൈഡ്സ് ആയിരുന്നു സെല്ലുലോസും സ്റ്റാർച്ചും. അതിൽ വ്യത്യാസം വരുന്നത് ബിക്കോസ് ഓഫ് ദ ബ്രാഞ്ചിങ്. നൗ നെക്സ്റ്റ് ദ N-അസിറ്റൈൽ ഗ്ലൂക്കോസമൈൻ, N-അസിറ്റൈൽ ഗാലക്ടോസമൈൻ എന്നിവരുടെ ഒരു ഹോമോ പോളിമറാണ് എന്ത്, കൈറ്റിൻ എന്ന് വെച്ചാൽ. കൈറ്റിൻ നമുക്കറിയാം ആർത്രോപോഡ്സിനെല്ലാം, അതുപോലെ ഫംഗൽ സെല്ലുലോസ് എല്ലാം പറയുന്ന കൈറ്റിനാണ്. അതെല്ലാം ഹോമോ പോളിമർ ഓഫ് N-അസിറ്റൈൽ ഗ്ലൂക്കോസമൈൻ ആൻഡ് N-അസിറ്റൈൽ ഗാലക്ടോസമൈൻ. ഓക്കെ, സോ നെക്സ്റ്റ് അപ്പോൾ ന്യൂക്ലിക് ആസിഡ് നമ്മൾ എന്തൊക്കെ പറഞ്ഞു, അബൌട്ട് ദ പ്യൂരിൻസ്, പിരമിഡിൻസ്, അതിനെല്ലാം കുറിച്ച് അധികം പറഞ്ഞു. ഓക്കെ, ആൻഡ് അബൌട്ട് ദ റൈബോസ്, ഡിയോക്സി റൈബോസ്, ഇത് കാരണം ഉണ്ടാകുന്ന RNA ആൻഡ് DNA, ഇതിനെക്കുറിച്ചും പറഞ്ഞു. നെക്സ്റ്റ് സ്ട്രക്ചേഴ്സ്, അബൌട്ട് ദ പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ,
സെക്കൻഡറി സ്ട്രക്ചർ ആൽഫ ഹെലിക്സ് ആൻഡ് ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചർ. ഇത് രണ്ടുമാണ് മെയിൻ സ്ട്രക്ചേഴ്സ് ഉള്ളത്. ടേഴ്സറി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം ടേഴ്സറി സ്ട്രക്ചർ. ഓക്കെ, ഒരു ഇൻ്റർ പെപ്റ്റൈഡൽ ഓർ ഇൻ്റർ അമിനോ ആസിഡ് ഡൈസൾഫേറ്റ് ബ്രിഡ്ജസ് വെച്ച് ഫോം ചെയ്യുന്നതാണ് ടേഴ്സറി സ്ട്രക്ചർ. ഓക്കെ, അതിന് എക്സാമ്പിൾ നമ്മൾ മയോഗ്ലോബിൻ എല്ലാം പറഞ്ഞു. മയോഗ്ലോബിൻ എല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതാണ്. എന്നിട്ട് 2 ആൽഫ സബ് യൂണിറ്റ്, 2 ബീറ്റ സബ് യൂണിറ്റ്, ഇങ്ങനത്തെ 4 മയോഗ്ലോബിൻസ് അല്ല ടേഴ്സറി സ്ട്രക്ചേഴ്സ്. ഇതിൻ്റെ ഒരു കോമ്പിനേഷനായി മറ്റൊരു സ്ട്രക്ചർ, അതാണ് ക്വാട്ടർണറി സ്ട്രക്ചർ. നമ്മളെ സംഭവം ഇവിടെ തന്നെ ഉണ്ട്, ക്വാട്ടർണറി സ്ട്രക്ചർ. ഓക്കെ, സോറി. നെക്സ്റ്റ് അവിടുത്തെ എൻസൈംസ് എന്താണ്, എൻസൈം സബ്സ്ട്രേറ്റ്സ് എന്തൊക്കെയാണ്, എൻസൈം സബ്സ്ട്രേറ്റ് റിയാക്ഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ആൻഡ് ദെൻ ആഫ്റ്റർവേർഡ്സ് സബ്സ്ട്രേറ്റിനെ കുറിച്ച് പറഞ്ഞു. ദെൻ അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ dP/dt, ദെൻ കാർബോണിക് ആൻഹൈഡ്രേറ്റ്സിൻ്റെ മിറാക്കിൾ പെർഫോമൻസ്, അതിൻ്റെ മാജിക്കൽ പെർഫോമൻസ് നമ്മൾ പറഞ്ഞു. എന്നിട്ട് 1 hour അതിൻ്റെ റേറ്റ് പറഞ്ഞു. ദെൻ എൻസൈംസ്, ഹൗ ഡു എൻസൈം ബ്രിങ് അബൌട്ട് സച്ച് ഹൈ റേറ്റ്സ് ഓഫ് കെമിക്കൽ കൺവേർഷൻസ്. ഓക്കെ, എൻസൈം സബ്സ്ട്രേറ്റ് റിയാക്ഷൻ, എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ്, ദെൻ എൻസൈം പ്ലസ് പ്രൊഡക്റ്റ്, ഈ കാര്യങ്ങൾ. എന്നിട്ട് അതിൻ്റെ ആക്ടിവേഷൻ, ഈ ആക്ടിവേഷൻ ഗ്രാഫ്, പൊട്ടൻഷ്യൽ എനർജി ഗ്രാഫ്, കൺസെപ്റ്റ് ഓഫ് ആക്ടിവേഷൻ എനർജി, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഗ്രാഫ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് ഗ്രാഫാണ്, നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇത് പഠിക്കാതെ ലൈക്ക് നീറ്റിന് പോകാൻ പാടില്ല. കാരണം ഇത് ഇവിടെ മാത്രമല്ല, ഇത് കെമിസ്ട്രിയിലൊക്കെ വരുന്നുണ്ട്. ഇത് ഇവിടെ നല്ലൊരു ക്ലിക്ക് കൺസെപ്റ്റ് കിട്ടിയാൽ കെമിസ്ട്രി നമുക്ക് ഈസി അറ്റൻഡ് പോലും ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ദ തിങ്. നൗ നേച്ചർ ഓഫ് എൻസൈം റിയാക്ഷൻ, എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ്, എൻസൈം പ്ലസ് പ്രൊഡക്റ്റ്, അങ്ങനത്തെ റിയാക്ഷൻസ് എല്ലാം പറഞ്ഞു. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി, ടെമ്പറേച്ചർ, pH. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് പറ്റുന്നു, കുറയുന്നവൻ സംഭവിച്ചു. കൂടുമ്പോൾ ഡീനാച്ചുറേഷൻ സംഭവിക്കുന്നു, കുറയുമ്പോൾ ഇനാക്ടിവേഷൻ. pH അതുപോലെ തന്നെ, ദാറ്റ് നാരോ റേഞ്ച് ഓഫ് pH മാത്രമേ പറ്റുന്നുള്ളൂ. ടെമ്പറേച്ചർ ആണെങ്കിൽ അതുപോലെ. കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്, എൻസൈം കൂടുമ്പോൾ, എൻസൈം അല്ല സബ്സ്ട്രേറ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, 2, 4, 6. ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞല്ലോ, ആ എക്സാമ്പിൾ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനത്തെ ഒരു ഫിഗർ വരക്കാൻ പറ്റും. ഇവിടെ താഴെ y ആക്സിസ് x ആക്സിസ് എന്താക്കി ശ്രമിച്ചോളൂ. ഓക്കെ, എന്താണെന്ന് നോക്കിക്കോളൂ. V മാക്സും K എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ, എൻസൈം കോൺസെൻട്രേഷൻ. വെലോസിറ്റി ഇസ് ദ റേറ്റ്. Then about the inhibition, enzyme inhibition, like typical example, malonate, succinyl എന്താ dehydrogenase, അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന മാലോനേറ്റ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈം നമ്മൾ എന്തൊക്കെ ചെയ്തു, ലൈക്ക് 6 ക്ലാസ്സസ് ഉണ്ട്. ദെൻ 4 to 13 സബ് ക്ലാസ്സസ് ഉണ്ട്. ആൻഡ് ഓൾസോ ബൈ 4 ഡിജിറ്റ് നമ്പർ. ആ ഡിജിറ്റ് നമ്പർ എല്ലാം ഒരു നീറ്റ് യൂജിക്ക് അത് ഇതുവരെ ചോദിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അത് ചോദിച്ചിട്ടില്ല. ബട്ട് ഒരു MBBS ലെവലാണ് ആ ഒരു 4 ഡിജിറ്റ് നമ്പർ ഇമ്പോർട്ടൻസ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ബാക്കി MBBSിലേക്ക് വാ, അവിടെ ബാക്കി പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ കോഫാക്ടേഴ്സ് പഠിക്കുമ്പോൾ എന്തൊക്കെയുണ്ട്, എൻസൈം, ഹോൾ എൻസൈം ഉണ്ട്, അപ്പോ എൻസൈം, കോഫാക്ടർ, ഇതെല്ലാം പറയുന്നു. അപ്പോ എൻസൈം ഇസ് ദ പ്രോട്ടീൻ പാർട്ട് ആൻഡ് ഹോൾ ലൈക്ക് ദ കോഫാക്ടർ ഇസ് എ നോൺ പ്രോട്ടീൻ പാർട്ട്. കോഫാക്ടർ 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെ, പ്രോസ്റ്റേറ്റിക് ഗ്രൂപ്പ്, കോഎൻസൈംസ് ആൻഡ് മെറ്റൽ അയോൺസ്. പ്രോസ്റ്റേറ്റിക് ഗ്രൂപ്പ് ഇസ് tightly bound, coenzymes are not tightly bound. Examples of prosthetic group is what? Prosthetic examples are heme in peroxidase and catalase. Catalase and peroxidase heme നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എന്ത്, പ്രോസ്റ്റേറ്റിക് ഗ്രൂപ്പ് ആയിട്ട്. നെക്സ്റ്റ് കോഎൻസൈം ആയിട്ട് എന്തൊക്കെയാണ് യൂസ് ചെയ്യുക, മെയിൻലി വൈറ്റമിൻസ്. ഇൻ കേസ് ഓഫ് NAD ആൻഡ് NADP, നിക്കോട്ടിനമൈഡ് അഡനിൻ ഡൈന്യൂക്ലിയോടൈഡ്, അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോഎൻസൈം ഇസ് വൈറ്റമിൻ നിയാസിൻ. നെക്സ്റ്റ് വൺ ദ മെറ്റൽ അയോൺസ്. സിങ്ക് ഇസ് യൂസ്ഡ് ഇൻ കാർബോക്സിപെപ്റ്റൈഡേസ്. ഇത്രയും പറയുമ്പോൾ നമ്മുടെ സമ്മറി പോലെയായി. ഹോൾ ചാപ്റ്റർ ഇസ് ബീങ് കംപ്ലീറ്റഡ്. സോ ദാറ്റ്സ് ചാപ്റ്റർ ബയോമോളിക്യൂൾസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഇനി എനി ഡൗട്ട്സ് എന്തെങ്കിലും ചോദിച്ചോളൂ. ബയോമോളിക്യൂൾസ് ഈ വീഡിയോ ഫുൾ കാണുമ്പോഴേക്ക് ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്റർ നിങ്ങൾ അത്രയ്ക്കും യു ഷുഡ് ബി പ്രോ ഇൻ ഇറ്റ്. ഓക്കെ, സോ എനി ഡൗട്ട്സ് എന്തെങ്കിലും ചോദിച്ചോളൂ, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. Here, look at this. What are gums made up of? Is Fevicol different? Okay, theory level നല്ല different variety questions ആണ്. Okay, find out a qualitative test for proteins, fats and oils, amino acids, and test for any fruit juice, saliva, sweat and urine for them. So ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലേ? എന്താണ് മക്കളെ, കുറച്ച് ഡൗട്ട്സ് ഒക്കെ ചോദിക്കുക. മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. എനിക്ക് കുറച്ച് പണിതാ. ഇത് ജസ്റ്റ് വൺ വേ കമ്മ്യൂണിക്കേഷൻ അല്ലേ, എനിക്ക് കുറച്ച് പണിതാ. നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവും, എനിക്ക് ഇയാൾ ഇത്ര കുറേ നേരം ക്ലാസ് എടുക്കുന്നുണ്ട്, ഈ സാറ് കുറച്ച് പണി തരാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? തന്നോളൂ, എനിക്ക് പണി തരൂ. സോ നോ ക്വസ്റ്റ്യൻസ് ആൻഡ് നോ പണി. കുട്ടികൾക്കെല്ലാം ഭയങ്കര സ്നേഹം. അവർക്ക് എന്നെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഒരു ആഗ്രഹമില്ല, ക്വസ്റ്റ്യൻ ചോദിച്ച് ബുദ്ധിമുട്ടിക്കണമെന്ന് ഒരു ആഗ്രഹമില്ല. ഓക്കെ, അങ്ങനത്തെ ആയ സ്ഥിതിക്ക്
എന്നാൽ നിങ്ങൾക്ക് ഡൗട്ട്സ് വരികയാണെങ്കിൽ ചോദിക്കാം, പ്രൈവറ്റായി ചോദിക്കാം. ഓക്കെ, വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളുടെ മെൻറ്റേഴ്സിന് അയച്ചു കൊടുത്താൽ മതി, അവരെനിക്ക് ഫോർവേഡ് ചെയ്തോളും. ആൻഡ് ഐ വിൽ റിസോൾവ് ഇറ്റ് ഓൾറെഡി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഇത് ഇന്ന് തന്നെ വായിച്ചു നോക്കാം. ഓക്കെ, ബയോമോളിക്യൂൾസ് ആൻഡ് ഡു ക്വസ്റ്റ്യൻസ്. ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാം അയച്ചു തരാം. ഓക്കെ, സോ ഗുഡ് ബൈ. താങ്ക് യു. ഇനി ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ടാവും. ആൻഡ് ഐ വിൽ ടെൽ ദ ടൈമിംഗ് അബൌട്ട് ഇറ്റ്. ഓക്കെ, ആൻഡ് ഐ വിൽ ബി എ ഡിഫറൻറ്റ് സർ. HS sir will be taking. Okay, so that's my class is over. Thank you.